നമ്മുടെ ചാനലിലെ ഒരു സബ്സ്ക്രൈബർ കുറേ തവണ ഒരു വീഡിയോ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു ഒരു ടോപ്പിക്കിനെ കുറിച്ച്. ഞാനത് ഇടായിരുന്നത് വേറൊന്നും കൊണ്ടല്ല, അത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്തോ കാര്യം കൊണ്ട് അത് ഡിലീറ്റ് ആയിപ്പോയി. പിന്നീട് വീണ്ടും അത് ക്രിയേറ്റ് ചെയ്യണമല്ലോ, പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം, തിരക്ക് കാരണം മറ്റന്നാൾ ചെയ്യാം, ഇങ്ങനെ പറഞ്ഞിരുന്ന് ഇത്ര സമയമായി. അപ്പം ഇതിനുവേണ്ടി തന്നെ ഞാൻ സമയം കണ്ടുപിടിച്ച് വന്നതാണ് ഇന്ന് ആ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. കാരണം വീണ്ടും ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വീണ്ടും അതേ അനുഭവം ഉണ്ടാകുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ച്. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ. ആ കമൻറ്റ് എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ, ആ കമൻറ്റ് ഇടുന്ന ആൾ പറയുവാണ്, ബ്രോ ഞാൻ എവിടെയെങ്കിലും കല്യാണ പാർട്ടിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് ഇതുപോലെ പബ്ലിക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലം, പബ്ലിക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്നു, അവിടെ വെച്ചൊരു ഗേളിനെ കാണുന്നു, ആ ഗേളിനെ നോക്കുന്ന സമയത്ത് ചുറ്റുമുള്ള വേറെ പെണ്ണുങ്ങളോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന വേറെ ആണുങ്ങളോ അല്ലെങ്കിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആരെങ്കിലോ ഈ പുള്ളിക്കാരനെ എന്ത് ചെയ്യും, ഒരുമാതിരി കളിയാക്കുന്ന പോലെ നോക്കും. അങ്ങനെ കളിയാക്കുന്ന പോലെ നോക്കുമ്പോൾ അയാൾക്ക് പിന്നീട് പെണ്ണിനെ നോക്കാനോ അല്ലെങ്കിൽ പോയി മിണ്ടണം എന്നുള്ള കാര്യം, അതായത് ഇത്രയേ ഉള്ളൂ, അതുവരെ ഉണ്ടായിരുന്ന കോൺഫിഡൻസ് മൊത്തം പോയതുപോലെ തോന്നും. ഇതാണ് കാര്യം, ഇഷ്യൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യണം, ഇതാണ് ആ കമൻറ്റ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതിനെക്കുറിച്ച് ഒറ്റ ഉത്തരമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഞാൻ ഈ വീഡിയോയിൽ കുറേ കാര്യം പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും എന്താണ് കാര്യമെന്ന്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചാനൽ എന്തിനു വേണ്ടിയാണ് തുടങ്ങിയത്, പെണ്ണുങ്ങളെ എങ്ങനെ അട്രാക്റ്റ് ചെയ്യണം, പെണ്ണുങ്ങളോട് എങ്ങനെ പെരുമാറണം, പെണ്ണുങ്ങൾക്ക് ഇഷ്ടം വരാൻ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചും പിന്നെ നിങ്ങൾ കരിയർ എങ്ങനെ ഡെവലപ്പ് ആവണം അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. എങ്കിൽ പോലും കരിയർ എങ്ങനെ ഡെവലപ്പ് ആവണം, നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെ സ്ട്രോങ് ആക്കി നിങ്ങളെ ലൈഫിൽ നിങ്ങളെ നമ്പർ 1 ആക്കണം, എങ്ങനെ നിങ്ങളുടെ പവർ അൺലോക്ക് ചെയ്യണം, ഇതുപോലത്തെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ അന്നേ ചാനൽ തുടങ്ങിയത്. നിങ്ങൾ എൻ്റെ ആദ്യത്തെ ചാനലുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പെണ്ണുങ്ങളെക്കുറിച്ച് പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ക്യാരക്ടർ മാറ്റാൻ എന്ത് ചെയ്യണം, നിങ്ങളെ നമ്പർ 1 എങ്ങനെ ആക്കണം, അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ അതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഫീമെയിൽ അട്രാക്ഷനെ കുറിച്ച് മനസ്സിലാക്കണം. പെണ്ണുങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. അതിലൊരു വഴിയാണ് അവരെ കൊണ്ട് അവരെ തന്നെ ഫെമിനൈനായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പെണ്ണുങ്ങൾക്ക് വേണ്ടി ഇടയ്ക്കൊരു ചാനൽ തുടങ്ങിയല്ലോ, അതിലും ഞാൻ ഇത് പറഞ്ഞായിരുന്നു. ഒരു മനുഷ്യൻ എപ്പോഴാണ് അവൻ്റെ ഓപ്പോസിറ്റ് ജെൻഡറിനോട് അട്രാക്ഷൻ തോന്നുന്നതെന്ന് വെച്ചാൽ, ആ ഓപ്പോസിറ്റ് ജെൻഡർ അയാളെ തൻ്റെ തന്നെ ജെൻഡറായിട്ട് ഫീൽ ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നറിയാം, ഒന്നുകൂടെ പറയാം. അതായത് ഒരു ഗേളിന് എപ്പോഴും ഒരു ആണിനോട് അട്രാക്ഷൻ തോന്നുന്നു വെച്ചാൽ, ആ ആണിൻ്റെ ആ ആണ് ഈ പെണ്ണിനെ ഫെമിനിനായിട്ട് തന്നെ ഫീൽ ചെയ്യണം, അവളുടെ അതേ ജെൻഡറായിട്ട് തന്നെ ഫീൽ ചെയ്യണം. അതായത് എല്ലാവർക്കും അവനവൻ്റെ ജെൻഡറായിട്ട് ഫീൽ ചെയ്യാനാണ് ഇഷ്ടം. ഇപ്പോൾ ആണുങ്ങൾക്ക് ആണാണെന്ന് ചിന്തിക്കാനാണ് ഇഷ്ടം. നിങ്ങൾ പെണ്ണാണെന്ന് ചിന്തിക്കാൻ ഇഷ്ടമാണോ? ഒരിക്കലും ഇഷ്ടമല്ല. നിങ്ങൾ ആണാണ്, നിങ്ങൾ ധൈര്യമുള്ള ആളാണ്, നിങ്ങൾ പേടിയില്ലാത്ത ആളാണ്, ഇങ്ങനെ അതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടം. അങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടം. നിങ്ങൾക്ക് എല്ലാ കാര്യം പറ്റുമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടം. അപ്പോഴും നിങ്ങളെ മാസ്കുലിനായിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന ഇഷ്ടം. അപ്പോൾ ഒരു ഗേൾ നിങ്ങളോട് പെരുമാറുമ്പോൾ അവൾ നിങ്ങളെ ഒത്തിരി മാസ്കുലിനാക്കി ഒത്തിരി കോംപ്ലിമെൻ്റ് തരുന്നത്, ഒത്തിരി നിങ്ങളെ പൊക്കി പറയുന്നത്, സംസാരിക്കുന്നത്, എന്തോ ആയിക്കോട്ടെ. അതായത് നിങ്ങളൊരു ഗേളിനോട് മിണ്ടുമ്പം നിങ്ങളതേ എനർജി തന്നെ നിങ്ങളെ മാസ്കുലിനായിട്ട് തന്നെ നിൽക്കാൻ സമ്മതിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതേ കാര്യം തന്നെ നേരെ തിരിച്ച്, ഒരു ഗേളിന് എപ്പോഴും ആണിനോട് അട്രാക്ഷൻ തോന്നുന്നു വെച്ചാൽ, അവളെ കൊണ്ട് അവളെ തന്നെ ഫെമിനൈനായിട്ട് ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൾക്ക് അട്രാക്ഷൻ വരും. ഇത് മാത്രമല്ല വഴി, ഞാൻ പറഞ്ഞതിൽ ഒരുപാട് വഴികളുണ്ട്, അതിലൊരു വഴി ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള കറക്റ്റായിട്ട് ഉത്തരം കിട്ടണമെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഒരു ഗേളിന് അവളെ തന്നെ ഫെമിനൈനായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ അവൾക്ക് ഇഷ്ടം വരും എന്ന് എനിക്ക് മനസ്സിലായി. ഞാനിങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്താൽ പറ്റും. ഞാനിങ്ങനെ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോഴല്ല, കുറച്ച് വർഷം മുമ്പ് എനിക്ക് ഐഡിയ മനസ്സിലായി. ഒരു ഗേളിന് ഫെമിനൈനായിട്ട് ഫീൽ ചെയ്യണം നമ്മുടെ കൂടെ വയ്ക്കുമ്പം. അപ്പോൾ ഞാൻ ആലോചിച്ചു അവരോട് എന്ത് പറഞ്ഞാലും അവർക്ക് അവരെ തന്നെ ഫെമിനൈനായിട്ട് ഫീൽ ചെയ്യും. അവരോട് അവരൊക്കെ കോംപ്ലിമെൻ്റ് കൊടുത്താൽ മതി. അവർക്കിപ്പം നിന്നെ കണ്ടാൽ പെണ്ണിനെ പോലുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ കൂട്ടത്തിലുള്ളവരൊക്കെ ആണുങ്ങളെ പോലുണ്ട്, പെണ്ണുങ്ങളെ കണ്ടാൽ നിനക്ക് പെണ്ണുങ്ങളുടെ അതേ സൗണ്ടാണ്, നിനക്ക് നല്ല സ്വീറ്റ് സൗണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ. അല്ലെങ്കിൽ ഈ പഴയ കാലത്തൊക്കെ ഉള്ള ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, പെണ്ണുങ്ങളുടെ ഷേപ്പ്, അതായത് പെണ്ണുങ്ങൾക്ക് ഒരു സ്ട്രക്ചർ ഷേപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ അവർക്ക് കോംപ്ലിമെൻ്റ് കൊടുത്താൽ മതി. എനിക്ക് അറിയത്തില്ല ഇതെങ്ങനെ ഗേൾസിനെ ഫെമിനൈനായിട്ട് ഫീൽ ചെയ്യണമെന്ന്. ഞാനതിനെക്കുറിച്ച് വീണ്ടും നോക്കിക്കൊണ്ടിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫിലോസഫി ബുക്ക് വായിക്കും. അതുപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ, റിച്ച് ആയിട്ടുള്ള ആളുകൾ, അവരുടെ റൊട്ടീൻ എങ്ങനെയൊക്കെയാണ്, അവരുടെ പെരുമാറ്റം എങ്ങനെയൊക്കെയാണ്, അവരെന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കുന്നത്, ഇതിനെക്കുറിച്ച് ഞാൻ ഒരു സൈഡിൽ പഠിച്ചുകൊണ്ടിരിക്കും. മാർക്കറ്റിങ്ങിന് വേണ്ടി, മാർക്കറ്റിങ്, ബിസിനസ്, സെയിൽസ് ഇതുപോലുള്ള കാര്യം പഠിക്കാൻ വേണ്ടി കുറച്ച് സമയം ഞാൻ ഇതിനു വേണ്ടിയും ചിലവാക്കും. അതേസമയം ഞാൻ ഈ സൈക്കോളജി പഠിക്കാൻ വേണ്ടി ചിലവാക്കും. അപ്പോഴേ എനിക്ക് ഇതിനെക്കുറിച്ച് പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്, പെണ്ണുങ്ങൾ, അതായത് ഗേൾസിൻ്റെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ വായിച്ച് ഒരുപാട് അടുത്ത് ഇങ്ങനെ നോക്കുമല്ലോ ഫീമെയിൽ സൈക്കോളജി. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ഒരു ഗേളിന് അവരുടെ അതേ ജെൻഡറിൻ്റെ കുറച്ച് റോളുണ്ട്. ആ റോള് അതായത് ഞാൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്,
അതത് ജെൻഡറിൻ്റെ റോള് അവർക്ക് തന്നെ വിട്ടു കൊടുക്കണം. അതിനേക്കാളും നമ്മൾ ആ ക്യാരക്ടർ കൂടുതലാണെന്ന് കാണിച്ചാൽ അവർക്ക് നമ്മളോട് ഇൻട്രസ്റ്റ് പോവും, അല്ലെങ്കിൽ അവർക്ക് ആ റിലേഷൻഷിപ്പിൽ ഹാപ്പി ആയിട്ട് തോന്നത്തില്ല. എനിക്കിത് ഫസ്റ്റ് മനസ്സിലായില്ല, കാരണം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനൊന്നുമില്ലായിരുന്നു, ഒരു വഴിയില്ലായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്കൊരു ഏകദേശം ഐഡിയ കിട്ടി. അതായത് ഇപ്പോൾ ഒരു കണ്ടക്ടർ, ഒരു ഡ്രൈവർ, ഓക്കെ. അപ്പം ഡ്രൈവറിൻ്റെ ജോലിയിൽ കണ്ടക്ടർ ഇടപെട്ട എങ്ങനെ ഇരിക്കും? ഡ്രൈവറിന് ഇഷ്ടപ്പെടത്തില്ല. കണ്ടക്ടറിൻ്റെ ജോലിയിൽ ഡ്രൈവർ ഇടപെട്ട എങ്ങനെ ഇരിക്കും? അതും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഏകദേശം ഇതുപോലൊരു ഐഡിയ. അപ്പം റിലേഷൻഷിപ്പിൽ അതത് ജെൻഡറിന് ഒരു റോളുണ്ട്. ഇപ്പോൾ പെണ്ണുങ്ങൾ ഫെമിനിനാണ്, അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾ കൂടുതൽ റിലേഷൻഷിപ്പ് ഫോക്കസ് ആയിട്ടാണ് അവരുടെ DNA ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആണുങ്ങൾ കരിയറിൽ ഫോക്കസ് ചെയ്യണം, കരിയറിൽ അടുത്തടുത്ത ലെവലിലോട്ട് പോകണം, അങ്ങനെ ഇരിക്കും. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് എപ്പോഴും ബിസി ആയിട്ടുള്ള ആണുങ്ങളെ ഏറ്റവും ഇഷ്ടം. അതിന് വേറെയും കാരണമുണ്ട്, അവൈലബിലിറ്റി. അതവിടെ നിൽക്കട്ടെ. അല്ലാതൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ആണുങ്ങൾ എപ്പോഴും റിലേഷൻഷിപ്പിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ കല്യാണം കഴിക്കണം, നമുക്ക് നാളെ കുഞ്ഞുങ്ങൾ വേണം, പേരക്കുട്ടി വേണം, ഇതുപോലെ 24 മണിക്കൂറും റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെ സംസാരിച്ച് റിലേഷൻഷിപ്പിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ചില പയ്യന്മാർ നിങ്ങളോട് പറയും, എനിക്കൊരു പെണ്ണുണ്ടായിരുന്നു, അവൾക്ക് വേണ്ടി എൻ്റെ എല്ലാ പ്രയോറിറ്റിയും, എൻ്റെ കരിയറും എല്ലാം മാറ്റി വെച്ചിട്ട് അവൾക്ക് വേണ്ടി ഞാൻ ഗൾഫിൽ പോകുന്നത് മാറ്റി വെച്ച്, അവൾക്ക് വേണ്ടി ഞാൻ ചിലപ്പോൾ ദൂരെ ജോലിക്ക് പോകുന്ന എല്ലാം മാറ്റി വെച്ചിട്ട് അവളുടെ അടുത്ത് തന്നെ നിന്ന്, അവൾക്ക് വേണ്ടി ഞാൻ ജില്ല വിട്ട് പോകാതെ അവളുടെ ജില്ലയിൽ തന്നെ നിന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് എന്നിട്ടും അവൾക്ക് എന്നോട് ഇഷ്ടം പോയെന്ന് വിചാരിക്കും. അങ്ങനെ പറയായിരിക്കും നിങ്ങളോട് ചില പയ്യന്മാർ വന്ന്. അതായത് പെണ്ണുങ്ങൾക്കത് ഇഷ്ടമല്ല. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷമാകുമായിരിക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങളോട് അട്രാക്ഷൻ പോകും. കാരണം ഗേൾസിന് വേണ്ടത് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് റിലേഷൻഷിപ്പിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളിനെയല്ല. ഇതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഞാൻ വേറെ രീതിയിൽ പറയാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം ഇത്രയും നാൾ മനുഷ്യൻ്റെ ജീവിതം ഉണ്ടല്ലോ, ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടായത് മുതൽ ഇത്രയും നാൾ മുതലുള്ള ജീവിതം എടുത്ത് നോക്കിയാൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ചിലവഴിച്ചിട്ടുള്ള സമയം കാട്ടിലാണ്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് കാട്ടിൽ വെച്ച് സെക്സ് ചെയ്യുന്നതാണോ ഏറ്റവും ഇഷ്ടം, അതോ റൂമിൽ വെച്ച് സെക്സ് ചെയ്യുന്നതാണോ? കാട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറൊരു ഫീലായിരിക്കും. ഓക്കെ, അതോടെ നിൽക്കട്ടെ, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. നമ്മുടെ പല ബിഹേവിയറും കാട്ടിലുള്ള അതേപോലെ തന്നെയാണ്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരിടത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 5-10 ആണുങ്ങൾ, നിങ്ങൾക്കറിയാത്ത 5-10 ആണുങ്ങൾ ഗ്രൂപ്പായിട്ട് വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അവന്മാരോട്ട് അടി ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത വരും നിങ്ങൾക്ക്. അതായത് അവന്മാർ നമ്മളോട് അടി ഉണ്ടാക്കാൻ വരുമോ, നമ്മൾ അവരോട് അടി ഉണ്ടാക്കാൻ വരുമോ, ഇങ്ങനെ ഒരു ചിന്ത വരും. അതായത് വ്യത്യസ്ത ഗ്രൂപ്പുകൾ തമ്മിൽ കണ്ടാൽ ഏതെങ്കിലും ഒരാൾ കോമ്പറ്റീഷന് വരും. ഓക്കെ, കാരണം ഭൂമിയിൽ റിസോഴ്സ് കുറവാണ്, അവിടെ ഫൈറ്റ് ചെയ്ത റിസോഴ്സ് ആയാലും മനസ്സിലായി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതായത് 2 ഗ്രൂപ്പുകൾ തമ്മിൽ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത 2 ഗോത്രങ്ങളോ ഗ്രൂപ്പുകളോ ഏത് ജീവിയായാലും തമ്മിൽ കണ്ടാൽ സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളത് ചിലത് മാത്രമേ ഉള്ളൂ. കൂടുതലും അടി കൂടണമെന്നൊക്കെ ആയിരിക്കും. ഇപ്പോൾ തെരുവ് പട്ടികളെ കണ്ടാൽ നിങ്ങൾക്കറിയാം, ഒരു സിറ്റിയിൽ പുതിയ തെരുവ് പട്ടി വന്നാൽ വേറെ പട്ടികൾ ചേർന്ന് അതിനെ കടിച്ച് ഓടിച്ചു വിടും. കാരണം അവിടെ കിട്ടുന്ന ആഹാരം ബാക്കിയുള്ള പട്ടികൾക്ക് തന്നെ ഒരു നേരമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ പട്ടി വന്നാൽ അതിനും കൂടെ ആഹാരം കൊടുക്കണം. ഓക്കെ, അതും കൂടെ ആഹാരം കഴിച്ചാൽ അവിടെ ഉള്ള പട്ടികൾക്ക് ആഹാരം കിട്ടത്തില്ല. ഇനി വേറെ എക്സാമ്പിൾ എന്താ പറയുന്നത്, നമ്മളിപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ വേറെ ഓട്ടോക്കാർ വന്നാൽ എങ്ങനെയായിരിക്കും? അവിടെ കിടത്തത്തില്ല, അവർ വന്ന് അടിയുണ്ടാക്കും. കാരണം മനസ്സിലായോ? അതായത് ഗ്രൂപ്പ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു തരംതിരിവുണ്ട്. ഓക്കെ, ഇതുണ്ട്, അത് മാറ്റാൻ പറ്റത്തില്ല. ഞാൻ ഒത്തിരി കാട് കയറി പോകുന്നില്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ പല ബിഹേവിയറും കാട്ടിലെ ഉള്ള ബിഹേവിയർ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. അതിൽ ചില ചേഞ്ച് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ കാട്ടിൽ നമ്മൾ ജീവിച്ചപ്പോൾ പെണ്ണിൻ്റെ ജോലി റിലേഷൻഷിപ്പിൽ ഫോക്കസ് ചെയ്യണം. അതായത് കുഞ്ഞിനെ നോക്കണം, കുഞ്ഞിന് പാല് കൊടുക്കണം, കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അങ്ങനെയാണ് പെണ്ണുങ്ങൾ. ഓക്കെ, അതായത് കുഞ്ഞുങ്ങൾ ഒരുപാട് കാണും, അവരെയൊക്കെ നോക്കണം. അതുപോലെ ഭർത്താവിൻ്റെ ജോലി എന്താ? ഭർത്താവ് രാവിലെ തന്നെ കുന്തോ എന്തെങ്കിലും എടുത്തുകൊണ്ട് മറ്റുള്ള ആണുങ്ങളുടെ അതായത് കുറേ ആണുങ്ങളാണല്ലോ, അവരെല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് വേട്ടയാടാൻ പോകും. വേട്ടയാടാൻ പോയിട്ട് തിരിച്ചു വരുന്നവരെ ഈ ഭാര്യ റിലേഷൻഷിപ്പിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഭർത്താവ് വരുമായിരിക്കും, ഭർത്താവ് ആഹാരം കൊണ്ടുവരും, ഭർത്താവ് ഇപ്പോഴും എന്തിനെങ്കിലും വേട്ടയാടിക്കൊണ്ടിരിക്കുമായിരിക്കും, ഭർത്താവ് തിരിച്ചു വരുമോ, തിരിച്ചു വരത്തില്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും. അതായത് അന്നത്തെ കാലത്ത്, അതായത് കാട്ടിൽ ജീവിക്കുമ്പോൾ തീ പോലും കണ്ടുപിടിക്കാത്ത കാലമായിരിക്കും, ചിലപ്പോൾ തീ കണ്ടുപിടിച്ച കാലമായിരിക്കും. എന്നാലും നടന്നു പോകാൻ വഴി പോലും ഇല്ല. ഇതുപോലത്തെ സ്ഥലത്തൊക്കെ ആയിരിക്കും വേട്ടയാടാൻ വേണ്ടി ആണുങ്ങൾ ഗ്രൂപ്പായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ തിരിച്ചു വരുമോ, തിരിച്ചു വരത്തില്ല, അതിനിടയ്ക്ക് വേറെ മൃഗത്തിൻ്റെ കയ്യിൽ പെടുമോ, ഒന്നും അറിയത്തില്ല, ഒറ്റയ്ക്കായി പോവോ. അപ്പോഴൊരു ഗേൾ കംപ്ലീറ്റ് റിലേഷൻഷിപ്പിൽ ഫോക്കസ് ആയിരിക്കും. ഓക്കെ, അതേസമയം ആണിൻ്റെ ജോലി എന്തുവാ? നേരം വെളുത്ത് വെട്ടം വീഴുമ്പോൾ തന്നെ ഇറങ്ങി കിലോമീറ്ററോളം പോകണം, മനസ്സിലായോ? എവിടെയെങ്കിലും പോയി ആഹാരം കണ്ടുപിടിക്കണം, ആഹാരം കൊണ്ടുവരണം, ഇതിൽ മാത്രം അവർ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, വേട്ടയാടുന്നത് പ്ലാൻ ചെയ്യണം, അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അന്ന് മുതലേ നമ്മുടെ DNA ഇങ്ങനെ കൈമാറി, അതായത് അന്നത്തേത് ഇപ്പോൾ എങ്ങനെ നമ്മുടെ സ്വഭാവത്തിലുണ്ടോയെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം, ഒരു അച്ഛൻ്റെ മുഖം എങ്ങനെ മക്കൾക്ക് കിട്ടുന്നു, ഒരു അച്ഛൻ്റെ സ്വഭാവം എങ്ങനെ മക്കൾക്ക് കിട്ടുന്നു, ഒരു അമ്മയുടെ സ്വഭാവം എങ്ങനെ മക്കൾക്ക് കിട്ടുന്നു, അച്ഛൻ്റെ കഴിവ് എങ്ങനെ മക്കൾക്ക് കിട്ടുന്നു, ഇതെങ്ങനെ നടക്കുന്നത്? ഇത് നടക്കുന്നത് DNA വഴി കൈമാറി വരും. അപ്പോൾ ഇതേ കാര്യം തന്നെ
ഇന്നും നമ്മുടെ DNA യിലുണ്ട്. പെണ്ണുങ്ങൾ റിലേഷൻഷിപ്പിൽ ഫോക്കസ് ആയിട്ടിരിക്കും, ആണുങ്ങൾ കരിയറിൽ ഫോക്കസ് ആയിട്ടിരിക്കും. ഓക്കെ, അതായത് പെണ്ണുങ്ങൾ റിലേഷൻഷിപ്പ്, കുഞ്ഞുങ്ങൾ, ഓക്കെ അവളുടെ ജോലിയാണ് എനിക്ക് കുഞ്ഞ് വേണം, അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കണം, നമ്മൾ നാളെ 100 വർഷം ജീവിക്കണം, ഇതൊക്കെ പറയേണ്ടത് ആരുടെ ജോലിയാണ്? പെണ്ണിൻ്റെ ജോലിയാണ്. ആണിൻ്റെ ജോലി എന്തുവാ? ജീവിതത്തെ അടുത്തടുത്ത ലെവലിലോട്ട് പോകണം. അതായത് അവൻ എന്തോ കാര്യത്തിൽ ബിസി ആയിരിക്കണം. നിങ്ങൾ നോക്കിയാൽ മതി, അവൻ്റെ സ്വന്തം കാര്യത്തിൽ ബിസി ആയിട്ടൊക്കെ ഇരിക്കുന്ന ആണുങ്ങളോടായിരിക്കും പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അല്ലാതെ സ്വന്തം വേല കൂലി ഒന്നും ഇല്ലാതെ തന്നെ 24 മണിക്കൂർ ആ പെണ്ണിന് വേണ്ടി അവൈലബിൾ ആയിട്ടിരിക്കുന്ന ആളിനോട് പെണ്ണിന് ഇഷ്ടം വരത്തില്ല. കാരണം ഒരു പയ്യൻ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നില്ല, അടുത്ത ലെവലിൽ പോകുന്നില്ല, അവന് പ്രത്യേകിച്ച് കഴിവില്ല, ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവൻ ബിസി ആയിട്ട് അവനായിട്ടൊരു ലൈഫുണ്ട്, ഓക്കെ അവൻ അവൻ്റെ ലൈഫിൽ നോക്കുന്നുണ്ട് എന്നൊരു ഫീൽ കിട്ടിക്കഴിഞ്ഞാൽ മതി. യഥാർത്ഥത്തിൽ ഇത് വർക്കാവുന്നത് ഒരു ആണിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കരിയർ വേണം, അവനൊരു ലക്ഷ്യം വേണം, അവനൊരു ഗോൾ വേണം, അവനതിന് ഡെയിലി അധ്വാനിക്കണം, അതിന് അടുത്തടുത്ത ലെവലിലോട്ട് അവൻ പോയിക്കൊണ്ടിരിക്കണം. ഇങ്ങനെയാണ് അത് വർക്കാവുന്നത്, ഫീമെയിൽ അട്രാക്ഷൻ വർക്കാവുന്നത്. നമ്മളോട് നല്ല അട്രാക്ഷൻ ആയിരിക്കും. ഇതിന് പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ആയിട്ട് കാണിക്കുന്നത് ഇതായിരിക്കും അവർക്ക് നല്ല അട്രാക്ഷൻ. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ ഞാൻ രണ്ടും കൂടെ ഒന്ന് നോക്കി. അതായത് ഒരു ഗേളിന് റിലേഷൻഷിപ്പിൽ അവളുടേതായിട്ടുള്ള കുറച്ച് റോളുണ്ട്. ആ റോള് അവരെ ചെയ്യാൻ സമ്മതിക്കാതെ നമ്മളത് കൂടുതൽ ചെയ്താൽ അവർക്ക് ഇൻട്രസ്റ്റ് പോവും. അവർ വേറെ ആളിനെ നോക്കി പോവും, ഒരു തിരക്കുള്ള ഒരാളിനെ നോക്കി പോവും, അതായത് അത്യാവശ്യം തിരക്കുള്ള ഒരാളിനെ നോക്കി അവർ പോവും. അപ്പോൾ ഇത് രണ്ടും കൂടെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് ഒരു ഗേളിൻ്റെ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ബിസിനസ്സുകാരുടെ ലൈഫ് എങ്ങനെയാണെന്ന് നോക്കും, പൈസക്കാരുടെ ലൈഫ് എങ്ങനെയാണെന്ന് നോക്കും, സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ലൈഫ് എങ്ങനെയാണ് അതൊക്കെ പഠിക്കുമെന്ന് പറഞ്ഞല്ലോ. അതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അതായത് അതിൽ പെണ്ണുങ്ങളായിട്ടുള്ളവർ, ഇപ്പോൾ IPS ജോലിയായാലും അല്ലെങ്കിൽ ബിസിനസ് ജോലിയായാലും, അതിൽ പെണ്ണുങ്ങളായിട്ടുള്ളവർ മാത്രം ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവർ കൃത്യമായിട്ട് മാസം കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കാനും കുടുംബത്തിൻ്റെ കൂടെ ഇരിക്കാനും പ്രത്യേകിച്ച് ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കും. ഞാനത് ശ്രദ്ധിച്ചു. അപ്പോൾ ആണുങ്ങളുടേതും പെണ്ണുങ്ങളുടെ ഞാൻ നോട്ടീസ് ചെയ്ത്, ആണുങ്ങൾ എത്ര പേര്, ഇപ്പോൾ എലോൺ മസ്കിനെ പോലുള്ളവരൊക്കെ എത്ര പേര് കുടുംബത്തിൻ്റെ കൂടെ ഇരിക്കാൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ടൈം മാറ്റി വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലെ അവരുടെ റൊട്ടീനെ അവർ കറക്റ്റ് ടൈം മാനേജ് ചെയ്യുമ്പോൾ എത്ര പേര് മാറ്റി വയ്ക്കുന്നുണ്ടെന്ന് നോക്കി. ഇതേ കാര്യം തന്നെ നേരെ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നോക്കി. അപ്പോൾ ഞാൻ മനസ്സിലായത്, അവിടെ ആണുങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം കൊടുത്തിരിക്കുന്നത് കരിയറിൽ ഫോക്കസ് ചെയ്യണം, റിലേഷൻഷിപ്പിൽ ഫോക്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ കുടുംബം, കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ കാമുകിയുടെ കൂടെ നിൽക്കാൻ കുറച്ച് സമയം മാറ്റി വയ്ക്കുന്ന പോലെ നോക്കി. അതായത് പെണ്ണുങ്ങളെ അപേക്ഷിച്ച് കുറച്ച് സമയം. അതേസമയം പെണ്ണുങ്ങളെ നോക്കിയപ്പോൾ പെണ്ണുങ്ങൾ റിലേഷൻഷിപ്പ് ഫോക്കസ് ആയതുകൊണ്ട് തന്നെ അവർ പോലും അറിയാതെ അവരത്ര ഇമ്പോർട്ടൻറ്റ്, അതായത് പപ്പാതി പോലെ റിലേഷൻഷിപ്പിന് എത്രത്തോളം കൊടുക്കുന്നു കരിയറിന് എത്രത്തോളം കൊടുക്കുന്നോ, പഠിത്തത്തിന് എത്രത്തോളം കൊടുക്കുന്നോ അത്രത്തോളം റിലേഷൻഷിപ്പിനും കൊടുക്കുന്ന പോലെ തോന്നി. അപ്പോഴതിൽ നിന്ന് എനിക്കൊരു ഐഡിയ കിട്ടി, ഗേൾസിന് റിലേഷൻഷിപ്പിൽ നല്ലപോലെ ഫോക്കസ് ചെയ്യണം, കുടുംബം, കുഞ്ഞ്. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഗേളിൻ്റെ ജോലിയാണ് കാമുകനോട് പറയുന്നത്, എടാ നമ്മൾ 100 വർഷം ജീവിക്കണം, നമുക്ക് കുഞ്ഞുങ്ങൾ വേണം, നമ്മുടെ ആൺകുഞ്ഞിന് എന്ത് പേര് വേണം, പെൺകുഞ്ഞിന് എന്ത് പേര് വേണം, ഇതൊക്കെ പെണ്ണുങ്ങളുടെ ജോലിയാണ്. നിങ്ങൾ അവളെക്കാളും കൂടുതൽ പറയുന്നുണ്ടെന്ന് വിചാരിച്ചു, അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് പോകും. കാരണം അവരുടെ റോളാണ്, ഫെമിനിൻ റോൾ അവരുടെ റോളാണ് ഇതുപോലെ കാര്യങ്ങളൊക്കെ പറയേണ്ടത്. നിങ്ങൾ അവരുടെ ജോലിയിൽ കയറി ഇടപെടുന്ന പോലെ ഇരിക്കും. അതായത് നിങ്ങൾ അവരെക്കാളും ഫെമിനിൻ റോൾ എടുക്കുന്ന പോലെ ഇരിക്കും. നമുക്ക് കല്യാണം കഴിക്കാം, നമ്മൾ 100 വർഷം ജീവിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആൺകൊച്ചിന് എന്ത് പേര് വേണം, പെൺകൊച്ചിന് എന്ത് പേരിടണം. ഇതുപോലെ ആണുങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ചില ആണുങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഫോക്കസ് ചെയ്യും. നമുക്ക് ആണുങ്ങൾക്ക് ആൺകൊച്ചുണ്ടായ എന്ത് പേരിടണം, പെൺകൊച്ചുണ്ടായ എന്ത് പേരിടണം, അതായത് റിലേഷൻഷിപ്പ് ഭാവിയെക്കുറിച്ച് അവന്മാർ ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പെണ്ണിന് താല്പര്യം പോകും. എന്നിട്ട് അവൻ പറയും, ഞാൻ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇത്രയും കെയർ ചെയ്ത്, ഇത്രയും ഫോക്കസ് ചെയ്ത്, എന്നിട്ടും നീ എന്നെ വിട്ടുപോയല്ലോ എന്ന് പറയും. നിങ്ങൾ നോക്കിയാൽ അത് ഗേൾസിന് ഇപ്പം എങ്ങനെയാണ് പറയേണ്ടതെന്ന് വെച്ചാൽ, റിലേഷൻഷിപ്പിൽ ഒട്ടും ഫോക്കസ് ചെയ്യാതെ ഒരു കെയറും ഇല്ലാതെ നടക്കുന്ന ആണുങ്ങളുടെ പുറകെ പെണ്ണ് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അവന്മാരിൽ അഡിക്റ്റ് ആയിരിക്കും. കാരണം അവളായിരിക്കും അവനോട് പറയുന്നത്, എടാ നമ്മൾ ഒരുപാട് നാൾ ജീവിക്കണം, നമ്മൾ കല്യാണം കഴിക്കണം, എടാ നീ സീരിയസ് ആണോ, ഇതുപോലെ അവളായിരിക്കും ഒരുപാട് ചോദിക്കുന്നത്, എടാ നീ എന്നെ വിട്ടു പോകുമോ, ഇങ്ങനെ ഒരുപാട് ചോദിക്കുന്ന അവളായിരിക്കും. കാരണം അവരുടെ റോളാണത് റിലേഷൻഷിപ്പിൽ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നത്. അവരെക്കാളും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ റോളാണ് ഫെമിനിൻ റോള്. നിങ്ങൾ മാസ്കുലിനായിട്ട് റോൾ ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ലൈഫിൽ കുറച്ച് ബിസി ആയിട്ടിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ അവർക്ക് കൊടുക്കേണ്ട അവൈലബിലിറ്റി, അവർക്ക് കൊടുക്കേണ്ട സ്നേഹം, അതുപോലെ റിലേഷൻഷിപ്പിൽ ഭാവിയെക്കുറിച്ച് ഒരു 50% നിങ്ങൾ സംസാരിച്ചാൽ മതി. എനിക്ക് നിന്നെ തന്നെ വേണം, നിന്നെ തന്നെ കല്യാണം കഴിക്കണം, നിന്നെ വിട്ടാൽ എനിക്ക് വേറെ ആരും ഇഷ്ടമല്ല, ഇതുപോലെ ഒരു കുറച്ച് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇൻട്രസ്റ്റ് ആണ് എന്ന് കാണിക്കാൻ പറഞ്ഞാൽ മതി. ആണുങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എല്ലാം മാറ്റി വെച്ചിട്ട് എനിക്ക് റിലേഷൻഷിപ്പ് വേണം, ഇങ്ങനെ ഒത്തിരി അധികം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. അവരെക്കാളും കൂടുതൽ ഫോക്കസ് ചെയ്യും. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മുടെ ജോലിയിൽ ഒരാൾ കൈ കടത്തുന്നത് നമുക്കിഷ്ടമാണോ, അതേപോലെ തന്നെ അവരുടെ ഫെമിനിൻ റോള് അതിൽ നിങ്ങൾ കൈ കടത്തുന്ന പോലെ ഇരിക്കും.
അപ്പോഴെന്ത് പറ്റും, ഇപ്പോൾ ഫെമിനിയൻ ആരാ? ഫെമിനിയൻ നിങ്ങളാണ്. നിങ്ങൾ മാസ്കുലിൻ റോളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ നേരെ പോയി ഒരു ഗേളിൻ്റെ മുമ്പിൽ ഫെമിനിയനായിട്ട് നിന്ന് കാണിക്കും. അവർക്ക് മാസ്കുലിനോടെ അട്രാക്ഷൻ വരത്തുള്ളൂ. മാസ്കുലിൻ എങ്ങനെ ആയിരിക്കണം? ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു ഒരു കരിയർ, ഒരു ലക്ഷ്യം, നിങ്ങളുടേതായിട്ടൊരു ലക്ഷ്യം വേണം. അതിൽ നിങ്ങൾ നോക്കി പോകുന്ന പോലെ ഇരിക്കണം. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ നല്ല മാസ്കുലിനായിട്ട് കാണും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ തിരക്കിനിടയിലും നിങ്ങൾ റിലേഷൻഷിപ്പിന് വേണ്ടി ഒരു ഹെൽത്തി ആയിട്ട് നല്ലൊരു ടൈം കൊടുക്കണം. അവർക്ക് നല്ല അവൈലബിലിറ്റി കൊടുക്കണം. അവർക്ക് എന്തൊക്കെ വേണോ അതെല്ലാം നിങ്ങൾ കൊടുക്കണം. അതായത് ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണോ അവർക്ക് വേണ്ടത് അതെല്ലാം നിങ്ങൾ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾ ജീവിതത്തെ അടുത്തടുത്ത ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അത്രത്തോളം അവർക്ക് നിങ്ങളോട് നല്ല അട്രാക്ഷൻ കീപ്പ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത് പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് ബിസി ആയിട്ടിരിക്കുന്ന പോലെ, അതായത് റിലേഷൻഷിപ്പിൽ ഒരുപാട് കെയർ ചെയ്യുന്ന പോലെ കാണിക്കാതിരുന്നാൽ മാത്രം മതി. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, ആ കാട്ടിൽ ജീവിച്ച പോലെ തന്നെ, അതായത് പറയണമെങ്കിൽ നമ്മുടെ നാച്ചുറൽ സ്ക്വാഡ് ചാനൽ, ആ ചാനലിൽ പോയി എനിക്ക് അതിൽ നല്ല വിഷമമുണ്ട്. കാരണം ഞാൻ ആ പുള്ളിക്കാരൻ്റെ നല്ലൊരു ഫാനിൽ ഒരാളായിരുന്നു. അതേ ഇതിൽ തന്നെ പറയണം. ഓക്കെ, ആ പുള്ളിക്കാരനെ കോപ്പി അടിച്ച് പറയുന്ന പോലെ തോന്നുക എനിക്കൊരു ഇതുമില്ല. അങ്ങനെ തന്നെ പറയണം. അതായത് ഹണ്ടർ ഗ്യാദർ ആ ഇതിൽ തന്നെ നിങ്ങൾ പോകുന്ന പോലെ തോന്നും. അതായത് ഹണ്ടർ ഗ്യാദർ ട്രാക്കിൽ തന്നെ നിങ്ങൾ പോകുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ബിസി ആയിട്ടിരിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ പെണ്ണിനും ഒരിത് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും, ഞാൻ പറഞ്ഞല്ലോ കാട്ടിൽ ജീവിച്ച പല ക്യാരക്ടറാണ് നമ്മുടെ ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ആണുങ്ങളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള ഒരാണിനെ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റൂ. സ്ട്രോങ് ആയിട്ടുള്ള ഒരാണിനെ ധൈര്യത്തോടെ പോയി വേട്ടയാടി ആഹാരം കൊണ്ടുവരാൻ പറ്റൂ. സ്ട്രോങ് ആയിട്ടുള്ള ആണിൻ്റെ കൂടെ മാത്രം അവൾക്ക് ഒരുപാട് നാൾ ചത്തുപോകാതെ ജീവിക്കാൻ പറ്റൂ. ഓക്കെ, ഇതാണ് ഐഡിയ. അപ്പോൾ നിങ്ങൾ കാട്ടിൽ ജീവിച്ച അതേ കാര്യം നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യണം നിങ്ങളുടെ ലൈഫിൽ ബിസി ആയിട്ടിരിക്കുന്നത്. ഓക്കെ, ആ കാട്ടിലെങ്ങനെ രാവിലെ വെട്ടം വീഴുമ്പോഴേ നമ്മളെന്ത് ചെയ്യും, രാവിലെ കുന്തം എടുത്തുകൊണ്ട് വേട്ടയാടാൻ പോകും, വൈകുന്നേരം ആയിരിക്കും കയറി വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു റിസോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ബിസി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ മാസ്കുലിനായിട്ടുള്ള ഒരു റോള് ചെയ്യുന്ന പോലെ തോന്നും. ഓക്കെ, അപ്പോൾ അവളൊരു ഫെമിനിൻ പെണ്ണ്, അവൾ റിലേഷൻഷിപ്പിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ അട്രാക്ഷൻ വരുന്നത്. ഇനി ഞാൻ വേറെ കാര്യം പറയാം. റിലേഷൻഷിപ്പിൽ ചില ആണുങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക്, പെണ്ണിനെ പണിക്ക് വിട്ടിട്ട് ആണുങ്ങൾ വീട്ടിൽ ഇരിക്കും. അപ്പോൾ ആലോചിച്ച് നോക്ക്, പെണ്ണിനെ പണിക്ക് വിട്ടിട്ട് ആണുങ്ങൾ കൊച്ചിനെ കളിപ്പിച്ച്, കൊച്ചിനെ കുളിപ്പിച്ച്, കൊച്ചിന് ആഹാരം കൊടുത്ത്, വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് വീട്ടിൽ കുത്തിയിരിക്കുമ്പോൾ ഇവിടെ ആരാ മാസ്കുലിൻ? ആ പെണ്ണ് മാസ്കുലിൻ ചെയ്ത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എല്ലാവർക്കും അവനവൻ്റെ ജെൻഡറായിട്ട് നിൽക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഒരു ഗേള് അവൾക്ക് എന്താ ഇഷ്ടം, ഫെമിനിയനായിട്ട് റിലേഷൻഷിപ്പിൽ ഫോക്കസ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ജീവിതമാർഗ്ഗം നോക്കിയോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. അവനിപ്പോൾ പെണ്ണിൻ്റെ ജോലി ചെയ്യുന്നു, പെണ്ണ് ആണിൻ്റെ ജോലി ചെയ്യുന്നു. ചിലവിന് എവിടെയെങ്കിലും പോയി കഷ്ടപ്പെട്ട് ചിലവിന് പെണ്ണ് കൊണ്ടു കൊടുക്കുന്നു, അവൻ വെറുതെ തിന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഗേൾ ആഗ്രഹിക്കുന്നത് ഒരു പയ്യൻ എനിക്ക് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്യണമെന്ന്. ഓക്കെ, ലവ് പ്രൊവൈഡ് ചെയ്യണം, വേറെ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതുപോലെ എല്ലാ റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും അവൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവൻ പ്രൊവൈഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എന്തുപറ്റി, അവൾ ജോലിക്ക് തിന്നാൻ കൊടുത്തിട്ട് അവന് പ്രൊവൈഡ് ചെയ്യുന്നില്ലിരിക്കും. മനസ്സിലായി? അപ്പോഴിവിടെ ഫെമിനിൻ റോൾ ആരാ ചെയ്യുന്നത്? അവനാണ് ചെയ്യുന്നത്. അപ്പോൾ തൻ്റെ റോള് ഏറ്റവും കൂടുതൽ ചെയ്യുമ്പോൾ ആ ഗേളിന് അട്രാക്ഷൻ പോയിട്ട് വേറൊരാളിനെ വേണമെന്ന് തോന്നും. നിങ്ങൾ ചോദിക്കുമായിരിക്കും വേറൊരാളിൻ്റെ കൂടെ ഉറപ്പായിട്ട് പോകുമെന്ന് വെച്ചാൽ പോകത്തില്ലായിരിക്കും. പക്ഷേ റിലേഷൻഷിപ്പിൽ അവർക്ക് അത്ര ഇൻട്രസ്റ്റ് കാണത്തില്ല. ഓക്കെ, അവർക്ക് അത്ര അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അട്രാക്ഷൻ കാണത്തില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എനിക്ക് ആ ഒരു ഇത് വായിച്ചപ്പോൾ മനസ്സിലായി. അതായത് ഇത്തരം കാര്യം അത് എഴുതിയിട്ടില്ല, അത് എഴുതിയിരുന്ന ഇത്രയാണ്. ഒരു റിലേഷൻഷിപ്പിൽ ഓരോ ജെൻഡറിനും ഓരോ റോളുണ്ട്. അപ്പോൾ ഗേളിൻ്റെ ജെൻഡറിൻ്റെ റോള് നമ്മൾ അധികമായിട്ട് ആ റോളിൽ കയറി ഇടപെട്ടാൽ അവർക്ക് ഇൻട്രസ്റ്റ് കുറയും. ഈ ഒരൊറ്റ വരിയിൽ നിന്ന് എനിക്ക് ഇത്ര കാര്യം മനസ്സിലായി. അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി, ഒരു ഗേളിനെ ഫെമിനിയനായിട്ട് നിൽക്കാൻ നമ്മൾ സമ്മതിക്കുകയാണെങ്കിൽ, ഫെമിനിയൻ റോൾ അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് അവരെ തന്നെ ഫെമിനിയനായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ എന്തുപറ്റും, നമ്മളോട് നല്ലൊരു അട്രാക്ഷൻ വരും. ഓക്കെ, ഇങ്ങനെ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ആണിന് ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇതിലോട്ട് എത്തിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞത്. ഒരാണിന് എപ്പോഴും സന്തോഷമാവുമെന്ന് വെച്ചാൽ, ഒരാണിന് എപ്പോഴും കോൺഫിഡൻസ് തോന്നുമെന്ന് വെച്ചാൽ, എന്നെക്കൊണ്ട് ഇത് പറ്റും എന്ന് എപ്പോൾ തോന്നും, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്ന് എപ്പോഴും ധൈര്യത്തോടെ പറയാൻ അവന് പറ്റുന്നു, അപ്പോഴായിരിക്കും അവന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത്. ഓക്കെ, ഇതേ സമയം ഗേൾസിൻ്റെ കാര്യമുണ്ട്. അതായത് പെണ്ണുങ്ങൾ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് തനിക്ക് ഇഷ്ടപ്പെട്ട ആണ്, അല്ലെങ്കിൽ തൻ്റെ കൂടെ ഉള്ളൊരാണ്, അവനെ തന്നെ ഒരു വിശ്വാസം, അതായത് എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് അവനെപ്പോൾ അവനെക്കുറിച്ച് തന്നെ പറയുന്നു. അപ്പോഴായിരിക്കും ഗേളിന് സത്യത്തിൽ അവനോട് അട്രാക്ഷൻ തോന്നുന്നത്. എല്ലാം മനസ്സിലായി? അതായത് ഒരു ഗേളിനെ എങ്ങനെ ഫെമിനിയനായിട്ട് ഫീൽ ചെയ്യിക്കണമെന്ന് വെച്ചാൽ, ഇതാണ് കറക്റ്റ് ആൻസർ. നമ്മൾ മാസ്കുലിനായിട്ട് സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് എപ്പോഴും നമ്മളെ കാണിക്കുന്നു, അപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് അവരെ തന്നെ ഫെമിനിയനായിട്ട് കണ്ടോളും. ഓക്കെ, അവർ സ്വന്തമായിട്ട് തന്നെ ഫെമിനിയനായിട്ട് കണ്ടോളും. നമ്മൾ ഒരു ചിലവുമില്ല. ആ ഉത്തരത്തിലോട്ടെത്താൻ ഒത്തിരി സമയം എടുത്തു. ഞാൻ ഒരുപാട് പഠിച്ചു വരേണ്ടി വന്നു. അങ്ങനെ ആ ഉത്തരം കിട്ടിയത്. അവരെ തന്നെ ഫെമിനിയനായിട്ട് തോന്നിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി,
നമ്മളെ തന്നെ മാസ്കുലിനായിട്ട് കാണിച്ചാൽ മതി. അതായത് ഇപ്പം കല്യാണം കഴിച്ച രണ്ടു പേരുടെ കാര്യം പറയാം. ഒരാണിന് എപ്പോഴും സന്തോഷം കിട്ടുമെന്ന് ചോദിച്ചാൽ അവനെ കൊണ്ട് പറ്റുമെന്നൊരു ചിന്ത അവന് വരുമ്പോൾ, അതേസമയം അവൻ്റെ ഭാര്യയ്ക്ക് എപ്പോഴാണ് സന്തോഷം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ കെട്ടിയവന് അവന് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, അവനെ കൊണ്ട് പറ്റുമെന്ന് അവൻ തന്നെ പറയണം. ഓക്കെ, അപ്പോഴെന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ ഗേളിന് സന്തോഷമാവും. അതായത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്തുകൊണ്ടാണ് കോൺഫിഡൻസ് ഉള്ള ആണുങ്ങളെ പെണ്ണുങ്ങൾക്ക് ഇത്ര ഇഷ്ടപ്പെടുന്നത്? അല്ലെങ്കിൽ ചില ആണുങ്ങൾ ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ആണുങ്ങളായിരിക്കും. എന്നിട്ടും എന്തോ ഇഷ്ടം വരുന്നതെന്ന് വെച്ചാൽ അവരിൽ തന്നെ പറയുകയാണ് എന്നെക്കൊണ്ടിത് പറ്റും എന്നൊരു കോൺഫിഡൻസ് അവർക്കുള്ളതുകൊണ്ട് അത് കാണുന്ന ഗേൾസിന് അവരുടെ കാര്യത്തിൽ ഒരു കോൺഫിഡൻസ് വരും. അതായത് അവന്മാർ പറയണം എന്നെക്കൊണ്ടിത് പറ്റും, അല്ലെങ്കിൽ ഞാനിത് ചെയ്യും. ഓക്കെ, അതുപോലെ ആയിരിക്കും അവന്മാരുടെ സംസാരം. എന്നെക്കൊണ്ടിത് പറ്റും, ഞാനിത് ചെയ്യും, എന്നോടാണോ കളി, ഞാനിത് കുറേ കണ്ടിട്ടുള്ള ഇങ്ങനത്തെ സംസാരം ഉണ്ടല്ലോ. നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് അവർക്ക് നമ്മളെ മാസ്കുലിനായിട്ട് തോന്നുന്നത്. ഓക്കെ, നമ്മളെ മാസ്കുലിനായിട്ട് തോന്നുമ്പോൾ അവർക്ക് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് അവരെ തന്നെ ഫെമിനിനായിട്ട് തോന്നിക്കോളൂ. അപ്പോഴെന്തോ പറ്റുമെന്ന് വെച്ചാൽ അവർക്ക് നമ്മളോട് അട്രാക്ഷൻ തോന്നിക്കോളും. ഇതിൽ കൂടുതലൊന്നും നമ്മൾ ചെയ്യേണ്ട. ഓക്കെ, ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളോട് എപ്പോഴാണ് റെസ്പെക്റ്റ് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ടത് പറ്റും എന്നൊരു കോൺഫിഡൻസ്, നിങ്ങൾക്ക് ഉള്ളിലൊരു ധൈര്യം ഉള്ളപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നും. അതേസമയം നിങ്ങളുടെ കൂടെ ഉള്ളൊരു ഗേള്, അല്ലെങ്കിൽ നിങ്ങളോട് മിണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗേള്, അല്ലെങ്കിൽ നിങ്ങളെ കാണുന്ന ഒരു ഗേള് എപ്പോൾ അവർക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നു വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളെപ്പോൾ ഉറപ്പ് പറയുന്നു. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ എപ്പോൾ ഒരു വിശ്വാസം, മൊത്തത്തിൽ ഒരു വിശ്വാസം വരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കാണിച്ചാൽ മതി. എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർക്ക് തന്നെ നിങ്ങളിൽ ഒരു ഉറപ്പ് വന്നോളും, അവർക്ക് തന്നെ നിങ്ങളൊരു വിശ്വാസം വന്നോളും, അവർക്ക് തന്നെ നിങ്ങളിൽ അട്രാക്ഷൻ വന്നോളും. അങ്ങനെ ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ കൂടുതൽ പഠിക്കേണ്ട കാര്യമില്ല, ഇതിൽ കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമില്ല. സിമ്പിൾ സൈക്കോളജി എന്ന് പറഞ്ഞാൽ സിമ്പിൾ, നമ്മൾ ഒരുപാട് പഠിക്കേണ്ട. ഒരു ഗേളിന് അവളെ തന്നെ ഫെമിനിനായിട്ട് ഫീൽ ചെയ്താൽ നമ്മളോട് അട്രാക്ഷൻ തോന്നിക്കോളും. അതിനൊന്നും ചെയ്താൽ മതി, നമ്മൾ മാസ്കുലിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അവർക്ക് അവരെ തന്നെ നമ്മുടെ കൂടെ ഉള്ളപ്പോഴും അവർക്ക് അവരെ തന്നെ ഫെമിനിനായിട്ട് തോന്നിക്കോളും, നമ്മളോട് അട്രാക്ഷൻ വന്നോളും. ഇനി അതവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞ് ബാക്കി സംസാരിക്കാം, കോൺഫിഡൻസിനെ കുറിച്ച്. അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സബ് കോൺഷ്യസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ ചെയ്യുന്നുണ്ട്. പലതും നമ്മൾ ഹണ്ടർ ഗ്യാദർ ആയിട്ടിരുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ബിഹേവിയർ ആയിരിക്കും, അതായിരിക്കും ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതവിടെ നിൽക്കട്ടെ. അതിനെക്കുറിച്ച് തന്നെ പറയേണ്ട വേറെ കാര്യം, നമ്മുടെ ഹ്യൂമൻ നേച്ചർ അനുസരിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹയർ വാല്യൂട്ട് ഫീൽ ചെയ്യും, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലോയർ വാല്യൂട്ട് ഫീൽ ചെയ്യും. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതുകൂടെ മനസ്സിലായാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഉത്തരം കിട്ടത്തുള്ളൂ. ഞാൻ മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരാണായിട്ട് ബിഹേവ് ചെയ്യണം. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞായിരുന്നു. ആ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് ചുരുക്കി ഇതിലും പറഞ്ഞുതരാം. ഓക്കെ, ഇതിലെ 3 സൈക്കോളജി പറഞ്ഞുതരാം. 3 സൈക്കോളജി ഒന്ന് തന്നെയാണ്. അതായത് 3 കാര്യങ്ങളുടെ ഡിബേറ്റിൻ്റെ സൈക്കോളജി, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുമല്ലോ, ചുമ്മാ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുക, അതിൻ്റെ സൈക്കോളജി. അതുപോലെ തന്നെ റിവെഞ്ചിൻ്റെ സൈക്കോളജി, നമ്മൾ ഒരാളോട് പ്രതികാരം ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രതികാരം ചെയ്യും, അതിൻ്റെ സൈക്കോളജി. മൂന്നാമത്തെ വേറൊരു സൈക്കോളജി പറയാം, അതായത് ആത്മഹത്യയുടെ ഒരു സൈക്കോളജി. ഓക്കെ, അതിനെക്കുറിച്ച് പറയാം. അഫെയറിൻ്റെ സൈക്കോളജി. ഓക്കെ, അതായത് നമ്മൾ വേറെ ആളുടെ അടുത്ത് നമ്മൾ പോകുമല്ലോ, പെണ്ണുങ്ങളായാലും നമ്മളെ ചീറ്റ് ചെയ്തിട്ട് വേറൊരാളുടെ അടുത്ത് പോകും, ആണുങ്ങൾ എന്ത് ചെയ്യും, പെണ്ണിനെ ചീറ്റ് ചെയ്തിട്ട് വേറൊരാളുടെ അടുത്ത് പോകും, അതിൻ്റെ സൈക്കോളജി. ഏകദേശം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, അതിൽ നിങ്ങൾക്കൊരു സംഭവം മനസ്സിലാവും. അതിന് ശേഷം അതായത് എങ്ങനെ നമ്മളെ വാല്യൂ ആയിട്ട് കാണുന്നു, ഓക്കെ, ഓരോ കാര്യത്തിനും നമ്മളെങ്ങനെ വാല്യൂ ആയിട്ട് കാണുന്നു, അത് പറഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, വീണ്ടും ടോപ്പിക്കിലോട്ട് വരാം. ഫസ്റ്റ് ഈ ഡിബേറ്റിൻ്റെ സൈക്കോളജി പറയാം. നമുക്ക് മറ്റുള്ളവരോട് ഡിബേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, നമ്മൾ വേറെ ആളോട് തർക്കിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില ആളുകൾ ചെറിയ കാര്യം പറഞ്ഞ് തർക്കിക്കും. രജനികാന്താണോ വലുത്, ചിമ്പു ആണോ വലുത്, സൂര്യയാണോ വലുത്, അതോ ഇനി വിജയാണോ വലുത്, ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിച്ചുകൊണ്ടിരിക്കും. സിമ്പിൾ കാര്യത്തിന് തർക്കിച്ചുകൊണ്ടിരിക്കും, നമ്മൾ തോറ്റു കൊടുക്കത്തില്ല. എന്താ തോറ്റു കൊടുക്കാത്തതെന്ന് വെച്ചാൽ, നമ്മൾ ഡിബേറ്റിൽ തോക്കുമ്പം നമ്മളെ തന്നെ ലോയർ വാല്യൂട്ട് തോന്നും, നമുക്ക് സന്തോഷം കുറവായിരിക്കും. കാരണം ഡിബേറ്റിൽ തോക്കുമ്പോൾ നമ്മൾ അയ്യോ ഞാൻ വിലയില്ലാത്തവനാണോ എന്ന് തോന്നും. ഓക്കെ, ഇതാണ് ഹ്യൂമൻ ബിഹേവിയർ. അതിനുവേണ്ടി ചെറിയ കാര്യത്തിൽ പോലും നമ്മൾ വിട്ടു കൊടുക്കത്തില്ല, ഇത് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഇപ്പോൾ ചില ഡിബേറ്റ് നിങ്ങൾ ചെയ്യും, നിങ്ങൾക്കറിയാം ഒന്ന് എഴുന്നേറ്റ് പോയാൽ ഇതത്ര കാര്യമുള്ള കാര്യമല്ല, ചെറിയ കാര്യത്തിന് ഇങ്ങനെ തർക്കിക്കുന്നത്, എന്തിനാണ് തർക്കിക്കുന്നത്, എഴുന്നേറ്റ് പോകാൻ തോന്നും, പക്ഷേ പോകത്തില്ല, നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കും. കാരണം ഡിബേറ്റിൽ ജയിക്കുമ്പോൾ നമ്മളെ തന്നെ ഒരുപാട് ഹയർ വാല്യൂട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഡിബേറ്റ് ജയിക്കാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും. നമ്മൾ രജനീകാന്താണോ വിജയാണോ വലുതെന്ന് പറഞ്ഞിട്ട് ചെറിയ കാര്യത്തിന് തർക്കിച്ചുകൊണ്ടിരിക്കും. തർക്കിച്ചിട്ട് രജനീകാന്താണ് സൂപ്പർ എന്ന് നമ്മൾ പറഞ്ഞിട്ട് മറ്റേ ആൾ തോറ്റാൽ നമുക്ക് ഒത്തിരി സന്തോഷമാവും. ഓക്കെ ഞാൻ ഹൈ വാല്യൂ ആണെന്ന് തോന്നിക്കൊണ്ടിരിക്കും ഉള്ളിൽ. അതേസമയം മറ്റേ ആൾക്ക് എന്ത് തോന്നുന്നത്, മറ്റേ ആൾക്ക് തോന്നും അയ്യോ ഞാൻ ലോയർ വാല്യൂ ആണോ, അയ്യോ ഞാൻ വിലയില്ലാത്തവനാണോ എന്ന് തോന്നിക്കൊണ്ടിരിക്കും ഉള്ളിൽ. ഇതന്നെ വേറെ രീതി പറയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ആളുകളെ ഒരുപാട് ഒബ്സർവ് ചെയ്യും. ഈ സൈക്കോളജി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഞാൻ സെയിൽസിന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആളുകളെ ഒരുപാട് ഒബ്സർവ് ചെയ്യും.
ഞാനിങ്ങനെ ചായക്കടയിലിരുന്ന് 2 അപ്പൂപ്പന്മാർ ഡിബേറ്റ് ചെയ്യുന്നത് കാണും. ഓക്കെ, ഡിബേറ്റ് ചെയ്തിട്ട് ഞാൻ ഈ പഠിച്ച സൈക്കോളജി സത്യമാണോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. രണ്ടുപേരും ഡിബേറ്റ് ചെയ്യുന്നുണ്ട്, എന്തോ രാഷ്ട്രീയ കാര്യമോ യുദ്ധത്തിൻ്റെ കാര്യം എന്തോ പറഞ്ഞ് ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 അപ്പൂപ്പന്മാർ ഡിബേറ്റ് ചെയ്തിട്ട് ഒരപ്പൂപ്പൻ തോറ്റ് ഒരപ്പൂപ്പൻ ജയിച്ച്. ഓക്കെ, അതിൽ ആ തോറ്റ അപ്പൂപ്പൻ എന്ത് ചെയ്തു, ആ ചായ മൊത്തം കുടിച്ചത് പോലുമില്ല. ചായ പകുതി കുടിച്ചിട്ട് എന്ത് ചെയ്തു, അപ്പം തന്നെ ഇങ്ങനെ കുറേ നേരം അതായത് തോറ്റ് കഴിഞ്ഞിട്ട് അയാൾ സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് എഴുന്നേറ്റ് പോയി. ജയിച്ച ആൾ ചായ കുടിച്ചിട്ട് പിന്നെ ഒരു വടയും കൂടെ കഴിച്ച് കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് അയാളുടെ മുഖത്ത് ഭയങ്കര സന്തോഷം, അയാൾ വലിയ ആളായതുപോലെ. ഓക്കെ, അയാൾ പിന്നെയും കുറേ നേരം പിന്നല്ലാതെ വേറെ പിന്നെ അങ്ങനെ പറഞ്ഞ് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കും. തോറ്റ ആൾ വാ തുറന്നില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും, തോറ്റ് കഴിയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ലോയർ വായിലിട്ട് തോന്നും, ജയിച്ച് കഴിയുമ്പോൾ നമ്മൾ ഹൈ വായിലിട്ട് തോന്നും. ഇതാണ് കോൺസെപ്റ്റ് ഡിബേറ്റിൻ്റെ. അതോടെ നിൽക്കട്ടെ. ഇനി റിവെഞ്ചിൻ്റെ പറഞ്ഞുതരാം. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നിങ്ങൾ ചിലരെ കണ്ടിട്ടില്ലേ, മുഖത്ത് ആസിഡ് എടുത്ത് ഒഴിക്കും. കാമുകി തേച്ചതിൻ്റെ പേരിൽ മുഖത്ത് ആസിഡ് എടുത്ത് ഒഴിക്കും. അല്ലെങ്കിൽ കാമുകി തേച്ച് കഴിഞ്ഞിട്ട് അവളെക്കാൾ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ കെട്ടിയിട്ട് അവളുടെ മുന്നിൽ കൂടെ തന്നെ പോകണമെന്ന് ചിന്തിക്കും. അല്ലെങ്കിൽ നമുക്ക് തോന്നും നമ്മൾ റിവെഞ്ച് ചെയ്യും, പ്രതികാരം ചെയ്യും. ഓക്കെ, ഇതിൻ്റെ സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ, നമ്മളോട് ഒരാൾ ഒരു കാര്യം ചെയ്ത്, നമ്മളോട് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് നമ്മളെ തന്നെ ലോയർ വായിലോട്ട് തോന്നും. അതായത് അയാൾ നമ്മളൊരു കാര്യം ചെയ്ത് നമ്മളെ ലോയർ വായിലോട്ട് തോന്നും, നമ്മളെ തന്നെ. അപ്പോൾ തിരിച്ചെന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ ഹൈ വായിലോട്ട് തോന്നും. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ഒരാൾ നാണം കെടുത്തിയെന്ന് വിചാരിച്ചോ, നിങ്ങളെന്തോ ചെയ്യുന്നത്, നാണം കെടുത്തി ഞാനിപ്പോൾ അയാളെക്കാളും തരം താഴ്ന്ന ആളാണ്, അല്ലെങ്കിൽ അയാളെക്കാളും വാല്യൂ കുറഞ്ഞ ആളാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കും. ഇതാണ് ഹ്യൂമൻ ബിഹേവിയർ. ഇത് വീക്ക്നെസ് അല്ല, നമ്മുടെ ബിഹേവിയർ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ അയാളെ എന്തെങ്കിലും ചെയ്ത് നാണം കെടുത്തണം, അല്ലെങ്കിൽ അയാളോട് എന്തെങ്കിലും തിരിച്ച് ചെയ്യാതെ നമുക്ക് സമാധാനം കിട്ടത്തില്ല. അയാളോട് എന്തെങ്കിലും തിരിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നും, ഓക്കെ ഇപ്പോൾ സന്തോഷമായി, നമുക്ക് എന്തോ ഒരു സന്തോഷം തോന്നും. ഓക്കെ, ഞാൻ ഹൈ വാല്യൂ ആണ്, ഞാൻ വിലയുള്ള ആളാണ്, വാല്യൂ ഉള്ള ആളാണെന്ന് വെച്ച് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. ഇനി ഞാൻ വേറെ പറഞ്ഞുതരാം. ക്ലയൻറ്റുകളൊക്കെ വന്ന് പറയും, അല്ലെങ്കിൽ ചില ആണുങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ, എന്നെ ഒരു പെണ്ണ് തേച്ച് അവളെ വീണ്ടും എങ്ങനെയെങ്കിലും വളച്ചെടുത്ത് അവളുടെ കൂടെ എല്ലാം സാധിച്ചിട്ട് അവളെ ഞാൻ വേണ്ടെന്ന് പറയും. എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, അവൻ പറയുന്നത് ഇങ്ങനെ, അവൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിലയില്ലാത്തവനാണ്, എന്നെ വേണ്ടെന്ന് അവളാണ് പറഞ്ഞത്, അപ്പം ഞാൻ വിലയില്ലാത്തവൻ, അവൾ വിലയുള്ള ആൾ. ഓക്കെ, അപ്പോൾ വീണ്ടും അവളോട് ഇഷ്ടമില്ലെങ്കിൽ പോലും വീണ്ടും അവളെ പ്രേമിച്ച് വലയിലാക്കിയിട്ട് അവൾ പറയണം, എടാ എന്നെ വിട്ട് പോകല്ലേ, എനിക്ക് നീയേ ഉള്ളൂ എന്ന് പറയിപ്പിച്ചിട്ട് അവൻ പറയും, എടി ഇത് നിന്നെ ഇങ്ങനെ എത്തിക്കാനാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഞാൻ നിന്നെ വേണ്ടെന്ന് പറയണം, അതിനുവേണ്ടി ഇത്ര നാൾ ഇഷ്ടപ്പെട്ടത്, എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവളെ ഒഴിവാക്കും. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവൾ അന്ന് അവനെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന് ഇഷ്ടമില്ല, എന്നിട്ട് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും വീണ്ടും ചെന്ന് അവളെ ഇഷ്ടപ്പെടുത്തി ഇത്രയും ചെയ്തിട്ട് അവളെ വേണ്ടെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടി? കാരണം അന്ന് അവൻ ഒത്തിരി വിലയില്ലാത്ത പോലെ തോന്നി അവനെ തന്നെ. അപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് വീണ്ടും വിലയുള്ളവനായിട്ട് മാറ്റണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മളെ തന്നെ വിലയില്ലാത്ത ഒരാളായിട്ട് കാണാൻ ഇഷ്ടമല്ല. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മുടെ മുന്നിൽ തന്നെ നമുക്ക് വില ഉണ്ടെന്ന് കാണിക്കാനാണ് ഇഷ്ടം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, എന്തെങ്കിലും ചെയ്തിട്ട് വിലയുള്ള ആളായിട്ട് നമുക്ക് തന്നെ തോന്നണം. അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ കാമുകനും തമ്മിൽ വഴക്കിട്ടിട്ട് കാമുകയാണ് ആദ്യം വെച്ചെങ്കിൽ കാമുകൻ വീണ്ടും വിളിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാമുകൻ ആദ്യം കട്ടാക്കും. അതായത് കാമുകൻ വിളിക്കുമ്പോൾ കാമുകയാണ് ആദ്യം കട്ടാക്കിയതെങ്കിൽ കാമുകന് തോന്നും, ഇവളാണ് എന്നെ കട്ടാക്കിയത്, അപ്പോൾ എനിക്ക് വിലയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് വിളിച്ചിട്ട് അവൻ കട്ടാക്കാൻ നോക്കും. കാരണം അവൻ അങ്ങോട്ട് ഒഴിവാക്കുമ്പോഴാണ് അവനെ തന്നെ വിലയുള്ളതായിട്ട് തോന്നുന്നത്. നേരെ മറിച്ച് അവനെ ഒഴിവാക്കിയെന്ന് പറയുമ്പോൾ അവനൊരു വില തോന്നത്തില്ല, അവൻ അവളെ ഒഴിവാക്കിയെന്ന് പറയുമ്പോഴായിരിക്കും അവനൊരു വില തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പെരുമാറ്റം ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, മുഖത്ത് ആസിഡ് എടുത്ത് ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അവന് തന്നെ തോന്നുവാണ് ഈ പെണ്ണ് എന്നെ വേണ്ടെന്ന് പറഞ്ഞു, അപ്പം ഞാൻ ലോയർ വാല്യൂ, എനിക്ക് വിലയില്ല. അപ്പോൾ എനിക്ക് വിലയില്ലെന്ന് ചിന്തിക്കാൻ എനിക്കിഷ്ടമാണോ? എനിക്ക് വിലയില്ലാത്ത ആളാണെന്ന് ചിന്തിക്കാൻ എനിക്കിഷ്ടമല്ല. എന്തെങ്കിലും ചെയ്ത് എനിക്കൊരു വിലയുള്ള ഒരാളായിട്ട് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. ഒന്നെങ്കിൽ അവളെക്കാളും ഭംഗിയുള്ളൊരു വേറൊരു പെണ്ണ് എന്നോട് ഇഷ്ടം പറയണം, അല്ലെങ്കിൽ എന്നോട് ഒരാൾ ചെയ്തതിന് ഞാൻ തിരിച്ച് റിവെഞ്ച് എടുക്കണം. അപ്പോൾ എന്നോട് ഒരാളൊരു കാര്യം ചെയ്ത്, അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ അതിന് തിരിച്ചൊരു കാര്യം ചെയ്യാൻ നോക്കും. മനസ്സിലായോ? തിരിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഓക്കെ തിരിച്ചൊരു കാര്യം ചെയ്തു, അപ്പം ഞാൻ വിലയുള്ളവനാണെന്ന് ചിന്തിക്കും. അത് ചെയ്യുന്നത് വരെ എനിക്ക് സന്തോഷം കിട്ടത്തേയില്ല. തിരിച്ച് ആ കാര്യം ചെയ്തതിന് ശേഷമായിരിക്കും എനിക്ക് തൃപ്തി കിട്ടുന്നത്. അപ്പോഴെനിക്ക് നല്ല വാല്യൂ ഉള്ള ആളായിട്ട് തോന്നും എൻ്റെ മുമ്പിൽ തന്നെ. ഇനി ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ ലോണിന് വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ ആൾ പറയുന്നു, ഇല്ല നിങ്ങൾക്ക് ലോൺ തരാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ ഒരു ഗതിയില്ലാത്ത, നിങ്ങൾക്ക് ലോൺ തരാൻ പറ്റത്തില്ലെന്ന് അവർ പറയുന്നു. നമ്മളെ ഇറക്കി വിടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും? നമ്മൾ മനസ്സിലെങ്കിലും ഒരു ആശ്വാസത്തിന് വേണ്ടി ചിന്തിക്കും, നാളെ നമുക്ക് ലോട്ടറി അടിച്ചിട്ട് അതേ ബാങ്കുകാരൻ തന്നെ നമ്മുടെ മുന്നിൽ വന്ന് നമ്മളോട് സാറേ ലോൺ എന്തെങ്കിലും വേണോ, അല്ലെ സാറേ ഞങ്ങളുടെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്ന പോലെ നമുക്ക് തോന്നും. എന്താണെന്ന് വെച്ചാൽ, നമ്മളങ്ങനെ ആഗ്രഹിക്കും അങ്ങനെ നടന്നെങ്കിൽ. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ
അതായത് നമ്മളെ റിജക്റ്റ് ചെയ്തപ്പോൾ നമ്മളാരായി? നമ്മൾ വിലയില്ലാത്തതായിട്ട് മാറി. അപ്പോൾ അയാൾ തന്നെ നമ്മുടെ മുന്നിൽ വന്നിട്ട് നമ്മൾ അയാളെ റിജക്റ്റ് ചെയ്യണം. റിജക്റ്റ് ചെയ്യുമ്പോൾ നമ്മളാരായി? നമ്മൾ വിലയുള്ള ആളായിട്ട് നമുക്ക് തന്നെ തോന്നും. ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ദൈവമേ അങ്ങനെ നടന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലെങ്കിലും ഒന്ന് ആലോചിക്കും, ഇങ്ങനെ നടക്കുന്ന പോലെ ഒരു തൃപ്തിക്ക് വേണ്ടി. നമുക്കൊരു തൃപ്തി കിട്ടത്തേയില്ല ഇങ്ങനെ ഇരിക്കുമ്പോൾ. കാരണം ആ കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ തോന്നുന്നത് നമ്മൾ വാല്യൂ ഇല്ലാത്ത ഒരാളായിട്ട് മാറി എന്ന് ചിന്തിക്കും. അപ്പോൾ വാല്യൂ ഇല്ലാത്ത ഒരാളായിട്ട് ചിന്തിക്കാൻ നമുക്കിഷ്ടമല്ല. ഇങ്ങനെ തന്നെ തുടർന്ന് പോയാൽ നമുക്കൊരുപാട് പ്രശ്നങ്ങൾ വരും, നമുക്കൊരുപാട് മാനസിക പ്രശ്നം വരും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഹൈ വാല്യൂ ആയിട്ട് നമ്മളെ തന്നെ തോന്നിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. കാര്യം മനസ്സിലായി? ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? റിവെഞ്ച് എടുക്കാൻ വേണ്ടി പോകും. നമ്മളോട് ഒരാളൊരു കാര്യം ചെയ്താൽ അപ്പോൾ അതിന് ഇരട്ടിയായിട്ട് നമ്മൾ തിരിച്ച് ചെയ്താൽ അപ്പോഴെന്തോറ്റും നമുക്ക് സന്തോഷം കിട്ടും. ഇതായിരുന്നു തന്നെ വേറെ രീതിയിൽ പറയാം. റിലേഷൻഷിപ്പിൽ ഒരാൾ ചീറ്റ് ചെയ്തെന്ന് വെച്ചോ, അതായത് നിങ്ങളുടെ കാമുകിയെ ചീറ്റ് ചെയ്ത് വേറെ പയ്യൻ്റെ കൂടെ പോകുകയോ എല്ലാം ചെയ്തെന്ന് വെച്ചോ. അപ്പോഴാണെങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിക്കുമെന്ന് വെച്ചാൽ, ഓക്കെ അവൾ വേറെ പയ്യൻ്റെ കൂടെ പോയി, അപ്പോഴേ ഞാനിപ്പോൾ വിലയില്ലാത്തവനാണ്, അപ്പം ഞാൻ എന്ത് ചെയ്യാം, എനിക്കും ഇതുപോലെ വേറൊരു പെണ്ണിൻ്റെ കൂടെ പോകണം. അങ്ങനെ പോയി കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് തൃപ്തി കിട്ടുന്നത്. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈക്വൽ ആണെന്ന് തോന്നുന്നത്. ഓക്കെ അവൾ നിങ്ങളോടൊരു കാര്യം ചെയ്ത് നിങ്ങളും അവളോട് തിരിച്ചൊരു കാര്യം ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് ഈക്വലായിട്ട് തോന്നും. മനസ്സിലായി? ഈ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ഇതൊക്കെ നമ്മൾ പറയത്തില്ല. ഇതെല്ലാം ഇതിൻ്റെ കോൺസെപ്റ്റ് എല്ലാം ഇതേ ഒരു സൈക്കോളജിയാണ്. നമ്മളോട് ഒരാളൊരു കാര്യം ചെയ്യുന്നു, അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ വാല്യൂ ഇല്ലാത്ത ആളായിട്ട് തോന്നും. നമ്മൾ വിലയില്ലാത്ത ഒരാളായിട്ട് തുടർന്ന് പോകാൻ നമുക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും ചെയ്ത് നമുക്കൊരു വില വേണമെന്ന് തോന്നും. അതിനുവേണ്ടി നമ്മൾ അയാളോട് തിരിച്ചൊരു കാര്യം ചെയ്യും. തിരിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു തൃപ്തി കിട്ടും. അപ്പം നമുക്ക് നമ്മളെ തന്നെ വിലയുള്ള ഒരാളായിട്ട് തോന്നും. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഡിബേറ്റിൽ തോറ്റു പോകുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ വിലയില്ലാത്ത ഒരാളായിട്ട് തോന്നും. അപ്പോൾ വിലയില്ലാത്ത ഒരാളായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഡൗൺ ആയിരിക്കും, ഡള്ളായിരിക്കും. കാരണം നമ്മൾ വിലയില്ലാത്ത ഒരാളായിട്ട് തോന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴെപ്പോഴും നമുക്ക് വീണ്ടും ആ ഒരു വാല്യൂ ഉള്ള ആളായിട്ട് തോന്നുന്നു വെച്ചാൽ, വീണ്ടും നമ്മൾ ഒന്നെങ്കിൽ അതേ ആളിനെ ഡിബേറ്റ് ചെയ്ത് തോൽപ്പിക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിബേറ്റ് നമ്മൾ ജയിക്കുമ്പോഴായിരിക്കും നമുക്ക് വീണ്ടും വാല്യൂ ഉള്ള ഒരാളായിട്ട് തോന്നും. നമ്മുടെ കോൺഫിഡൻസ് തിരിച്ചു വരാൻ തുടങ്ങും. ഇപ്പം മൈക്ക് ടൈസൺ ചെയ്തൊരു കാര്യമുണ്ട്. മൈക്ക് ടൈസൺ ഇടയ്ക്ക് ജയിലിലായതിനു ശേഷം മൈക്ക് ടൈസന് നല്ലപോലെ അറിയാം, ജയിലിലായതുകൊണ്ട് പ്രാക്ടീസ് ഒന്നും നടക്കുന്നില്ല, കോമ്പറ്റീഷനൊന്നും പങ്കെടുക്കുന്നില്ല. ജയിലിലായതുകൊണ്ട് തന്നെ അയാളുടെ കഴിവൊക്കെ കുറച്ച് കുറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ അയാൾ നേരിട്ട് നിന്നിട്ട് അയാളുടെ അത്ര ഈക്വലായിട്ടുള്ള ഒരാളിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നിന്നില്ല. കാരണം മൈക്ക് ടൈസന് നല്ലപോലെ അറിയാം, ഞാനിപ്പോൾ പുറത്തിറങ്ങിയിട്ട് എൻ്റെ അതേ കഴിവുള്ള ഒരാളുമായിട്ട് കോമ്പറ്റീഷൻ ചെയ്താൽ ഉറപ്പായിട്ട് ഞാൻ തോറ്റു പോകും. കാരണം ഞാൻ റിയലായിട്ടുള്ള ട്രെയിനിങ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തോറ്റു കഴിഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസ് താഴും. കോൺഫിഡൻസ് താഴ്ന്നു കഴിഞ്ഞാൽ എന്നെക്കാളും ചെറിയ ആളുകളെ പോലും എനിക്ക് തോൽപ്പിക്കാൻ പറ്റത്തില്ല, എനിക്ക് പാടായിരിക്കും എന്ന് അവൻ്റെ ഉള്ളിൽ നല്ലപോലെ അറിയാം. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ബോക്സിങ് നേരിട്ട് എൻ്റർ ആയില്ല. അതായത് ജയിലിൽ നിന്ന് വന്നതിന് ശേഷം നേരിട്ട് അവൻ്റെ തരക്കാരോട് ഫൈറ്റ് ചെയ്യുന്നതിന് പകരം അവൻ ചെയ്തൊരു കാര്യം, അവനേക്കാളും താഴെയുള്ള, അതായത് അവനേക്കാളും കഴിവ് കുറഞ്ഞ കുറേ 10 പേരോട് അവൻ പോയി ബോക്സിങ്ങിൽ കോമ്പറ്റീഷൻ ചെയ്തിട്ട് ഒരു 5-6 എണ്ണത്തിൽ അവൻ ജയിച്ചപ്പോൾ അവൻ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഈ ജയിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് കിട്ടുമല്ലോ. അതായത് ഓരോ കോമ്പറ്റീഷന് ജയിക്കുമ്പോഴും നമുക്ക് നമ്മളെ തന്നെ ഒരു വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായി? അങ്ങനെ ചെയ്തതിന് ശേഷം അവനെ തന്നെ ഒരു ഹൈ വാല്യൂ ആണ്, അവൻ കോൺഫിഡൻ്റ് ആണ്, അവനെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നൊരു ഫീല് സബ് ആയിട്ട് അവൻ്റെ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കും, ഒരു വാല്യൂ സിഗ്നൽ പോയിക്കൊണ്ടിരിക്കും. അതിന് ശേഷം അവൻ എന്ത് ചെയ്ത്, പിന്നെ അവൻ യഥാർത്ഥ മാച്ചിന് പോകാൻ തുടങ്ങി. അതായത് അവൻ്റെ ഒപ്പത്തിനുള്ളവരുടെ കൂടെ പോകാൻ തുടങ്ങി. കാരണം അവന് നല്ലോണം അറിയാം, എങ്ങാനും ഞാൻ തോറ്റു പോയി കഴിഞ്ഞാൽ അവൻ്റെ കോൺഫിഡൻസ് താഴുമെന്നറിയാം. കാരണം നമ്മൾ തോക്കുമ്പോഴും നമ്മൾ ലോയർ വാല്യൂ ആയിട്ട് തോന്നും. ഇനി ഞാൻ സൂയിസൈഡിൻ്റെ ഒരു സൈക്കോളജി പറഞ്ഞുതരാം. ഇത് കറക്റ്റല്ല, എല്ലാത്തിലും ഇതുപോലെ ആയിരിക്കത്തില്ല. എന്നാലും നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ പറയും, ഇല്ല ഞാൻ സൂയിസൈഡ് ചെയ്യത്തില്ല, ദൈവം തന്ന ജീവൻ ഞാൻ എടുക്കത്തില്ല, ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല, എന്തൊക്കെ വന്നാലും ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ല, അങ്ങനെയൊക്കെ നിങ്ങൾ പറയുമായിരിക്കും. ആത്മഹത്യ ചെയ്തവരെ കാണുമ്പോൾ നിങ്ങൾ പറയും, ഇവനൊക്കെ എന്തിനാണ് ചാവുന്നത്, അവന് കൈയും കാലും എല്ലാം ഉണ്ടല്ലോ, അല്ലെങ്കിൽ പൈസ ഉണ്ടല്ലോ, എന്നിട്ട് ഇവൻ എന്തിനാണ് ചാവുന്നത്, ഞാനൊന്നും ഇങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് എപ്പം നമ്മുടെ വാല്യൂ, നമ്മൾ ഒത്തിരി ലോയർ വാല്യൂ ആണ്, നമ്മൾ വെറും വട്ടപൂജയാണെന്ന് എപ്പോൾ തോന്നുന്നു അപ്പോൾ നമ്മൾ സൂയിസൈഡ് ചെയ്യും. അതായത് നമുക്ക് തന്നെ തോന്നുകയാണ് നമ്മുടെ ലൈഫിൽ ഒന്നുമില്ല എന്നൊരു ഫീൽ അപ്പോൾ വരുന്നു, അപ്പോൾ നമ്മൾ സൂയിസൈഡ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ, തമിഴ്നാട്ടിൽ കുറച്ച് വർഷം മുമ്പാണെങ്കിൽ ഒരു പെണ്ണ് ആത്മഹത്യ ഒരേ റീസണുള്ള, അവൾക്ക് ഡോക്ടറാവാൻ പറ്റത്തില്ലെന്ന് അവൾ അറിഞ്ഞപ്പോൾ അവൾ ആത്മഹത്യ ചെയ്ത്. എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞുനാൾ മുതലേ ഡോക്ടറാവണം എന്ന് പറഞ്ഞിരിക്കുവാണ്. അതായത് അവൾ പലതും അതിനുവേണ്ടി മാറ്റി വെച്ചിട്ട് ഡോക്ടറാവണം, എൻ്റെ ജീവിതം തന്നെ ഡോക്ടറാവണമെന്നാണ്. ഡോക്ടറാവാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല, എൻ്റെ ജീവിതം ഒന്നുമില്ല എന്നൊരു ഫീൽ അവൾക്ക് തോന്നി. ഓക്കെ, അവൾക്ക് മനസ്സിലായി അവൾക്ക് ഡോക്ടറാവാൻ പറ്റത്തില്ലെന്ന്. എന്തോ കറക്റ്റായ ന്യൂസ് എനിക്ക് അറിഞ്ഞുകൂടാ, ഡോക്ടറാവാൻ പറ്റത്തില്ലെന്ന് അവൾക്ക് മനസ്സിലായപ്പോൾ അപ്പോൾ അവൾ സൂയിസൈഡ് ചെയ്തു. ഇത് തന്നെ വേറെ രീതി പറയാം. ഇപ്പോൾ ചില കാമുകന്മാരാണ്, കാമുകൻ കളഞ്ഞിട്ട് പോകുമ്പോൾ കാമുകിയെ വിഷം എടുത്ത് കുടിക്കും, അല്ലെങ്കിൽ കെട്ടിത്തൂങ്ങിച്ചാവും. കാമുകന്മാർ ഇതേ കാര്യം തന്നെ ചെയ്യും. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെ വിട്ട് കഴിഞ്ഞാൽ, അവർ
ജീവിതത്തിൽ ഇല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല. ഓക്കെ, അവൻ്റെ ജീവിതം വെറും വട്ടപൂജ്യം. അവളില്ലെങ്കിൽ അവനില്ല. ഓക്കെ, അതല്ലെങ്കിൽ അവൻ പോയി കഴിഞ്ഞാൽ അവൾക്ക് വേറെ ഒന്നുമില്ല ജീവിതത്തിൽ. ഓക്കെ, അങ്ങനെ അവൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. ഇവനാണ് എൻ്റെ ജീവിതം, ഇവനില്ലെങ്കിൽ എനിക്കൊന്നുമില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അവർ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെന്ന് അറിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഒരു വട്ടപൂജയാണ്, ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളന്ന് സൂയിസൈഡ് ചെയ്യും. കയ്യിൽ 10 പൈസ ഇല്ല, കടം കാരണം സൂയിസൈഡ് ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് തോന്നുവാണ് നമ്മൾ വെറും വട്ടപൂജയാണ്. എല്ലാവരും ഒരുപാട് കളിയാക്കലുകൾ, അതായത് നമുക്ക് ഒന്നുകൊണ്ട് സമൂഹത്തിൽ നമുക്കൊരു വിലയില്ല, നമ്മൾ കളിയാക്കലുകൾ. ഇപ്പം അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം വരുവാണ്, എല്ലാവരും ഒറ്റപ്പെടുത്തുന്നത്. ഇതുപോലെ ആ പ്രഷർ കാരണം നമുക്ക് തോന്നും ലൈഫിൽ നമ്മളൊന്നുമല്ല എന്നൊരു ഫീൽ വരുമല്ലോ. അതായത് നമ്മളെ തന്നെ കംപ്ലീറ്റ് ലോയർ വാല്യൂ ഇട്ട് കാണും. ഓക്കെ, ഒന്നാലോചിച്ച് നോക്ക്, നമ്മളെ തന്നെ ലോയർ വാല്യൂ ഇട്ട് കാണുന്നത് ഇഷ്ടമാണോ? അതിനുവേണ്ടിയല്ല നമ്മളെല്ലാം ചെയ്യുന്നത്. അതായത് നമ്മളെ ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നു, ഒരാൾ അടിക്കുന്നു, നമ്മൾ അയാൾ തിരിച്ചടിച്ചാലും നമുക്ക് സമാധാനം കിട്ടും. കാരണം അയാളുടെ അടി വാങ്ങിയിട്ടിരുന്നാലും നമ്മളെ തന്നെ വിലയില്ലാത്തതായിട്ട് കാണും. അപ്പോഴേ വിലയില്ലാത്തതായിട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് ഇഷ്ടമല്ല. അങ്ങനെ വിലയില്ലാത്തതായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് നമുക്ക് തോന്നും. ഓക്കെ, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്താൽ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രശ്നത്തിലോട്ട് പോകുന്ന പോലെ തോന്നും. അവനെ തിരിച്ചടിച്ചിട്ട് നമ്മൾ സമാധാനത്തോടെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ തോന്നുവാണ് നമ്മുടെ ലൈഫിൽ ഒന്നുമില്ല. ഓക്കെ, നമ്മുടെ ലൈഫ് വട്ടപൂജയാണ്, നമ്മൾ വെറും ലോയർ വാല്യൂ ആണ്, ഇങ്ങനെ തോന്നുക എന്തോ ഒരു കാര്യത്തിൽ. തോന്നുമ്പോൾ എന്തോ പറ്റുമെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഉടനെ ഇത് കംപ്ലീറ്റ് മാറ്റില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? നമ്മുടെ മനസ്സ് ഹാപ്പി ആയിരിക്കത്തില്ല, മനസ്സ് എന്തോ പ്രശ്നത്തിലോട്ട് പോകും. അപ്പോൾ സൂയിസൈഡ് ചെയ്യുന്ന ആളുകൾ എന്തോ പറ്റും, അവർക്ക് തന്നെ മനസ്സിലാവും എൻ്റെ ലൈഫിൽ ഒന്നുമില്ല, ഇത് മാറ്റാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും? ഇത് മാറ്റാൻ പറ്റത്തില്ലെന്ന് നമുക്ക് തന്നെ തോന്നണം, നമ്മളെ വേറെ ലോയർ വാലായിട്ട് തോന്നുന്നു. അതുപോലെ നമ്മൾ എന്ത് ചെയ്താലും ഇത് മാറത്തില്ലെന്ന് നമുക്കറിയാം. നമ്മൾ സൂയിസൈഡ് ചെയ്യും. ആ സൂയിസൈഡിന് ഇത് മാത്രമല്ല, വേറെ കാര്യമുണ്ട്. എന്നാൽ ഇതൊരു ഒരുപാട് കാര്യം ഇതുണ്ട്. ഇനി അഫെയറിൻ്റെ കാര്യം പറയാം. അതിലേയും ഈ വാല്യൂ കാര്യം തന്നെ. ഓക്കെ, അതായത് പെണ്ണുങ്ങൾ നിങ്ങളെ ചതിച്ചിട്ട് വേറെ പയ്യൻ്റെ കൂടെ പോകും, അല്ലെങ്കിൽ നിങ്ങൾ പെണ്ണിനെ ചതിച്ചിട്ട് വേറെ പെണ്ണിൻ്റെ അടുത്ത് പോകും. ഓക്കെ, രണ്ടും ഒരേപോലെ തന്നെ. നിങ്ങൾ മനസ്സിലാക്കണം, പെണ്ണുങ്ങൾക്ക് അവരെ തന്നെ വാല്യൂ ആയിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് വിലയുള്ളപ്പോഴാണ്. നിങ്ങൾക്ക് വിലയില്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് അവരെ തന്നെ വിലയില്ലാത്തതായിട്ട് തോന്നും. എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ നോക്കിയ ഫോൺ ഇരിക്കുമ്പോൾ എന്തുമായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്? നോക്കിയ ഫോൺ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വിലയില്ലാത്ത പോലെ തോന്നും. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ 5 രൂപ 10 രൂപ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് എന്തുപറ്റും? നിങ്ങളെ തന്നെ വിലയില്ലാത്തതായിട്ട് തോന്നും. ഒരു 10,000 രൂപ 20,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ഒത്തിരി ഹൈ വാല്യൂ ആയിട്ട് തോന്നും. ഓക്കെ, നിങ്ങൾക്ക് ഒത്തിരി കോൺഫിഡൻസ് ആയിരിക്കും പുറത്തിറങ്ങി നടക്കാനൊക്കെ. ഓക്കെ, നിങ്ങൾ ഹൈ വാല്യൂ ആയിട്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പോൾ നിങ്ങളെ തന്നെ ഹൈ വാല്യൂ ആയിട്ട് തോന്നും. നേരെ മറിച്ച് പിച്ചക്കാരനെ പോലെ കൈ 10 പൈസ ഇല്ല, കീറിയ ഡ്രസ്സൊക്കെ ഇട്ടാൽ നിങ്ങളെ തന്നെ വിലയില്ലാത്ത പോലെ തോന്നും. നിങ്ങൾക്ക് ഐഫോൺ ഉണ്ടെങ്കിൽ നിങ്ങളെ ഒത്തിരി സന്തോഷമാവും, നമുക്ക് ഒത്തിരി ഹൈ വാല്യൂ തോന്നും നമ്മളെ തന്നെ. ഓക്കെ, നമ്മുടെ കയ്യിൽ നോക്കിയ ഫോണുള്ളത്, അതും ഇടയ്ക്ക് ഓണാവും ഓഫാവും. 10 പേരുടെ മുമ്പ് വെച്ചാൽ അതെടുക്കാൻ മടിയായിരിക്കും. ഓക്കെ, കീറി പറഞ്ഞ ഡ്രസ്സ് ഇട്ട് പുറത്ത് പോകുമ്പോൾ നമ്മളെ തന്നെ വിലയില്ലാത്തതായിട്ട് തോന്നും. റിച്ച് ഡ്രസ്സ് ഇട്ടാൽ നമുക്ക് ഒത്തിരി വിലയുള്ള പോലെ തോന്നും, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കോൺഫിഡൻസ് വരും. ഓക്കെ, ഐഡിയ സിമ്പിൾ. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ വാല്യൂ മാറും. നമ്മുടെ കയ്യിൽ ഹൈ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഹൈ വാല്യൂ ആയിട്ട് തോന്നും. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ലോ വാല്യൂ ആയിട്ട് തോന്നും. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വിലയില്ലെന്ന് വിചാരിച്ചോ, നിങ്ങളൊരു പെണ്ണിനെ ചേസ് ചെയ്യുന്ന പുറകെ നടക്കുന്നു. അപ്പോൾ അവൾ ചിന്തിക്കുന്നത് അവളുടെ കയ്യിലിരിക്കുന്ന നിങ്ങളെന്ന് പറയുന്ന ഒരു കാര്യം, അതിന് വിലയില്ല. അപ്പോൾ അവളെ തന്നെ വിലയില്ലാത്ത പോലെ തോന്നും. അതായത് നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചാണ് നമ്മുടെ വില. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ പെണ്ണ് ഒരു ഭംഗിയില്ല, ഒരു ലുക്കില്ല, ലോകത്തിലെ ഏറ്റവും കാണാൻ കൊള്ളാത്ത പെണ്ണാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു സാധനം പോലെ. ഓക്കെ, നിങ്ങളുടെ കയ്യിലുള്ള സാധനത്തിന് വിലയില്ല, അപ്പം നിങ്ങൾക്കും വിലയില്ല. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയില്ലാത്ത പോലെ തോന്നും. അപ്പോൾ വിലയില്ലാത്തതായിട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അപ്പം നിങ്ങൾക്ക് എപ്പോഴായിരിക്കും സന്തോഷം കിട്ടുന്നത്? വേറൊരു വിലയുള്ളൊരു ഗേളിനോട് ചെന്ന് മിണ്ടുമ്പോഴോ, അവർ നിങ്ങളോട് മിണ്ടുമ്പോഴോ, അവർ നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ് തരുമ്പോഴോ, അവരുമായിട്ട് റിലേഷൻഷിപ്പിലാകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത്. അതിനുവേണ്ടി നിങ്ങൾ വേറൊരാളിനെ നോക്കിപ്പോവും. ഇതേ കാര്യം തന്നെ തിരിച്ചും നടക്കുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞത്, നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരു പെണ്ണിനെ ചേസ് ചെയ്താൽ നിങ്ങൾക്ക് വിലയില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കുറയും, നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറയുമ്പോൾ നിങ്ങളൊരു വാല്യൂ ഉള്ള സാധനമായിട്ട് കാണത്തില്ല. വാല്യൂ ഉള്ള സാധനമായിട്ട് കാണാത്തതുകൊണ്ട് തന്നെ അപ്പം നിങ്ങളിപ്പോൾ വിലയില്ലാത്ത സാധനമാണ്, അവരുടെ കയ്യിലിരിക്കുന്ന വിലയില്ലാത്ത സാധനമാണ് നിങ്ങൾ. അപ്പോൾ വിലയില്ലാത്തൊരാൾ കൂടെ ഉള്ളപ്പോൾ അവർക്ക് അവരെ തന്നെ വിലയില്ലാത്ത പോലെ തോന്നും. വിലയില്ലാത്തൊരു സാധനം, അതായത് അവർക്ക് അവരെ തന്നെ വിലയില്ലാത്തതായിട്ട് തോന്നുമ്പോൾ അവർക്ക് സന്തോഷം കിട്ടത്തില്ല. അവർക്ക് എപ്പോഴാണ് സന്തോഷം കിട്ടുന്നത്? ഒരു സ്ട്രോങ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു പയ്യൻ്റെ കൂടെ ചെന്ന് മിണ്ടണം, ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പയ്യൻ്റെ കൂടെ മിണ്ടണം, അവനിൽ ഫോക്കസ് ചെയ്യുന്ന, അവൻ ചേസ് ചെയ്യാത്ത പയ്യനായിരിക്കണം, അവനെ അങ്ങോട്ട് പോയി ഇമ്പ്രസ് ചെയ്യണം. അപ്പോഴായിരിക്കും അവർക്ക് തോന്നുന്നത് ഞാൻ വാല്യൂ ഉള്ള ഒരാളിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ മിണ്ടുന്നൊരു പയ്യൻ വാല്യൂ ഉള്ളതാണ് എന്ന് ചിന്തിക്കും. മനസ്സിലായി? അതിനുവേണ്ടി അവരെന്ത് വേറൊരാളിൻ്റെ അടുത്ത് പോകും. അപ്പോൾ ഇപ്പം ഞാൻ ഇത്രയും കാര്യം പറഞ്ഞല്ലോ, ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്തോ,
ഹൈ വാല്യൂ ലോ വാല്യൂ എന്നൊരു സബ് കോൺഷ്യസ് ഒരു കാര്യം നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഹൈ വാല്യൂ ഇല്ല, ലോ വാല്യൂ ഇല്ല. ചിലർ പറയും ഹൈ വാല്യൂ എന്നൊരു സംഭവം ഇല്ല, അല്ലെങ്കിൽ ലോ വാല്യൂ എന്നൊരു സംഭവം ഇല്ല എന്നൊക്കെ ചിലർ പറയും. നിങ്ങൾ മനസ്സിലാക്കണം, വാല്യൂ എന്നൊരു സംഭവം ഇല്ലെങ്കിൽ നമ്മളില്ല, അതാണ് അർത്ഥം. ഓക്കെ, എല്ലാ കാര്യത്തിലും ഹൈ വാല്യൂ ഉണ്ട്, ലോ വാല്യൂ ഉണ്ട്. ഈവൻ നിങ്ങളിപ്പോൾ ഒരു ലോട്ടറി എടുക്കുക, ലോട്ടറി എടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ തലയ്ക്കകത്ത് പോകുന്നൊരു വാല്യൂ സിഗ്നലുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താലേ എനിക്ക് കാശുകാരനാകാൻ പറ്റൂ, ഇങ്ങനെയൊക്കെ ചെയ്താലേ എനിക്ക് പൈസ കിട്ടൂ, ഒരു 100 രൂപ ഉണ്ടാക്കാൻ പോലും എനിക്ക് കഴിവില്ല എന്നായിരിക്കും നിങ്ങളോട് തന്നെ സബ് കോൺഷ്യസ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ പോകുന്നൊരു വില. ഓക്കെ, നിങ്ങൾ പത്രത്തിൽ ലോട്ടറിയുടെ റിസൾട്ട് നോക്കുമ്പം 500 രൂപയെങ്കിലും അടിച്ചോ നോക്കും, 100 രൂപയെങ്കിലും അടിച്ചോ നോക്കും. അങ്ങനെ 100 രൂപയെങ്കിലും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ തലയ്ക്കകത്തൊരു സിഗ്നൽ പോവും, 100 രൂപയ്ക്ക് പോലും ഗതിയില്ലാത്തവനാണ് ഞാൻ എന്നൊരു സിഗ്നൽ പോവും. ഓക്കെ, അതായത് ബിസിനസ് മോട്ടിവേറ്റർ അനിൽ ബാലചന്ദ്രൻ പറഞ്ഞൊരു ഡയലോഗ് ഇത്. അയാൾ പറഞ്ഞ അതുപോലെ ഞാൻ കോപ്പി അടിച്ച് പറയുക. അതായത് ലോട്ടറി എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പോകുന്നത് കറക്കി കുത്തിയാലേ എനിക്ക് കാശുകാരനാകാൻ പറ്റൂ, ഇതുപോലെ എന്തെങ്കിലും ആരെങ്കിലും ഇതുപോലെ തരുന്ന, അതായത് മറ്റുള്ളവരുടെ ഒരു പദ്ധതി ഉപയോഗിച്ച് എനിക്ക് കാശുകാരനാകാൻ പറ്റൂ, ഓക്കെ, മറ്റുള്ളവർ നറുക്കെടുത്താലേ എനിക്ക് കാശ് കിട്ടൂ, ഇങ്ങനൊരു സിഗ്നൽ ഉള്ളിൽ പോകുന്ന പോലെ ഇരിക്കും. വേറെ കാര്യം പറയാം, നിങ്ങളിപ്പോൾ സ്വയംഭോഗം ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളോട് അറിയാതെ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്താലേ എനിക്ക് സുഖം കിട്ടും. ഒരു പെണ്ണിനോട് പോയി മിണ്ടിയിട്ട് ഒരാഴ്ച 2 ആഴ്ച എടുത്ത് അവളെ സംസാരിച്ച് വളച്ച് അവളുടെ കൂടെ കാര്യങ്ങൾ നടത്താനുള്ള കഴിവ് എനിക്കില്ല, ഇങ്ങനെയൊക്കെ ചെയ്താലേ എനിക്ക് എന്തെങ്കിലും കിട്ടൂ, ഇതൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നൊരു സിഗ്നൽ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, വാല്യൂ എന്നൊരു സംഭവം ഇല്ലെങ്കിൽ നമ്മളില്ല. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ചില കാര്യത്തിൽ നിങ്ങളെ തന്നെ വിലയുള്ളവനായിട്ട് കാണുന്നുണ്ട്, ചില കാര്യത്തിൽ നിങ്ങൾ തന്നെ നിങ്ങളെ വിലയില്ലാത്തവനായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു പെണ്ണിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുക, നിങ്ങളെ തന്നെ നിങ്ങൾ പോലും അറിയാതെ വിലയില്ലാത്തവനായിട്ട് കണ്ടുകൊണ്ടിരിക്കും, പുറകെ പോയാലൊക്കെ പെണ്ണിനെ കിട്ടത്തുള്ളൂ, മനസ്സിലായി? ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ തോന്നിക്കൊണ്ടിരിക്കും. ഈ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ മാറ്റാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം, ചില ദിവസമൊക്കെ ഞാൻ വ്രതം എടുക്കുന്ന പോലെ ഞാൻ ഒരു കാര്യം ചെയ്യും. അന്നത്തെ ദിവസം ഏത് പെണ്ണിനെ കണ്ടാലും നോക്കത്തില്ല, ഞാൻ ഇങ്ങോട്ട് നോക്കിയാലും തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ചിന്ത പോവും, ഓക്കെ, ഞാൻ വിലയുള്ളവനാണ്, ഞാൻ എല്ലാത്തിനേക്കാളും വിലയുള്ളവനാണ്. ഞാൻ പോലും അറിയാതെ എൻ്റെ തലയ്ക്കകത്തോട്ട് ആ സിഗ്നൽ പോവും, ഞാൻ എല്ലാ പെണ്ണുങ്ങളെക്കാളും വിലയുള്ളവനാണ്, എന്നെക്കാളും സുന്ദരിയായിട്ടുള്ള പെണ്ണ് വന്നാലും ഞാൻ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യും, കാരണം അവരെക്കാളും വിലയുള്ള ആളാണ് ഞാൻ. ഓക്കെ, ഞാൻ ഹൃതിക് റോഷനേക്കാളും വിലയുള്ള ഒരാളാണ്. ഓക്കെ, ഞാൻ അമിതാഭ് ബച്ചനേക്കാളും വിലയുള്ള ആളാണ്. ഓക്കെ, ഐശ്വര്യ റായ് വന്ന് എന്നെ നോക്കിയാലും ഞാൻ നോക്കത്തില്ല. ഓക്കെ, കാരണം ഞാൻ അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ആരാ വിലയുള്ളത്? ഞാനാ വിലയുള്ള സാധനം, അതുകൊണ്ടാണ് ഞാൻ അവോയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, നേരെ മറിച്ച് നിങ്ങളെക്കാളും ഭംഗിയില്ലാത്തൊരു പെണ്ണ് നിങ്ങൾ അവോയ്ഡ് ചെയ്താൽ ആർക്കാ വിലയുള്ള പോലെ നിങ്ങൾക്ക് തോന്നും അവളാണ് നിങ്ങളെ അവോയ്ഡ് ചെയ്തത്, അപ്പോൾ അവളാണ് വിലയുള്ളത്, അവളാണ് തീരുമാനിച്ചത് നിങ്ങളെ വേണ്ടെന്ന്. അവൾക്ക് വിലയുള്ളതുപോലെ നിങ്ങളുടെ ഉള്ളിൽ തോന്നും, അപ്പോൾ നിങ്ങളെ വിലയില്ലാത്ത പോലെ തോന്നും നിങ്ങൾക്ക്. മനസ്സിലായി? വാല്യൂ എന്നൊരു സാധനമുണ്ട്, വാല്യൂ ഇല്ലെങ്കിൽ നമ്മളില്ല, ഇതാ അർത്ഥം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ തുടങ്ങാം. കമൻ്റ് ഇട്ട ആൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരിടത്ത് പോയി നിൽക്കുന്നത്, ഒരു പബ്ലിക് പ്ലേസിൽ പോയി നിൽക്കുന്നത്. ഇപ്പം ഞാനൊരു പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്നത്, ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വിചാരിച്ചു. അവിടെ നിന്നിട്ടൊരു പെണ്ണിനെ നോക്കുമ്പോൾ കൂടെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു 5-6 ആണുങ്ങൾ നിൽപ്പുണ്ടായിരിക്കും, ചിലപ്പോൾ ഗ്രൂപ്പായിട്ട് നിൽപ്പുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നോക്കിയിട്ട് നമ്മളെ ഒരുമാതിരി കളിയാക്കുന്ന പോലെ നോക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ ഈ സിറ്റുവേഷനെ കുറിച്ചാണ് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ തന്നെ ലോയർ വാല്യൂ തോന്നും. അതായത് വേറൊരു പയ്യെ നോക്കി നമ്മളെ കളിയാക്കുന്ന, അല്ലെ അയ്യടാ അത് നോക്കടാ ഇത് നോക്കടാ അങ്ങനെ എല്ലാം പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ ഇവനെന്നെ ഒരു വിലയില്ലാത്ത പോലാണോ കാണുന്നത്, ഇവനെന്നെ ജഡ്ജ് ചെയ്യുവാണോ. ഓക്കെ, അങ്ങനെ ചിന്തിച്ചിട്ട് നമുക്ക് നമ്മളെ തന്നെ, നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെയാണ്, നമ്മൾ പോലും അറിയാതെ നമ്മുടെ കോൺഫിഡൻസ് താഴ്ന്നു തുടങ്ങും, നമുക്ക് നമ്മളെ തന്നെ ലോയർ വാല്യൂ ആയിട്ട് തോന്നും. അതല്ലെങ്കിൽ ഇപ്പോൾ വേറെ രീതിയിൽ പറയാം, നിങ്ങൾ ഒരു 5 ഗേൾസ് നിൽക്കുന്നു, ഒരു 5 അല്ലെങ്കിൽ 3 ഗേൾസ് നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിലൊരു പെണ്ണിനെ നോക്കുമ്പോൾ ആ പെണ്ണ് എന്ത് ചെയ്യും, 5 പെണ്ണുങ്ങളോട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഡയലോഗ് പറയും, അയ്യോ നോക്കടി അവർ തന്നെ എന്തെങ്കിലും ഡയലോഗ് പറയും. അവരുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്കറിയാം നമ്മളെ കളിയാക്കിക്കൊണ്ട് എന്തോ പറഞ്ഞിട്ട് നമ്മളെ പുച്ഛിച്ചിട്ട് പിന്നെ നമ്മളെ നോക്കാതിരിക്കും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പുച്ഛിച്ച പോലെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ എന്ത് ചെയ്യും, ഇരുന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്കാൻ തോന്നത്തില്ല, നമ്മുടെ കോൺഫിഡൻസ് മൊത്തം തോന്നും, പിന്നെ നമുക്ക് ഐ കോണ്ടാക്റ്റ് വെക്കാൻ തോന്നത്തില്ല. എല്ലാവർക്കും വരും, ഓക്കെ, എനിക്കും വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ തന്നെ ലോയർ വാല്യൂ തോന്നും. കാരണം ആ ഗേൾസ് നോക്കിയിട്ട് നമ്മളെ പുച്ഛിച്ച പോലെ നോക്കിയിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുന്നു. അപ്പോഴെന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ചിന്തിക്കുന്നത്, അവർ ഇങ്ങനെ ചിന്തിക്കും നമ്മൾ, അയ്യോ അവർ നമ്മളെ നോക്കിയില്ല, അവരെന്താ എന്നെ നോക്കായിരുന്നേ, അപ്പം അവരെന്നെ വെറും സാധാരണ പയ്യനായിട്ടാണോ കാണുന്നത്, അവരെന്നെ വെറും ലോയർ വാല്യൂ ആയിട്ടാണോ കാണുന്നത്, അപ്പോൾ അവർ ഒരുപാട് ഹൈ വാല്യൂ ആണോ? ഇല്ല, നമ്മളെക്കാളും ഒരുപാട് ഹൈ വാല്യൂ ആണ്, അപ്പം നമ്മുടെ റേഞ്ചിന് പറ്റിയ ആളല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റും, നമ്മുടെ കോൺഫിഡൻസ് താഴാൻ തുടങ്ങും. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മളിപ്പം എക്സാമ്പിൾ എങ്ങനെയാണ് പറയുന്നത്, ഐശ്വര്യ റായ്ക്ക് ആരോട് മിണ്ടുമ്പോഴായിരിക്കും ഒരുപാട് കോൺഫിഡൻസ് ഉള്ളത്? ഫാനിനോട് മിണ്ടുമ്പോഴായിരിക്കും, അത് ഹൃതിക് റോഷനോട് മിണ്ടുമ്പോഴായിരിക്കും? ഉറപ്പായിട്ട് ഫാനിനോട് മിണ്ടുമ്പോഴാണ്. കാരണം ഫാൻ എന്ന് പറഞ്ഞാൽ അവളെക്കാൾ ഒത്തിരി താഴെയാണ്. ഓക്കെ, അവളുടെ പ്രായത്തിൽ ഉള്ളതാണെങ്കിലും
ആരാധകൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി താഴെയാണ്, നല്ല കോൺഫിഡൻസോടെ സംസാരിക്കും. ഋത്തിക് റോഷൻ ചെന്ന് സംസാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവൾ ആരെയാണോ ആരാധിക്കുന്നത്, അവൾ ആരുടെ ഫാനാണോ അവർ മുന്നിൽ വരുമ്പം ഐശ്വര്യ റായ് എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്, നാണം കുണുങ്ങി അല്ലെങ്കിൽ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവരെയാണ് ഒരുപാട് വാല്യൂ ആയിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കുന്നത്. ഓക്കെ, അതായത് സംസാരിക്കുമ്പോൾ തന്നെ ഒത്തിരി റെസ്പെക്റ്റായിട്ട് സംസാരിക്കും. ഓക്കെ, അങ്ങനെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഐശ്വര്യ റായാണ് അവളുടെ പ്രായത്തുള്ള 2 പേരോടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഒരുത്തനോട് സംസാരിച്ചപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ച് അവളുടെ പ്രായത്തുള്ള വേറെ ഇപ്പോൾ ഋത്തിക് റോഷൻ അല്ലെങ്കിൽ അവളെക്കാളും ഹൈ വാല്യൂ ആയിട്ടുള്ള, അവളെക്കാളും നല്ലപോലെ അഭിനയിക്കുന്ന അല്ലെങ്കിൽ അവളെക്കാളും ഒത്തിരി ഫേമസ് ആയിട്ടുള്ള വേറൊരാളിനെ കണ്ടപ്പോൾ അവൾ ഒത്തിരി റെസ്പെക്റ്റായിട്ട് സംസാരിച്ച്. ഓക്കെ, ഇതിലെന്ത് വ്യത്യാസം? ഇതിലാരായിരിക്കും അവൾക്ക് വേണമെന്ന് തോന്നുന്നത്? അവൾ ആരെ ആരാധിക്കുന്നോ അയാളായിരിക്കും അവൾക്ക് വേണമെന്ന് തോന്നുന്നത്. ഓക്കെ, അവളെ ആരാധിക്കുന്നോ വേണമെന്ന് തോന്നുന്നില്ല. ഓക്കെ, അവളെ ആരാണോ ഫാനായിട്ട് പുറകെ കൂവി നടക്കുന്നത് അവൾക്ക് ആ ആളിനെ വേണമെന്ന് തോന്നത്തില്ല. അവൾക്ക് ആരെ ആരാധിക്കാൻ പറ്റുമോ, അവൾക്ക് ആരോട് റെസ്പെക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ അയാളോട് അവൾക്ക് ഇൻട്രസ്റ്റ് അട്രാക്ഷനും വരത്തുള്ളൂ. അവരെ ആയിരിക്കും ഹൈ വാല്യൂ ആയിട്ട് കാണുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു ഗേൾ നോക്കുന്നു, പുച്ഛിച്ച് നോക്കാതൊക്കെ ഇരുന്നാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ തലയ്ക്കകത്ത് അറിയാതെ ഒരു സിഗ്നൽ പോവും. എന്താണെന്ന് വെച്ചാൽ ഇവളെന്നെ ഒത്തിരി ലോ ആയിട്ടാണോ കാണുന്നത്, എന്നെ ഒരു പിച്ചക്കാരനെ പോലാണോ കാണുന്നത്, അപ്പോൾ ഇവളെന്നെക്കാൾ ഒത്തിരി ഹൈ വാല്യൂ ആണോ എന്ന് ചിന്തിക്കും. ചിന്തിച്ചിട്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കും, ഇല്ല എനിക്ക് വളച്ചെടുക്കാനേ പറ്റത്തില്ല, ഞാൻ ട്രൈ ചെയ്താൽ പറ്റത്തില്ല എന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ കോൺഫിഡൻസ് പോവും. ഇപ്പോൾ ഐശ്വര്യ റായ് അവളെക്കാൾ ഒരുപാട് വലിയൊരാളിനെ കാണുമെന്ന് വെച്ചാൽ ഒരുപാട് അവൾക്ക് തോന്നുവാണ്, ഇല്ല ഇവനോട് എത്ര മിണ്ടിയാലും ഇവൻ എന്നെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല, ഇവൻ എന്നെക്കാൾ ഒരുപാട് ഹൈ വാല്യൂ ആണ്, ഒത്തിരി വലുതാണ്, ഞാൻ വിചാരിച്ചാൽ നടക്കാനേ പോകുന്നില്ല എന്ന് ചിന്തിച്ചാൽ അവൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അവനോട് സംസാരിക്കാൻ പറ്റത്തില്ല. നേരെ മറിച്ച് അവൾ തന്നെ ഫാനിനെ കാണുമ്പോഴും അവളെക്കാൾ ഒത്തിരി താഴെയാണ് ചിന്തിക്കുക, അവൾ മൈൻഡ് പോലും ചെയ്യത്തില്ല. ഓക്കെ, ഇതുപോലെ നിങ്ങൾ ചിന്തിക്കും, ഇല്ല ഞാൻ എന്തൊക്കെ ചെയ്താലും ഇതിനെ വളയ്ക്കാനേ പറ്റത്തില്ല എന്ന് ചിന്തിച്ചിട്ട് നിങ്ങളുടെ മൊത്തം കോൺഫിഡൻസും പോവും. നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നും, അതായത് ഇല്ല പറ്റത്തില്ല, വേണ്ട, ട്രൈ ചെയ്യണ്ട എന്ന് ചിന്തിക്കും. അപ്പോൾ ഇതാണ് സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ ഫസ്റ്റ് അറിയണം. ഇനി ഇത് തന്നെ വേറെ പയ്യന്മാരാണ് നിങ്ങളെ നോക്കുന്നത് വിചാരിച്ചു, വേറെ പയ്യന്മാർ നിങ്ങളെ നോക്കുന്നു, കളിയാക്കുന്നു. അപ്പോഴും നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ ഇതേ കാര്യം തന്നെ തോന്നും, അതായത് അയ്യോ ഞാൻ എന്നെക്കാൾ ഒത്തിരി ലുക്കുള്ള ഒരാളിനെ വളയ്ക്കാൻ പോകുന്നു, അയ്യോ എനിക്ക് യോഗ്യതയില്ലെന്ന് തോന്നുന്നു. അതായത് നിങ്ങൾക്ക് തോന്നുവാണ് അവൾ നിങ്ങളെ സെലക്ട് ചെയ്യാത്ത, അതായത് അവളുടെ റേഞ്ചിനല്ല നിങ്ങൾ, അതുകൊണ്ടാണ് അവൻ കളിയാക്കുന്നത്. അതായത് ഞാൻ ഇവിടെ നിന്നിട്ട് എന്നെക്കൊണ്ട് പറ്റാത്തൊരു കാര്യം ചെയ്യാൻ നോക്കുന്നു. അതായത് ഇതെങ്ങനെ പറഞ്ഞു തരണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ തോന്നുവാണ്, ഞാൻ ഇനി അവളെ നോക്കുന്നുണ്ട്, അവളെന്നെ റിജക്റ്റ് ചെയ്താൽ ഇവന്മാരുടെ മുമ്പിൽ നാണക്കേടായാലോ, ഇല്ലല്ലോ ഉറപ്പായിട്ട് എന്നെ റിജക്റ്റ് ചെയ്യാൻ തോന്നുന്നു, എൻ്റെ റേഞ്ചിനുള്ളവളല്ല അവൾ, അല്ലെങ്കിൽ ഞാൻ ചെന്ന് മിണ്ടിയിട്ട് എന്നോട് തിരിച്ച് മിണ്ടില്ലെങ്കിൽ ഇവന്മാരുടെ മുമ്പിൽ നാണക്കേടായാലോ, ഞാൻ ചെന്ന് നമ്പർ ചോദിക്കും, അല്ലെങ്കിൽ ഒരു സെൽഫി എടുത്തോട്ടെന്ന് ചോദിക്കും, സമ്മതിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ എന്നോട് മിണ്ടാതെ പോയാൽ ഇവന്മാരുടെ മുമ്പിൽ നാണക്കേടായാലോ എന്ന് ചിന്തിക്കും. ഓക്കെ, ഇതൊരു വീക്ക് ക്യാരക്ടറാണ്. ഇവിടെയാണ് പ്രശ്നമായിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്ത് പറ്റും, നിങ്ങളെ തന്നെ ലോയർ വേലായിട്ട് കാണും. അതായത് ഇല്ല എന്നെക്കാൾ ഒരുപാട് റേഞ്ചുള്ള ആളാണോ അതുകൊണ്ടാണ് മരിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളിങ്ങനെ ചിന്തിക്കും, എന്നെക്കാളും ഒരുപാട് വാല്യൂ ഉള്ള പയ്യന്മാർ അവന്മാർ എന്നെ ജഡ്ജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് മറ്റേ കോൺസെപ്റ്റ് തന്നെ, അതായത് മറ്റുള്ളവരെന്ത് ചിന്തിക്കും, ഈ ഒരു കോൺസെപ്റ്റ് തന്നെ ഇത്. ഇവന്മാരെ എന്നെ ജഡ്ജ് ചെയ്യുന്നുണ്ട്. വേറൊരു കാര്യമുണ്ട്, നമ്മളെ ഒരാളിങ്ങനെ എപ്പോഴും ഇങ്ങനെ CCTV പോലെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് നമ്മളായിട്ടിരിക്കാൻ പറ്റത്തില്ല. ഇതിനെക്കുറിച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ചാനലിൽ ഞാൻ പറഞ്ഞതാണ് ആദ്യത്തെ ഇതിൽ. അപ്പോഴെന്തോട്ട് നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാത്ത പോലെ തോന്നും. നിങ്ങൾ ചെല്ലുന്നത്, അതായത് നിങ്ങൾ ഒരു ഗേളിനെ കാണുന്നത് ചെന്ന് അപ്രോച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആളൊന്നും ഇല്ലാത്ത, ആരും ശ്രദ്ധിക്കാതിരിക്കണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നത്. ഒരു ഗേളിനെ കാണുന്നത് അവൾ ഒറ്റയ്ക്കുള്ള സമയത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാൻ അവസരം കിട്ടണം, ആരും ഇല്ലാതിരിക്കണം, ആരും നോക്കാതിരിക്കണം. അപ്പോഴായിരിക്കും നമുക്ക് സംസാരിക്കാൻ ഒരു കംഫർട്ടബിൾ കിട്ടുന്നത്. അപ്പോൾ അവന്മാരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നോക്കാൻ തോന്നത്തില്ല. അവന്മാരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം വേറൊരു കാര്യം, അവന്മാർ നോക്കാൻ തന്നെ ആയിരിക്കും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവന്മാർ കളിയാക്കുമെന്ന് പേടിച്ച് നിങ്ങളെന്ത് പറ്റും, നിങ്ങളുടെ കോൺഫിഡൻസ് താഴാൻ തുടങ്ങും. അപ്പോൾ ഈ രണ്ട് ഇതാണ് ഉള്ളത്. പിന്നെ മൂന്നാമത്തെ ഉണ്ട്, അതായത് ആദ്യം പറഞ്ഞ ഈ രണ്ടെണ്ണം. ഒരു ഗേള് നിങ്ങളെ നോക്കുന്ന, അവൾ പുച്ഛിച്ച് നോക്കുന്ന, അല്ലെങ്കിൽ അവളുടെ ഗ്രൂപ്പിലുള്ള ഗേൾസ് പുച്ഛിച്ച് നോക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും, അവർ നമ്മളെ ഒത്തിരി ലോയർ വാല്യൂ കാണുന്ന പോലെ തോന്നും. നമുക്ക് എന്ത് പറ്റും, അപ്പോഴും അവർ ഒരുപാട് ഹയർ വാല്യൂ പോലെ തോന്നും. അപ്പോഴെന്ത് പറ്റും, നമുക്ക് നമ്മുടെ തന്നെ കോൺഫിഡൻസ് പോകുന്ന പോലെ തോന്നും. രണ്ടാമത്തെ കേസ് ഞാൻ പറഞ്ഞല്ലോ, വേറെ ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന ആണുങ്ങൾ നിങ്ങളെ നോക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ അറിയാവുന്ന ആണുങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങളെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ കാര്യം, അവളെ റിജക്റ്റ് ചെയ്യുമെന്നുള്ള പേടിയിൽ, അവളെ റിജക്റ്റ് ചെയ്താൽ ഇവന്മാർ കളിയാക്കും എന്നുള്ള പേടി, അല്ലെങ്കിൽ ഇവന്മാർ കളിയാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും, നിങ്ങളുടെ ക്യാരക്ടർ വീക്ക് ആയതുകൊണ്ട് അവന്മാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവന്മാർ നോക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളുടെ എന്ത് പറ്റും, നിങ്ങളുടെ കോൺഫിഡൻസ് താഴും. അപ്പോൾ ഈ രണ്ട് കേസിൽ നിങ്ങൾക്ക് എന്ത് പറ്റും, ഒന്നേ നടക്കുന്നുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ലോയർ വാല്യായിട്ട് തോന്നും. നമുക്ക് നമ്മളെ തന്നെ വിലയില്ലാത്തൊരു സാധനമായിട്ട് തോന്നുമെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് കാണത്തില്ല. നമ്മളോടൊരു ഗേൾ ഇങ്ങോട്ടൊന്ന് മിണ്ടിയാലോ അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാലോ പോലും
പിന്നെ നമുക്ക് ആ കോൺഫിഡൻസ് പോയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം 2-3 പയ്യന്മാർ അവിടെ നിന്ന് കളിയാക്കുന്നു. എസ്പെഷ്യലി നമ്മളെക്കാളും ലുക്ക് കൂടിയ പയ്യന്മാരോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇൻസെക്യൂരിറ്റി ആണല്ലോ. ഞാൻ മുമ്പേ പറഞ്ഞല്ലേ, ഹൈറ്റ് കുറവോ അല്ലെങ്കിൽ അവന്മാർ ചിലപ്പം ലുക്ക് കൂടിയ പയ്യന്മാരായിരിക്കും. ഇപ്പോൾ കറുപ്പ് വെളുപ്പ് നമ്മൾ തിരിച്ച് വെക്കും. അവന്മാർ വെളുപ്പുള്ള പയ്യന്മാരായിരിക്കും, താടിയുള്ള പയ്യന്മാരായിരിക്കും. നമുക്ക് താടിയിലായിരിക്കും ചിലപ്പം. നമ്മളെക്കാളും ലുക്കിൽ കൂടുതലായിരിക്കും. എന്തുകൊണ്ടും അവന്മാർ നമ്മളെക്കാളും ബെറ്ററും കൂടെ ആണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഞാൻ ഇവരെക്കാളൊക്കെ താഴെയാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഒരു ഹയർ വാല്യൂ ആൾക്കാരെ എന്നെ ജഡ്ജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ കുഴപ്പമാണ്. നമ്മുടെ ക്യാരക്ടർ വീക്ക് ആയതുകൊണ്ടാണ് ഇത് നടക്കുന്നത്. നോക്കിയാൽ നമ്മളെ തന്നെ ലോയർ വാല്യൂ ആയിട്ട് കാണും. ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആ ഡോമിനൻ്റ് എങ്ങനെ ആണുങ്ങൾ ഡോമിനൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു 2 മണിക്കൂറുള്ളൊരു വീഡിയോ ഞാൻ മുമ്പേ ചെയ്തല്ലോ. ആദ്യമേ ഈ ചാനലിൻ്റെ തുടക്കത്തിൽ കിടപ്പുണ്ടത്. അതിൽ തന്നെ ഇത് പറഞ്ഞതാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു ഗേളിനെ നോക്കുക. ഒരു പെണ്ണ് അവൾ എന്തെങ്കിലും ഒരു റീലിടുമ്പോൾ 10,000 ലൈക്ക് കിട്ടിയാൽ അവൾ വിചാരിക്കും ഓക്കെ, ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ ഹൈ വാല്യൂ ആണെന്ന് ചിന്തിക്കും. ആളുകൾ ആരും ശ്രദ്ധിച്ചില്ല എന്ത് പറ്റും? ഇല്ല എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, ഞാൻ ലോ വാല്യൂ എന്ന് ചിന്തിക്കും. ആളുകൾ എന്നെ കളിയാക്കുവാണ്, എന്നെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇല്ല ഞാൻ ലോ വാല്യൂ ആണ്, ഞാൻ വിലയില്ലാത്തവനാണെന്ന് ചിന്തിക്കും. ആളുകൾ മൈൻഡ് ചെയ്താൽ അയ്യോ ഞാൻ വലിയ വിലയുള്ളവനാണ് എന്ന് ചിന്തിക്കും. ഓക്കെ, അപ്പം ആളുകൾ എന്നെ ജഡ്ജ് ചെയ്തിട്ട് എനിക്കൊരു വിലയില്ലാത്തതുപോലെ അവർ നോക്കുന്നു, അല്ലെങ്കിൽ എന്നെ പുച്ഛിച്ച് നോക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇല്ല, അത് നമ്മുടെ ക്യാരക്ടറിൻ്റെ കുഴപ്പമാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മളെ തന്നെ വാല്യൂ ആയിട്ട് കാണുന്നില്ല, ഇങ്ങനെ കുറേ കാര്യം പറഞ്ഞല്ലോ. അത് എല്ലാ മനുഷ്യർക്കും ഉള്ളത്. ഇപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ക്യാരക്ടറിൻ്റെ കുഴപ്പമാണ്. ഒരാൾ നമ്മളെ പുച്ഛിച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ എനിക്ക് വാല്യൂ ഇല്ലെന്ന് ചിന്തിക്കും. അയാൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്ത് നമ്മൾ വിചാരിക്കും എനിക്ക് വാല്യൂ ഉണ്ടോയെന്ന് ചിന്തിക്കും. വേറെ ആൾ നമ്മളെ പുച്ഛിച്ച് നോക്കിയാൽ നമ്മൾ വിചാരിക്കും അല്ലല്ല എനിക്ക് വാല്യൂ ഇല്ലെന്ന് ചിന്തിക്കും. അതായത് ഓരോരുത്തർ പെരുമാറുന്നതനുസരിച്ച് നമ്മളിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ നമ്മൾ അങ്ങോട്ടോട്ട് നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കും. അതായത് വേറൊരാൾ നമ്മളെ എങ്ങനെ കാണുന്നോ അതാണ് നമ്മളെന്ന് ചിന്തിച്ചിട്ട് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും. ഇതൊരു വീക്ക് ക്യാരക്ടറാണ്. മൂന്നാമത്തെ സിറ്റുവേഷൻ മുതിർന്നവർ നമ്മളെ നോക്കും, അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള മുതിർന്നവരാരെങ്കിലും ഇങ്ങനെ നോക്കും, അല്ലെങ്കിൽ ചുറ്റും റോഡിനപ്പുറത്തോ അവിടെ ഏതെങ്കിലും ആൾക്കാരൊക്കെ നിൽപ്പുണ്ടായിരിക്കും. അത് നിങ്ങളുടെ പ്രായത്തിലുള്ള പൈമാരൊന്നും ആയിരിക്കത്തില്ല, മുതിർന്നവരായാലും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ പോയി മിണ്ടിയാൽ, മുമ്പ് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു പണ്ട്, ഞാൻ പോയി മിണ്ടിയാൽ അവിടെ നിൽക്കുന്നവരൊക്കെ വേറെ എന്തെങ്കിലും ചിന്തിച്ചാലോ, ഞാൻ വളയ്ക്കാൻ പോകുമെന്ന് വിചാരിച്ചാലോ, അവരെങ്ങനെ വിചാരിച്ചാലോ, അവരിങ്ങനെ വിചാരിച്ചാലോ, അവരെന്ത് വിചാരിക്കും, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് എനിക്ക് പോലും അറിഞ്ഞുകൂടാ. അവരങ്ങനെ ചിന്തിച്ചാൽ എനിക്കെന്താ, ഇത് ഞാൻ ചിന്തിക്കുന്നില്ല. അവർ ചിന്തിച്ചാലോ എന്ന് വെച്ചാൽ ഇത് തന്നെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും. അതായത് ഞാൻ മിണ്ടാൻ പോകുമ്പം ഞാൻ ചിന്തിക്കും അയ്യോ അവർക്ക് മനസ്സിലായല്ലോ ഞാൻ മിണ്ടാൻ ഒരു ചാൻസ് നോക്കിയാൽ പോകുന്നത്, അവളുടെ നമ്പരും അങ്ങനെ ഒരു ചാൻസ് നോക്കിയാൽ പോകുന്നത്. എല്ലാത്തിൻ്റെയും മെയിനായിട്ടുള്ളത് ഞാൻ ചെന്നാൽ അവൾ റിജക്റ്റ് ചെയ്താൽ ഇവരുടെ മുമ്പിൽ നാണക്കേടായാലോ എന്നൊരു പേടിയുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞുതരാം. എനിക്കും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് ഓവർകം ചെയ്യാൻ ഞാനെന്തോ ചെയ്തതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അതെല്ലാം കൂടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ചെയ്യണോ, അല്ലെങ്കിൽ കാര്യങ്ങളുടെ കിടപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്രയും കേട്ടപ്പം നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫസ്റ്റ് പെണ്ണുങ്ങൾ നമ്മളെ പുച്ഛിച്ച് നോക്കുന്ന കാര്യം പറയാം. അതായത് നിങ്ങളൊരു ഗേളിനെ നോക്കുമ്പോൾ അവൾ എന്ത് ചെയ്യും, വേറെ ഗേളിനെ ഇങ്ങനെ ഞോണ്ടി കാണിച്ചു കൊടുക്കും. അവരെല്ലാം കൂടെ നിങ്ങളെ പുച്ഛിച്ച് നോക്കും. അല്ലെങ്കിൽ ഒരു ഗേളായിരിക്കും, ആ ഗേൾ വഴി നടന്നിട്ട് നിങ്ങളെ പുച്ഛിച്ച് നോക്കുന്നു. അതായത് നിങ്ങൾ ആ ഗേളിനെ നോക്കുമായിരിക്കും ഐ കോണ്ടാക്റ്റ് വയ്ക്കാൻ വേണ്ടി. അവൾ എന്തോറ്റി നിങ്ങൾ നോക്കിയ ഉടനെ എന്തോ ഇല്ലേ, നമ്മൾ ഒട്ടും വിലയില്ലാത്ത പോലെ നമ്മൾ നോക്കിയ ഉടനെ ചിലരെന്ത് ചെയ്യും, പുച്ഛമുള്ള പോലെ തന്നെ നോക്കിയിട്ട് എന്ത് ചെയ്യും, മുഖം മാറ്റിക്കൊണ്ടു. എല്ലാവർക്കും ഇത് നടക്കും. ഓക്കെ, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും. കാരണം സൊസൈറ്റിയിലുള്ളവർ നമ്മളെക്കാളും ലോയറായിട്ടുള്ളവരും കാണും, നമ്മളെക്കാളും ഹൈ വാല്യൂ ആയിട്ടുള്ളവരും കാണും. നമ്മുടെ അതേ ഭംഗിയുള്ള പെണ്ണുങ്ങൾ തന്നെ നമ്മളെക്കാളും ചോയ്സ് ഉള്ളവരും കാണും, നമ്മളെക്കാളും ചോയ്സ് കുറഞ്ഞവരും കാണും. അതുകൊണ്ട് ഇത് മാറ്റാൻ പറ്റത്തില്ല. ഇത് പണ്ട് കാലം മുതലേ ഉള്ളത്, ഇപ്പോഴും ഉണ്ട്, ഇനിയും കാണും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഗേളിനെ നോക്കുന്നു, ആ ഗേൾ നിങ്ങളെ പുച്ഛിച്ച് നോക്കുന്നു. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ വാല്യൂ വേറൊരാളുടെ ബിഹേവിയർ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ല, വേറൊരാളുടെ ജഡ്ജ്മെൻറ്റിൽ ഡിപ്പെൻഡ് ചെയ്തല്ലെന്ന് നിങ്ങൾ വിശ്വസിക്കണം ഫസ്റ്റ്. അതായത് നിങ്ങളിതൊരു നോർമൽ വിഷയമായിട്ട് കാണണം. അതായത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, നിങ്ങളിപ്പോൾ ഒരു എവിടെയെങ്കിലും നടന്നു പോകുമ്പം നിങ്ങളെല്ലാവരും പുച്ഛിച്ച് നോക്കുന്നത്, നിങ്ങളെന്ത് വിചാരിക്കും, ഞാൻ ലോയർ വാല്യൂ എന്ന് നിങ്ങൾ പോലും അറിയാൻ ചിന്തിക്കും. വേറൊരു സിറ്റിയിൽ ചെല്ലുമ്പോൾ എല്ലാവരും റെസ്പെക്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളെന്ത് ചിന്തിക്കും, ഓക്കെ ഞാൻ വാല്യൂ ഉള്ള ആളാണ്, എനിക്ക് റെസ്പെക്റ്റ് കിട്ടുന്നുണ്ടോ ചിന്തിക്കും. ഓക്കെ, ഒരിടത്ത് ചെല്ലുമ്പോൾ ഗേൾസ് നോക്കുന്നില്ല, നിങ്ങളെന്ത് ചിന്തിക്കും, വിലയില്ലാത്തതെന്ന് ചിന്തിക്കും. കുറച്ച് ചെല്ലുമ്പോൾ വേറെ പെണ്ണ് നോക്കി നിങ്ങൾ വിലയുള്ളതെന്ന് ചിന്തിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ വാല്യൂ നിങ്ങളെങ്ങനെ അതായത് നിങ്ങളുടെ വാല്യൂ എങ്ങനെ മെഷർ ചെയ്യണമെന്നുള്ളത് വേറൊരാളുടെ കൊടുക്കുന്നുണ്ടാണ് ഇതെല്ലാം വരുന്നത്. അതായത് അതിൻ്റെ താക്കോല് നിങ്ങൾ വേറൊരാളുടെ കൊടുക്കുക. അതായത് ഞാനെപ്പോഴും ഈ പൂച്ചയുടെ എക്സാമ്പിൾ പറയും. പൂച്ചയുടെ സന്തോഷത്തിൻ്റെ താക്കോല് പൂച്ചയുടെ കയ്യിലാണെന്ന് പറയും. അതായത് നിങ്ങളിന്ന് പൂച്ച അടിച്ചിറക്കി വിട്ടാലും പൂച്ചയ്ക്കൊരു വിഷമമില്ല. നമ്മൾ വിചാരിക്കും
പൂച്ച കാണാതായാൽ നമുക്ക് വിഷമമായിരിക്കും. പൂച്ച എവിടെയെങ്കിലും ഹാപ്പി ആയിട്ട് നിൽക്കുമായിരിക്കും. ഓക്കെ, വേറെ പൂച്ച കിട്ടി കാണും, അല്ലെങ്കിൽ വേറെ വീട്ടിൽ പോയി കാണും. നമ്മൾ അടിച്ചിറക്കി വിടുമ്പോൾ പൂച്ചയ്ക്ക് ഒരു പിണക്കവും ഇല്ല. പൂച്ചയ്ക്ക് നമ്മളെ വേണം, പക്ഷേ പൂച്ച നമ്മളിൽ അഡിക്റ്റൊന്നുമല്ല. നമ്മുടെ സ്നേഹം കിട്ടിയാൽ പൂച്ചയ്ക്ക് സന്തോഷം തന്നെ. പക്ഷേ പൂച്ചയെ നമ്മൾ മൊത്തത്തിൽ ഒഴിവാക്കിയാൽ പൂച്ച വേറൊരു വീട്ടിൽ ചെന്ന് സന്തോഷമായിട്ട് തന്നെ ജീവിക്കും. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ കാര്യം നോക്കി സന്തോഷമായിട്ട് തന്നെ ജീവിക്കും. അതായത് അതിൻ്റെ സന്തോഷത്തിൻ്റെ താക്കോല് നമ്മുടെ കയ്യിൽ തന്നിട്ടില്ല. നമ്മൾ സ്നേഹിക്കുമ്പോൾ അത് തിരിച്ച് സ്നേഹിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേറൊരാളെ സ്നേഹിച്ചാലേ എനിക്ക് സന്തോഷം കിട്ടുമെന്ന് ഞാൻ ചിന്തിക്കത്തില്ല. കാരണം വേറൊരാളുടെ കയ്യിൽ ഞാൻ സന്തോഷിക്കണമെങ്കിൽ വേറൊരാളിൽ ഡിപ്പെൻഡ് ആവണം. വേറൊരാളുടെ സ്നേഹം കിട്ടിയാലേ എനിക്ക് സന്തോഷിക്കാൻ പറ്റൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് എൻ്റെ ഹാപ്പിനെസ് എൻ്റെ തന്നെയാണെന്ന് ചിന്തിച്ചിട്ട് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ ആളുകളോട് ബിഹേവ് ചെയ്യുമ്പം ആളുകൾ വിട്ടുപോയാലും നമുക്കൊരു വിഷമമില്ല, ആളുകൾ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിലും നമുക്കൊരു വിഷമമില്ല. കാരണം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ വാല്യൂൻ്റെ കീ എൻ്റെ തന്നെയാണ്, എനിക്കറിയാം ഞാൻ ആരാണ്, ഞാൻ എന്താണെന്ന് എനിക്കറിയാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പം ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതെന്ന് വെച്ചോ, ഞാൻ വീഡിയോ ഇടുമ്പോൾ 10 പേര് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത്. അതായത് ഇന്ന് മൊത്തം നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇട്ടെന്ന് വെച്ചോ, വീഡിയോ കൊള്ളത്തില്ലെന്ന്. അപ്പോൾ ഞാനതുവരെയും ചിന്തിക്കുന്നത്, ഞാനിപ്പോൾ വീക്കാണെങ്കിൽ ഞാനിങ്ങനെ ചിന്തിക്കും, അയ്യോ ഞാൻ പറയുന്നത് കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ പൊട്ടത്തെറ്റാണ്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഒരുപാട് കമൻറ്റ് കാണുമ്പം ഞാൻ ചിന്തിക്കും, അയ്യോ ഇല്ല ഞാൻ ലോയർ വാല്യൂ ആണ്, എനിക്ക് ലൈക്കൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ കമൻറ്റ് ആയാലും നല്ലതെന്ന് വിചാരിക്കും. അടുത്ത പോസ്റ്റ് ഇടുമ്പോൾ എല്ലാവരും ലൈക്ക് അല്ലെങ്കിൽ നല്ല കമൻറ്റ് എന്ന് പറയാം, അപ്പോൾ എനിക്ക് സന്തോഷമാവും. പിന്നെ അപ്പോഴെന്ത് പറ്റും, ഞാൻ വേറെ ആളിൽ ഡിപ്പെൻഡ് ചെയ്ത് എങ്ങനെ ഇരിക്കും. നേരെ മറിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയാം, അതിന് ലോകം മൊത്തം തെറ്റാണെന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയാം. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. നിങ്ങളിപ്പോൾ ഒരു കാര്യം പറയുന്നത്, ഒരു ഗ്രൂപ്പിൽ 10 പേര് നിങ്ങളെ എതിർത്താലും നിങ്ങൾക്ക് ചിരി സഹതാപമായിരിക്കും വരുന്നത്. നിങ്ങളൊരു കാര്യം പറയുന്നത്, ബാക്കിയുള്ളവർ നമ്മളെ കളിയാക്കിയാലും നമുക്ക് അവരോട് സഹതാപമേ തോന്നത്തുള്ളൂ. നിങ്ങൾക്ക് സത്യമായിട്ട് അറിയുന്നൊരു കാര്യം നമുക്ക് അവരോടായിരിക്കും എന്ത് മണ്ടത്തരമാണ് പറയുന്നത്, നമ്മളത് സമ്മതിച്ചു കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് പേരോട് ഇങ്ങനെ ഇരുന്നിട്ട് അവരവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂ ഒക്കെ പറയും. കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുമ്പോഴേ അവർ വേറെ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് എന്നാൽ പിന്നെ അങ്ങനെ നടക്കുന്നത്, ഇതെന്താ ഇങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞ് ഉത്തരം മുട്ടിക്കാൻ നോക്കും നമ്മളെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ വിചാരിച്ച് ഇരിക്കുന്നത് എന്തുവാ, സത്യമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ഉത്തരം മുട്ടത്തില്ല. അങ്ങനെയല്ല, നമ്മൾ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞാലും ചില ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. സത്യമായിട്ടുള്ള കാര്യത്തിനും പറ്റത്തില്ല ചില ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ. അപ്പോൾ അതിന് ഉത്തരം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അതിനർത്ഥം സത്യമല്ലെന്നല്ല. നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെ, നീ പറഞ്ഞ സത്യമാണെങ്കിൽ ഞാൻ ചോദിച്ച ഈ ചോദ്യത്തിന് എന്താണെന്ന് എൻ്റെ ഉത്തരവില്ലാത്തതെന്ന് നമ്മൾ ചോദിക്കും. അങ്ങനെയല്ല, ചില കാര്യങ്ങൾ സത്യമായിരിക്കും, എന്നാലും ചില ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഗേൾസിൻ്റെ കാര്യം എടുത്താൽ അവർക്കിതിൽ അട്രാക്ഷൻ വരുന്നത്, അതായത് ഇപ്പോൾ എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നോ അതിനനുസരിച്ച് അവർ മിറർ ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും അതായത് നിങ്ങളിപ്പോൾ ഒരു കോളേജിലാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഓഫീസിലോ അങ്ങനെ എന്തെങ്കിലും, അതായത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പെണ്ണുണ്ട്, നിങ്ങളുടെ ക്രഷാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങളോട്ട് മിണ്ടുന്ന പെണ്ണാണെന്ന് വെച്ചോ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവും. ഓക്കെ, ഒരു പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങളെല്ലാവരും കൂടെ കളിയാക്കിയോ, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റാണെന്ന് എല്ലാവരും പറയുകയാണെന്ന് വെച്ചോ, അപ്പോഴ് ആ പെണ്ണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നോക്കും. നിങ്ങളപ്പോഴും, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ, അവർക്കത് മതി. ഓക്കെ, അപ്പം ഇനി യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണെങ്കിലും അങ്ങനെ തന്നെ വിചാരിച്ചോ, നിങ്ങൾ പറയുവാണ്, ഇല്ല ഞാൻ പറഞ്ഞാണ് ശരി, ഞാൻ പറഞ്ഞ ശരിയാണെന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞാൽ ശരി. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇതാ ശരി എന്നുള്ള രീതി തന്നെ പറയാം. ഓക്കെ, വേറെ രീതി പറയുകയാണെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ചോദ്യം ചെയ്യുമായിരിക്കും. അപ്പോഴും നിങ്ങൾ പറയുകയാണ്, അതായത് അവർ നിങ്ങളോട് ചോദിക്കുക, നീ പറഞ്ഞാണ് ശരിയെങ്കിൽ ഇതിന് നിനക്ക് ഉത്തരം പറയാനുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോഴും നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഒരു റഗ്ഗഡായിട്ട് ഒരു ബാഡ് ആറ്റിറ്റ്യൂഡിൽ തന്നെ നിങ്ങൾ പറയുക, അതൊന്നും അറിഞ്ഞുകൂടാ, അല്ല ഇപ്പം അതിനൊന്നും ഉത്തരം തന്നില്ലെങ്കിലും ഞാൻ പറഞ്ഞത് തന്നെ ശരി, ഇങ്ങനെ പറയും. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതാ ശരിയെന്ന് എനിക്കറിയാം. ഇതുപോലെ നിങ്ങളിൽ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് അവർക്കിഷ്ടം. മനസ്സിലായോ? അതായത് ഗേൾസ് നോക്കുന്നത്, നിങ്ങളിനി തെറ്റ് ചെയ്താലും, നിങ്ങളിനി യഥാർത്ഥത്തിൽ ഒരു തെറ്റ് ചെയ്താലും ഒരു ഇത് വരുമ്പോഴേ നിങ്ങളുടെ ബിഹേവിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വരും, അല്ലെങ്കിൽ ചില കാര്യത്തിൽ നമ്മൾ തെറ്റ് ചെയ്യുന്നവരാണ്, അപ്പോഴും എൻ്റെ കൂടെ ഒരു ഗേളുണ്ടെന്ന് വിചാരിച്ചോ, അപ്പോഴും എൻ്റെ ആറ്റിറ്റ്യൂഡ് ഞാനത് സമ്മതിച്ചു കൊടുക്കത്തില്ല. എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ, എനിക്കറിയാം ഞാൻ ചെയ്തത് ശരിയാണ്, ഇത്രയേ ഉള്ളപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് തന്നെ അവർ മിറർ ചെയ്യാൻ നോക്കും. ഓക്കെ, അതായത് അവർക്ക് ഒരു കാര്യത്തിന് മീനിങ് ഇല്ല, നമ്മൾ ആ ഫ്രെയിമിന് എന്ത് മീനിങ് കൊടുക്കുന്നോ അത് അവരുടെ മീനിങ് ആയിക്കോളും, അവരത് മിറർ ചെയ്തോളും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 3 ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ ഞാൻ ഇത് പറയുന്നുണ്ട്. നമ്മൾ തെറ്റായിട്ടുള്ളൊരു കാര്യം ആയാലും നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്താൽ അവർക്ക് ഇഷ്ടപ്പെടും. അതേസമയം നമ്മൾ ഇനി ശരിയായിട്ടുള്ളൊരു കാര്യം കോൺഫിഡൻസ് ഇല്ലാതെ, ഒരു ധൈര്യം ഇല്ലാതെ ചെയ്താൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ആ ചതിയന്മാരായിട്ടുള്ള ആണുങ്ങളോട് പോലും പെണ്ണുങ്ങൾക്ക് ഇഷ്ടം തോന്നിപ്പോകും. കാരണം അവന്മാർ കോൺഫിഡൻ്റ് ആയിട്ട് പെരുമാറും. ഇപ്പം എക്സാമ്പിൾ ഇപ്പോൾ എങ്ങനെയാണ് പറയുന്നത്,
നിങ്ങളിപ്പോൾ ചെറിയ സെക്ഷുവലി തന്നെ കോംപ്ലിമെൻറ്റ് കൊടുക്കുമെന്ന് വെച്ചാൽ ഒരു ഗേളിന് അവളുടെ ലിപ്പ് കാണാൻ സൂപ്പറാന്ന് പറയാം, ഓക്കെ, ചുണ്ട് കാണാൻ സൂപ്പറാന്ന് പറയാം. നമ്മൾ നടുങ്ങി പേടിച്ച് നമ്മുടെ കണ്ണിലും ബോഡി ലാംഗ്വേജിലൊക്കെ ഒത്തിരി കോൺഫിഡൻ്റ് ഇല്ലാതെ അങ്ങനെ പറയുന്നെങ്കിൽ അവർക്ക് അതൊരു ഹരാസ്മെൻ്റ് പോലെ തോന്നും. നേരെ മറിച്ച് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ പറയാമെന്ന് വെച്ചാൽ ഏതാ സിമ്പിളായിട്ട് ഒരു കാര്യം പറയട്ടെ, നിൻ്റെ ലിപ്പ് നല്ല സൂപ്പറായെന്ന് നമ്മൾ പറയാമെന്ന് വെച്ചാൽ ഒരു ഗേളിനെ പരിചയപ്പെട്ട് കുറച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അറിയുന്ന ഒരു പെണ്ണിനോട് പറയുമ്പം നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ അവരും അത് മിറർ ചെയ്യും. മനസ്സിലായി? ഇനി യഥാർത്ഥത്തിൽ ഒരു ഗേളിന് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവളോട് പെരുമാറുമ്പോൾ കോൺഫിഡൻസ് ഇല്ലാതെ പോലെ പെരുമാറുന്നെങ്കിൽ നിങ്ങൾ റൈറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് റോങ് ആയിട്ട് തോന്നും. നേരെ മറിച്ച് നിങ്ങൾ റോങ് ആയിട്ടുള്ള കാര്യം കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്താൽ അത് റോങ് ആണ്, പക്ഷേ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അത് റൈറ്റായിട്ട് തോന്നും. ഞാനൊരു പ്രോഡക്റ്റ് ഒരു കൊള്ളാത്ത പ്രോഡക്റ്റ് നിങ്ങളുടെ തന്നിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നു, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് നിങ്ങൾക്കത് എടുക്കാൻ തോന്നും. നേരെ മറിച്ച് യഥാർത്ഥ നല്ല പ്രോഡക്റ്റ്, നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയാലും കോൺഫിഡൻസ് ഇല്ലാതെ ഞാൻ അവതരിപ്പിക്കുന്ന സംസാരം കൊള്ളത്തില്ലെങ്കിൽ നിങ്ങൾ എടുക്കത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. നമ്മളൊരു കാര്യത്തിന് നോക്കുന്ന കാഴ്ചപ്പാട് മാറ്റിയാൽ എല്ലാം മാറും. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഓരോ ചിന്തയ്ക്കും ഓരോ വൈബ്രേഷൻ ഉണ്ട്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ എന്ത് കാര്യം വന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ പോകുന്ന പോലെ തോന്നുക, അല്ലെങ്കിൽ നിങ്ങൾ ബാക്ക്വേർഡായി തോന്നും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, എനിക്കറിയാം ഞാൻ ആരാന്ന്, എനിക്കറിയാം ഞാൻ ചെയ്തത് ശരിയാണെന്ന്, എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. ഇതുപോലത്തെ സ്ട്രോങ് ആയിട്ടുള്ള വാക്കുകളാണ് നിങ്ങൾ ഉള്ളിൽ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ പറയുന്നെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ മാറും, നിങ്ങളുടെ മൈൻഡിൻ്റെ. മനസ്സിലായോ? ആളുകൾ എന്നെ കളിയാക്കുന്നത്, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ തലയ്ക്കകത്തുള്ള വൈബ്രേഷനും തോട്ടിൻ്റെ വൈബ്രേഷനും അതുപോലെ പറയാം. നിങ്ങൾ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞ ശരിയാണ്, അതെനിക്കറിയാം, ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള വൈബ്രേഷനും രണ്ടാണ്. മനസ്സിലായോ? വേറെ എക്സാമ്പിൾ പറയാം. ഒരു ഗേൾ നിങ്ങളെ മൈൻഡ് ചെയ്തില്ല, അപ്പോൾ ഞാൻ ലോയർ വാല്യൂ ആണ് എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ വേറെ. നേരെ മറിച്ച് നിങ്ങൾ ചിന്തിക്കുക, നല്ലത് നായ്ക്ക് അറിയത്തില്ല, അവളെ എന്നെ മിസ് ചെയ്താൽ, ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ നിൽക്കുക. നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഓക്കെ. അപ്പോൾ നിങ്ങളുടെ വാല്യൂ, നിങ്ങളെക്കുറിച്ച് തന്നെ വാല്യൂ ചിന്തിക്കുന്നത് വേറെ ആളുടെ കൈ കൊടുക്കാതെ നിങ്ങളിലാക്കണം. ഫസ്റ്റ് ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് വേണ്ടത്. ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ചെല്ലുക, ഓക്കെ. ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ ചെല്ലുന്നു. ഇനി രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പകുതി ഇത് മാറും, ഓക്കെ. ആളുകൾ എന്നെ ജഡ്ജ് ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു പെണ്ണെന്നെ ലോയർ വാല്യൂട്ട് കാണുമോ എന്ന് നിങ്ങൾ ചിന്തിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരിക്കലും നമ്മൾ 100% പെർഫെക്റ്റ് ആവത്തില്ല. നമ്മളെക്കാൾ വാല്യൂ ഉള്ള ഗേൾസ് കാണും, നമ്മളോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഗേൾസും കാണും, ഓക്കെ. നമ്മുടെ കയ്യിൽ വാല്യൂ ഉണ്ടെങ്കിലും നമ്മളോട് വലിയ ഇൻട്രസ്റ്റ് തോന്നാത്ത ഗേൾസ് കാണും. ഇപ്പോൾ രുചിയുള്ള ഒരു 100 ആഹാരം എടുക്കുക, ഈ 100 ആഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാത്തിനും രുചിയുണ്ട്. ഇപ്പോൾ തൈരൊക്കെ ഇഷ്ടമല്ലാത്ത ആളുകളെ എനിക്കറിയാം, തൈര് ഇഷ്ടമല്ലെന്ന്, ഓക്കെ. ചിപ്സ് കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ആളുകളൊക്കെ എനിക്കറിയാം, പെണ്ണുങ്ങളെ അറിയാം, ഓക്കെ. ചിക്കനെ ഇഷ്ടമല്ലാത്ത ആളുകളെ, ചിക്കന് എന്ത് രുചിയുള്ള സാധനം ചിക്കൻ. ചിലർക്ക് ദോശ ഇഷ്ടമല്ല, മുട്ട പൊരിച്ചത് ഇഷ്ടമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതെല്ലാം രുചിയുള്ള സാധനം തന്നെയാണ്, എന്നിട്ടും ചിലർക്ക് ഇത് ഇഷ്ടമല്ല, അവരവരുടെ ഇഷ്ടമാണ്, ഓക്കെ. അപ്പോൾ 100% പെർഫെക്റ്റ് ആവത്തില്ല. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതായത് സൊസൈറ്റിയിൽ ഇറങ്ങുമ്പോൾ ചിലർ നമ്മളെ കണ്ട് പുച്ഛിച്ച് നോക്കാതെ പോവും, അത് സ്വാഭാവികമാണ്, ഇതുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യം, ഓക്കെ. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങളൊരു ഗേളിനെ നോക്കുമ്പോഴേ നിങ്ങളെ പുച്ഛിച്ചിട്ട് നോക്കാതെ പോകുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്കൊരു ആറ്റിറ്റ്യൂഡ് വേണം. നിങ്ങൾ തന്നെ പറയുകയാണ് ഉള്ളിൽ, ഞാനൊരു മനുഷ്യനാണ്. അപ്പം വേറൊരാൾ എന്നെ നോക്കാതിരിക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിൽ എൻ്റെ വാല്യൂ കുറഞ്ഞ പോലെ തോന്നും. അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല, ഇച്ചിരി കഴിയുമ്പോൾ അത് മാറിക്കോളും, ഓക്കെ. സിമ്പിൾ. ഇതൊരു സാധാരണ കാര്യമല്ലേ എന്ന് ചിന്തിച്ചിട്ട് നിങ്ങളത് കാര്യമാക്കാതിരിക്കണം. മനസ്സിലായോ? വേറെ രീതിയിൽ പറഞ്ഞാൽ, ഇപ്പം ഒരു ഗേള് ഇപ്പം എന്നെ ചതിച്ചെന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് എന്ത് തോന്നും? എനിക്ക് അവളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ തോന്നും. അതായത് എനിക്ക് കിട്ടാത്ത സാധനം വേറെ ആർക്കും കിട്ടാൻ പാടില്ലെന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, അവളോട് റിവെഞ്ച് എടുക്കാൻ നോക്കും. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇത് ചെയ്യാതിരിക്കാൻ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ മനുഷ്യനാണ്, ഹ്യൂമൻ നേച്ചർ ഇങ്ങനെയാണ്, എനിക്കറിയാം. ഞാനിപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് ഉള്ളതെന്ന് എനിക്കറിയാം. എന്നെ ഒരാൾ ചതിക്കുമ്പം, അല്ലെ എന്നെ ഒരാൾ വേണ്ടെന്ന് വെച്ചിട്ട് വേറൊരാണിൻ്റെ അടുത്ത് പോകുമ്പോൾ എനിക്ക് എന്നെ തന്നെ ലോയർ വാല്യൂട്ട് തോന്നും. അപ്പോൾ എനിക്ക് ലോയർ വാല്യൂട്ട് തോന്നുന്നത് ഇഷ്ടമല്ല. അതിനുവേണ്ടി എനിക്ക് എത്രയും പെട്ടെന്ന് ഹൈ വാല്യൂട്ട് തോന്നണം. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അവളോട് തിരിച്ച് ചെയ്യുമ്പോഴേ എനിക്ക് തൃപ്തി കിട്ടുന്നത്, അപ്പോഴാണ് എനിക്ക് ഹൈ വാല്യൂട്ട് തോന്നുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ അവളെ കൊല്ലണം, അല്ലെങ്കിൽ അവളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കണം, അല്ലെങ്കിൽ അവളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കണം, ഇങ്ങനെ തോന്നുന്നത് അതുകൊണ്ടാണ്. എനിക്ക് എൻ്റെ സിറ്റുവേഷൻ കറക്റ്റായിട്ട് അറിയാം. ഞാനൊരു മനുഷ്യനാണ്, ഞാനിപ്പോൾ സൈക്കോളജിക്കലി ഏത് സ്റ്റേറ്റിലാണ് ഉള്ളതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ ഇപ്പം എനിക്ക് ജസ്റ്റ് ഹൈ വാല്യൂ ആവാൻ വേണ്ടി, ഇപ്പം എനിക്ക് ജസ്റ്റ് തൃപ്തി കിട്ടാൻ വേണ്ടി ഞാനിത് ചെയ്യും. ഇത് ചെയ്തിട്ട് ഞാൻ പോയി ജയിലിൽ കിടക്കണം. ഇപ്പം നാളത്തെ എൻ്റെ നല്ലതിന് വേണ്ടി ഇപ്പം ഞാൻ എന്നെ തന്നെ ലോയർ വാല്യൂട്ട് അനുഭവിക്കാൻ റെഡിയാണ്, ഓക്കെ. ഇങ്ങനെ ഞാൻ ചിന്തിക്കുക. ഇപ്പം എന്തുമായിരിക്കും, അതായത് എനിക്ക് തന്നെ അറിയാം ഞാൻ സൈക്കോളജിക്കലി എവിടെയാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോഴത്തെ എല്ലാം മാറി, എൻ്റെ ദേഷ്യമൊക്കെ മാറുന്നവരെ, അല്ലെങ്കിൽ നാളത്തെ എൻ്റെ നല്ലതിന് വേണ്ടി തൽക്കാലത്തേക്ക് ഞാൻ ലോയർ വാല്യൂ ആയിട്ട് അഭിനയിക്കുക, അല്ലെങ്കിൽ ലോയർ വാല്യൂ ആയിട്ട് ഞാൻ എന്നെ തന്നെ കാണാൻ പോവാം. മനസ്സിലായി?
അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കണം. നാളെ എനിക്ക് എന്നെ തന്നെ ഹൈ വാല്യൂ ആയിട്ട് തോന്നും. അതിനുവേണ്ടി ഇപ്പോൾ എനിക്ക് എന്നെ തന്നെ ലോയർ വാല്യൂ ആയിട്ട് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഇപ്പം ഞാൻ എടുക്കുന്ന ഏറ്റവും നല്ല തീരുമാനം എൻ്റെ ഇമോഷൻ്റെ പുറത്ത് ഞാൻ കൺട്രോൾ ഇല്ലാതെ ഒരാളെ കൊന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് ജയിലിൽ പോയി കിടന്ന് എൻ്റെ ഭാവി ഇല്ലാതാക്കുന്നതിനേക്കാളും ഞാനിപ്പോൾ കറക്റ്റായിട്ടൊരു തീരുമാനം എടുത്തത് കൊണ്ട് നാളെ എൻ്റെ ദേഷ്യമൊക്കെ മാറുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ അഭിമാനം തോന്നും. അങ്ങനെ ഞാൻ എന്നെ തന്നെ ഹൈ വാല്യൂ ആയിട്ട് കാണട്ടെ. മനസ്സിലായി? ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും, ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ലൊരു തീരുമാനമാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ഇമോഷൻ്റെ പുറത്ത് ഒരു കാര്യം ചെയ്യാതെ എൻ്റെ ഇമോഷൻ മൊത്തം തീരുന്നവരെ, എൻ്റെ ദേഷ്യം മൊത്തം തീരുന്നവരെ ഞാൻ ഇങ്ങനെയല്ലേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ആലോചിക്കുമ്പോൾ എന്ത് പറ്റും, ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും നല്ല തീരുമാനമായിരിക്കും. അത് ആലോചിച്ച് എനിക്ക് എന്നോട് തന്നെ റെസ്പെക്റ്റ് തോന്നും. എനിക്ക് എന്നെ തന്നെ ഹൈ വാല്യൂ ആയിട്ട് തോന്നിക്കോളും. ഓക്കെ, അങ്ങനെ ഇതിനെ ഞാൻ മറികടക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്, ഞാനിപ്പോൾ ഒരു ഗേളിനെ നോക്കുന്നു, ബസ് സ്റ്റാൻഡിൽ വെച്ചോ അല്ലെ ട്രെയിനിൽ വെച്ചോ, എന്നെ എന്ത് ചെയ്യും, പുച്ഛിച്ച് തന്നെ ചില പെണ്ണുങ്ങൾ എന്ത് ചെയ്യും, കാരണം നമ്മളെക്കാൾ വിലയുള്ള പെണ്ണുങ്ങളാണ്, ഇല്ലാത്തത് കാണും, പുച്ഛിച്ച് തന്നെ ചിലരെന്ത് ചെയ്യും, നോക്കാതിരിക്കും. അപ്പം ഞാൻ എന്നോട് തന്നെ പറയുന്ന കുറച്ച് കാര്യമേ ഉള്ളൂ. അപ്പം ഞാൻ എന്നോട് ഇങ്ങനെ പറയുന്നത്, ഇതൊരു സാധാരണ കാര്യമാണ്. ഈ പെണ്ണിന് എന്നെ കണ്ടപ്പോൾ ലോയർ വാല്യൂ ആയിട്ട് തോന്നി, ഈ പെണ്ണെന്നെ നോക്കിയില്ല. പെണ്ണുങ്ങൾ എപ്പോഴും അവളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരാളിനെ നോക്കുന്നത്. അവൾക്ക് എന്നെ കണ്ടപ്പോൾ ഹൈ വാല്യൂ ആയിട്ട് തോന്നിയില്ല, അവൾക്ക് എന്നെ ലോയർ വാല്യൂ ആയിട്ട് തോന്നി. എന്നെ ഹൈ വാല്യൂ ആയിട്ട് തോന്നിയെങ്കിൽ അവളെന്നെ നോക്കിയേനെ. എന്നെ ലോ വാല്യൂ ആയിട്ട് തോന്നി, എന്നെ നോക്കിയില്ല. അത് അവളുടെ കുറ്റമല്ല. അതുപോലെ തന്നെ അവളെന്നെ മൈൻഡ് ചെയ്തിരിക്കുമ്പം എനിക്ക് എന്നെ തന്നെ വിലയില്ലാത്ത പോലെ തോന്നുന്നു. ഇതൊരു സാധാരണ കാര്യമാണ്. ഇതെല്ലാം മനുഷ്യർക്കുള്ള കാര്യമാണ്. ഞാനൊരു മനുഷ്യനാണ്, ഇതെനിക്ക് മാറ്റാൻ പറ്റത്തില്ല. എനിക്കിപ്പോൾ ഇതിൻ്റെ കാരണം അറിയാം. എനിക്കറിയുന്ന പോലെ എല്ലാ പയ്യന്മാർക്കും ചിലപ്പോൾ ഈ കാരണം അറിയത്തില്ലായിരിക്കും. അപ്പോൾ എനിക്കിത് തിരിച്ചറിവ് കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. ഈ തിരിച്ചറിവില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ ആലോചിച്ച് ഒരുപാട് തല പുകഞ്ഞ്, അല്ലെങ്കിൽ എൻ്റെ തലയ്ക്കകത്ത് നെഗറ്റീവ് കയറ്റി ഒരുപാട് ഡിപ്രസ്സായി അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ച്, വീട്ടിൽ പോകുമ്പോഴും അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ച്, എനിക്കൊരു വിലയില്ലാത്ത പോലെ ഞാൻ ചിന്തിച്ചിരുന്നേനെ. അപ്പം എനിക്ക് ഈ തിരിച്ചറിവ് കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. അപ്പോൾ എൻ്റെ മൈൻഡിനെ ഇത് ബാധിക്കേണ്ട കാര്യമില്ല. ഇത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവർക്ക് എന്നെ ലോയർ വാല്യൂ ആയിട്ട് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ പോയി മിണ്ടിയാലേ റിസൾട്ട് കിട്ടത്തില്ലായിരിക്കും. ഞാനിപ്പോൾ വേറൊരാളിനെ നോക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് ഏറ്റവും നല്ല തീരുമാനമാണ്. എനിക്ക് വിലയില്ലെന്ന് ആലോചിച്ച് വിഷമിക്കുന്നതിന് പകരം അവളെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുത്താൻ നോക്കുമ്പോൾ അവളെന്നെ വീണ്ടും പുച്ഛിച്ച് അല്ലെങ്കിൽ വീണ്ടും എന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്നെ വീണ്ടും വിലയില്ലാത്ത പോലെ തോന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അതിനൊന്നും നിൽക്കാതെ അടുത്ത ആളിനെ നോക്കിയത് ഞാൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനമാണ്. എനിക്കറിയാം ഞാൻ ആരെക്കാളും ബെസ്റ്റാണ്. എൻ്റെ സിറ്റുവേഷനെക്കുറിച്ച് ആരെക്കാളും നല്ലോണം അറിയാൻ പറ്റിയത് എനിക്ക് അഭിമാനമുണ്ട്. എനിക്കറിയാം ഞാൻ എപ്പോഴും ശരിയായിട്ടുള്ള തീരുമാനം എടുക്കത്തുള്ളൂ. എനിക്കറിയാം ഞാൻ ആരുടെ മുമ്പിലും തെളിയിക്കേണ്ട, ഞാൻ ഹൈ വാല്യൂ തന്നെ. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വില ആരുടെ മുമ്പിലും കാണിക്കാൻ പോകുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളെക്കുറിച്ച് തന്നെ വാല്യൂ ഉള്ള ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഹൈ വാല്യൂ തോന്നും. ഹൈ വാല്യൂ ഒരിക്കലും പ്രൂവ് ചെയ്യാൻ ശ്രമിക്കത്തില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ മനസ്സിലാക്കൽ, നിങ്ങൾ ഇതിനു വേണ്ടി മാത്രമായിരിക്കില്ല നിങ്ങളുടെ ക്യാരക്ടർ സ്ട്രോങ് ആയിരിക്കേണ്ടത്. എല്ലാ ബിഹേവിയറും നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇമോഷണലി വീക്കാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടത്തില്ല. ഇതാ സത്യം. നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. നിങ്ങൾ ഫിസിക്കലി സ്ട്രോങ് ആവണ്ട. നിങ്ങളില്ല ബാഹുബലിയോ അതുപോലൊന്നും വേണ്ട, റോക്കി ബൈ ഒന്നും വേണ്ട. മെൻ്റലി നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. മെൻ്റലി നിങ്ങൾ കല്ല് പോലെ ആയിരിക്കണം. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, നിങ്ങളിപ്പോൾ ഒരു പെണ്ണിന് മെസ്സേജ് ഇടുന്നു, അവൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നില്ല. നിങ്ങളെന്ത് ചെയ്യും? നിങ്ങൾ ഒരുപാട് പരാതി പറയും അല്ലെങ്കിൽ വഴക്കുണ്ടാക്കും. അതിനെ ഇഷ്ടമല്ല ഇഷ്ടപ്പെടാൻ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പെണ്ണുങ്ങൾക്ക് വേണ്ടത് എന്തോന്നാലും പേടിക്കാത്ത, അല്ലെങ്കിൽ എന്തോന്നാലും ഇമോഷണലി സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരാളിനെ വേണ്ടത്. ഓക്കെ, എന്ത് പ്രശ്നം വന്നാലും എങ്കിലും അവർക്ക് നമ്മുടെ അടുത്ത് ഇമോഷണൽ സേഫ്റ്റി ഫീൽ ചെയ്യത്തുള്ളൂ. ഇമോഷണൽ സേഫ്റ്റി ഫീൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റാണ് പെണ്ണുങ്ങൾക്ക്. അതായത് ഞാൻ എപ്പോഴും ഒരു ഡയലോഗ് പറയും, പെണ്ണുങ്ങൾ സ്വന്തം ഹൃദയം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പയ്യൻ്റെ കയ്യിൽ കൊടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. ആ സ്ട്രോങ് ആയിട്ടുള്ളൊരു പയ്യൻ അവളുടെ ഹൃദയത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് അവൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോഴേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ജസ്റ്റ് ഒരു മെസ്സേജിന് അവൾ റിപ്ലൈ തരുന്നില്ല. ഇതൊരു വലിയ വിഷയമാണ്, ഒരു ചെറിയ വിഷയം. ഇതിന് തന്നെ നിങ്ങൾ ഒത്തിരി ഇമോഷണലി വീക്കായിട്ട് കാണിക്കും, നിങ്ങൾ ഒരുപാട് ബാധിച്ച പോലെ കാണിക്കും. അപ്പോൾ അവൾ ചിന്തിക്കും, ജസ്റ്റ് ഒരു മെസ്സേജിന് റിപ്ലൈ കൊടുക്കാത്തപ്പോൾ ഇവങ്ങനെ ഇത്, അപ്പോൾ നാളെ എന്നെ കല്യാണം കഴിച്ച് നാളെ ഒരു പ്രശ്നം വരുന്നു, എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നു, അങ്ങനെ പ്രശ്നം വന്നാൽ ഇവൻ ചത്തു പോകത്തില്ലേ, ടെൻഷൻ അടിച്ച് ചത്തു പോകത്തില്ലേ. അവളങ്ങനെ ആലോചിച്ചാൽ അത് ശരിയാണ്. ജസ്റ്റ് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാതിരിക്കുമ്പോൾ തളർന്നു പോകുന്ന പോലെ കാണിക്കുന്ന നിങ്ങൾ എങ്ങനെ ഒരു പെണ്ണിനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മൾ ഹണ്ടർ ഗ്യാദറായിട്ട് തന്നെ അന്ന് മുതലേ പെണ്ണുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആർക്കാ? എന്ത് പ്രശ്നം വന്നാലും അല്ലെ എന്ത് ഡേഞ്ചർ വന്നാലും ആ ഡേഞ്ചറിനെ എല്ലാം മുന്നിൽ നിന്നിട്ട് ആ പെണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവളെ രക്ഷിച്ച് അവസാനം വരെ അവൾ മരിച്ചു പോകാതെ നോക്കുന്ന ഒരാണിനെയാണ് വേണ്ടത്. അപ്പോൾ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ജസ്റ്റ് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത നിങ്ങൾ നാളെ പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, പെണ്ണുങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ പെണ്ണുങ്ങൾ വീക്കായിട്ടുള്ളതാണ്. അതായത് പെണ്ണുങ്ങൾ ഫിസിക്കലി വീക്കാണ്,
അതുകൊണ്ട് തന്നെ അവൾക്ക് കംപ്ലീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരാണ് വേണമെന്ന് അവൾ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവളെക്കാളും വീക്കായിട്ടാണ് കാണിക്കുന്നത്. അവളെന്ത് ചെയ്യും? അവൾ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്ന പോലെ ഇരിക്കും, നിങ്ങൾ വീക്കായിട്ടാണ് കാണിക്കുന്ന പോലെ ഇരിക്കും. അവൾ മുന്നേ പോകും, നിങ്ങൾ പുറകെ പോകും. അവൾ നിങ്ങളെ അവോയ്ഡ് ചെയ്യും. അവളായിരിക്കും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. നീ എന്നെ ഒഴിവാക്കിയപ്പോലും എനിക്കൊരു കുഴപ്പമില്ല, പോകുന്നെങ്കിൽ പോകുന്നുള്ള ആറ്റിറ്റ്യൂഡ് അവൾ നിൽക്കുമ്പം നിങ്ങൾ അവളെക്കാളും വീക്കായിട്ട് നിൽക്കുന്ന പോലെ തോന്നും. ജസ്റ്റ് മെസ്സേജിന് നിങ്ങളിങ്ങനെ ബിഹേവ് ചെയ്യുമ്പം യഥാർത്ഥത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് അവർക്കൊരു ഡൗട്ട് വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ലൈഫിൽ ഇമോഷണലി നിങ്ങൾ വീക്കാവണോ അല്ലെങ്കിൽ സ്ട്രോങ് ആവണോ, പെണ്ണുങ്ങൾക്ക് വേണ്ടിയായാലും അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുമ്പോഴായാലും നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചാലായാലും നിങ്ങൾ ഇമോഷണലി വീക്കായിട്ടിരിക്കണോ സ്ട്രോങ് ആയിട്ടിരിക്കണോ ഇതൊരു ചോയ്സ് അല്ല. നിങ്ങൾ ഉറപ്പായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കണം, ഇരുന്നേ പറ്റൂ, വേറെ വഴിയില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയോ? അപ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലായില്ല. ഇനി രണ്ടാമത്തെ കേസ് പറയാതാ, നമ്മളിപ്പോൾ ഒരു ഗേളിനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ വേറെ പയ്യന്മാർ നമ്മളെ നോക്കി കളിയാക്കുന്ന പോലെ നിൽക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെയും ഫസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യം വേണം. നിങ്ങൾ ചിന്തിക്കുവാണ്, ആരെങ്കിലും കളിയാക്കിയാൽ ഞാൻ ലോയർ വാല്യൂ, ആരും കളിയാക്കാതെ മിണ്ടായിരുന്നാൽ ഞാൻ ഹൈ വാല്യൂ എന്ന് ചിന്തിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, ആരെങ്കിലും കളിയാക്കുന്നുണ്ടോ ഇല്ലയെന്നനുസരിച്ച് നിങ്ങളുടെ വാല്യൂ മാറ്റുന്ന ഇത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ഉറപ്പില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഇല്ലാത്ത പോലെ നിങ്ങൾ നിൽക്കുന്നത്. സ്വന്തം ഡയറക്ഷൻ ഇല്ലാത്ത ഒരാളിനെ പെണ്ണുങ്ങൾ എങ്ങനെ ഇഷ്ടപ്പെടും? അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് തന്നെ, എനിക്കറിയാം ഞാൻ ആരാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആറ്റിറ്റ്യൂഡ് അതായിരിക്കണം. സെക്കൻഡ് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെന്നാൽ പെണ്ണിനോട് അങ്ങ് മിണ്ടും. അതായത് ആ പെണ്ണല്ലല്ലോ എന്നെ പുച്ഛിച്ച് നോക്കാതിരിക്കുന്നത്, ആ പെണ്ണ് ചിലപ്പോൾ എന്നെ നോക്കുന്നുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ആ പെണ്ണ് ചിലപ്പോൾ എന്നെ കണ്ടു കാണത്തില്ലായിരിക്കും ഞാൻ ആ പെണ്ണിനെ നോക്കുന്നുണ്ടെന്ന്. ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഞാൻ ചെന്നങ്ങ് മിണ്ടും. ഈ ആണുങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെന്ന് ഞാൻ മിണ്ടും. അതല്ലെങ്കിൽ പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ പെണ്ണ് എങ്ങോട്ടേലും പോകുമെന്ന് വെച്ചോ, അതായത് അവിടെ നിന്ന് എങ്ങോട്ടേലും മാറിയാലും നിൽക്കും. അപ്പോഴേ ഞാൻ പോയി അവളോട് മിണ്ടിയിട്ട് വീണ്ടും ഞാൻ ഈ പയ്യന്മാരുടെ മുന്നേ എല്ലാം വന്ന് നിൽക്കും. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ തമ്പാനൂരിൽ നിന്ന് കോട്ടയത്തോട്ട് പോവാം, തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തോട്ട് പോകുമ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, ബോഗിയുടെ ഡോറുണ്ടല്ലോ, രണ്ട് സൈഡ് ഡോറുള്ള, ട്രെയിനിൻ്റെ ഡോറുള്ള അവിടെ ഞാൻ ഇങ്ങനെ ചാരി നിൽക്കുമ്പോൾ അവിടെ സീറ്റിൽ ഒരു പെണ്ണിരിപ്പുണ്ട്. സീറ്റിൽ ഇരിക്കുന്ന പെണ്ണിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു പയ്യനിരിപ്പുണ്ട്. ഓക്കെ, പയ്യനാണ്, അവനും അതേ പ്രായമാണ്, മിണ്ടണമെന്ന് ആഗ്രഹം കാണും, പക്ഷേ മിണ്ടുന്നൊന്നുമില്ല. അവൾ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും, അടുത്തിരുന്നിട്ട് പോലും മിണ്ടുന്നില്ല എന്ന് ചിന്തിക്കും. പെണ്ണുങ്ങൾ അങ്ങോട്ട് മിണ്ടത്തില്ലായിരിക്കും, പെണ്ണുങ്ങൾ മിണ്ടാറൊക്കെ ഉണ്ട്. അപ്രോച്ചിങ് ഇൻട്രസ്റ്റിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് അവർക്കുണ്ടെങ്കിൽ അവർ തന്നെ ചിലപ്പോൾ മിണ്ടാൻ നോക്കും, അത് വേറെ കാര്യം. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവളവിടെ എഴുന്നേറ്റ് നിന്നപ്പോൾ വേറെ രണ്ട് പയ്യന്മാരൊക്കെ വന്നിപ്പോണ്ട്. അതായത് രണ്ട് പയ്യന്മാർ ഒരുമിച്ച് വന്നതല്ല, അല്ലാതെ മാറി നിൽക്കുമോ. അപ്പം ഇവളോട് ആരും മിണ്ടുന്നൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് ഇവൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു, കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പം ഞാനുണ്ട്, അതുപോലെ വേറെ ഏതോ ഒരു പയ്യനുണ്ട്, അത് കഴിഞ്ഞ് വേറെ ഒരു പയ്യനുണ്ട്, കുറച്ചുകൂടെ എന്നെക്കാളും മൂത്തൊരു പയ്യൻ. അപ്പോഴ് എല്ലാവരും അവളെ നോക്കുന്നതേ ഉള്ളൂ. എങ്ങനെ മിണ്ടണോ എങ്ങനെ തുടങ്ങണോ ഒന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇപ്പം തൊട്ടടുത്ത് നിൽക്കുന്ന പെണ്ണാണെന്ന് വെച്ചോ, 1-2 തവണ ഐ കോണ്ടാക്റ്റ് വെക്കുക, എന്നിട്ട് അങ്ങ് മിണ്ടുക കാഷ്വലായിട്ട്. ഓക്കെ, അതിൽ കൂടുതൽ നിന്ന് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ വേറെ പയ്യനെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങ് മിണ്ടുമെന്ന് വെച്ചോ, എന്നാൽ പോലും കുറേ നേരം സ്റ്റോക്ക് ചെയ്ത് കുറേ നേരം നോക്കിയിട്ട്, എവിടെ വെച്ചാലും കുറേ നേരം നോക്കിയിട്ട്, ഇപ്പോൾ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുമായിരിക്കും, കല്യാണ ഫംഗ്ഷനായാലും കുറേ അധികം നോക്കിയിട്ട് പോയി മിണ്ടുമ്പോൾ അത് വർക്കാവത്തില്ലായിരിക്കും. കാരണം അവൾക്ക് തന്നെ അറിയാം ഇപ്പോൾ വന്ന് മിണ്ടാൻ വരുമായിരിക്കും എന്നൊരു ഇത് കാണും. അല്ലെങ്കിൽ മിണ്ടാൻ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കുറേ നേരം നോക്കിയല്ലോ, അപ്പോൾ നമ്മൾ വേറെ അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ ചെല്ലുവാണ് എന്നൊരു ഫീൽ ചിലപ്പം വരും. ഓക്കെ, നിങ്ങളെ തിരിച്ച് ഇങ്ങോട്ട് നോക്കാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിണ്ടാം. ഞാൻ പറയുന്നത് നിങ്ങളൊരു നോർമൽ വാല്യൂ ആണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്യാഷ്വലായിട്ട് തന്നെ മിണ്ടുക. അപ്പോൾ 2-3 പയ്യന്മാർ എൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ ഉണ്ട്, 2 പയ്യന്മാർ, ആ സീറ്റിൽ ഇരുന്ന പയ്യനും ഞാനപ്പോഴേ 2 സെക്കൻഡ് നോക്കി. അപ്പോൾ ഈ പയ്യന്മാരും എന്നെ നോക്കുന്നുണ്ട്, ഇവന്മാരും ആ പെണ്ണിനെ തന്നെ നോക്കുന്നുണ്ട്. തൊട്ടടുത്ത് ഏകദേശം തൊട്ടടുത്ത് തന്നെ നിൽക്കുക. നമ്മൾ ആളുകൾ തമ്മിൽ നിൽക്കുമ്പോൾ ഒരു അകലത്തിൽ നിൽക്കുമല്ലോ, പരിചയമില്ലാത്തവരൊക്കെ തമ്മിൽ നിൽക്കുമ്പോൾ ആ ഒരു അകലത്തിൽ തന്നെ അവൾ നിൽക്കുന്നത്. ഞാൻ ക്യാഷ്വലായിട്ട് തന്നെ വേണ്ടി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനാണോ എന്ന് ചോദിച്ചു. അവളും ക്യാഷ്വലായിട്ട് വേണ്ടി. എന്നിട്ട് ഞങ്ങൾ 2 പേരും അവരുടെ മുമ്പ് വെച്ച് തന്നെ കുറേ നേരം വേണ്ടിക്കൊണ്ടിരുന്നു. അപ്പം നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ആ പയ്യന്മാർ നോക്കുമ്പോൾ തന്നെ പോകുക, മിണ്ടുക. പിന്നെ ഇതിൽ തന്നെ വേറെ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ചില പയ്യന്മാർ റോഡിനപ്പുറത്ത് നിന്നോ അല്ലെങ്കിൽ കുറച്ച് ദൂരം മാറി നിന്ന് നോക്കില്ല, നമ്മളെ കളിയാക്കി കൊണ്ടൊക്കെ നോക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ ഒരു പെണ്ണ് ഉണ്ടല്ലോ അടുത്ത്, അവളോട് പോയി മിണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ, അവളോട് എന്തെങ്കിലും പറയും, അവിടെ നിൽക്കുന്ന 2 പയ്യന്മാരെ കണ്ടോ, പയ്യൻ നോക്കിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയും, അവിടെ നിൽക്കുന്ന പയ്യന്മാരെ കണ്ടോ, എൻ്റെ കൂട്ടുകാരെ, എന്തെങ്കിലും ചുമ്മാ പറയും. പക്ഷേ അവന്മാർ ചിന്തിക്കും, അവന്മാരെ എന്തോ കളിയാക്കിക്കൊണ്ട് ഞങ്ങൾ 2 പേരും സംസാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിലപ്പോൾ പറയുന്നത് ഐഡി കണ്ടോ എൻ്റെ കൂട്ടുകാരെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും പറയുന്നത്. അപ്പോഴെന്തും അവൾ അങ്ങോട്ട് നോക്കും, അവന്മാരെ നോക്കും. എന്നിട്ട് ഞാനും പയ്യൻ നോക്കും, എന്നിട്ട് ഞാനും കണ്ണെടുക്കും. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ 2 പേരോട് സംസാരിച്ചുകൊണ്ടിരിക്കും, ചിരിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്. അവന്മാർ വിചാരിക്കും അവന്മാരെന്തോ പറഞ്ഞാണെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് അവന്മാർ പൊയ്ക്കോളും. നിങ്ങൾ ആദ്യം വിചാരിക്കേണ്ടത് നിങ്ങളെ കളിയാക്കി നോക്കുന്ന പയ്യന്മാരില്ലേ,
അവന്മാരൊന്നും അങ്ങനെ പെട്ടെന്ന് വന്ന് ആ പെണ്ണിനോട് മിണ്ടൂലായിരിക്കും. അവന്മാർ പെർഫെക്റ്റ് ടൈം നോക്കിയോ അല്ലെങ്കിൽ ഇങ്ങോട്ട് മിണ്ടോ അല്ലെങ്കിൽ അവൾ ഒരുപാട് നോക്കിയിട്ട് മിണ്ടാം അല്ലെങ്കിൽ എന്താ മിണ്ടണ്ട ഇങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും കൂടുതൽ പൈമാരി നിൽക്കുന്നത്. ആ ടൈമിൽ നമ്മൾ ചെല്ലുക, കോൺഫിഡൻ്റ് ആയിട്ട് മിണ്ടുക. ഓക്കെ, അതെല്ലാം മിണ്ടിയിട്ട് ചിലപ്പോൾ റിസൾട്ട് കിട്ടിയില്ല, അവൾ ചിലപ്പോൾ നമ്മളോട് തിരിച്ച് മിണ്ടിയില്ല, നടന്നു പോയെന്ന് വെച്ചോ എന്തെങ്കിലും, അപ്പോഴും ചിലപ്പോൾ അവന്മാർ ചിലപ്പോൾ കളിയാക്കി ചിരിക്കുമായിരിക്കും. അപ്പോഴും സിമ്പിൾ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അവന്മാർ കളിയാക്കി ചിരിച്ചെന്ന് വെച്ച് നമ്മുടെ വാല്യൂ കുറയാൻ പോകുന്നു? ഒന്നും പോകുന്നില്ല, നമ്മുടെ വാല്യൂ കുറയാൻ പോകുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക, സിമ്പിൾ. അങ്ങനെ കളിയാക്കി ചിരിച്ചാൽ നമ്മൾ മനസ്സിലാക്കുക ഞാനൊരു സംഘജീവിയാണ്. അപ്പോൾ വേറെ ആളുകളൊക്കെ എന്നെ കൂട്ടം കൂടി നിന്ന് കളിയാക്കിയാലോ എനിക്ക് ചിലപ്പോൾ എന്നെ തന്നെ ലോയർ വാല്യൂ തോന്നും. അന്ന് ഞാനൊരു മനുഷ്യനാണ്, മനുഷ്യൻ എപ്പോഴും ഗ്രൂപ്പായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ളവരൊക്കെ കളിയാക്കിയാൽ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ചെറുതായിട്ട് കോൺഫിഡൻസ് ഡൗൺ ആവും. അത് എന്നേക്കോട്ട് ഡൗൺ ആവുന്നതല്ല. മറ്റുള്ളവരെ കൊണ്ട് മോശം പറയിക്കുമ്പോൾ നമുക്കുള്ളതൊന്നും കുറയാനും പോകുന്നില്ല. അവരെ കൊണ്ട് നല്ലത് പറയിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അവർ നമുക്ക് ചിലവിന് തരാനും പോകുന്നില്ല. മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, നമ്മളൊരു സംഘജീവിയാണ്. നമ്മളെ ആളുകളൊക്കെ കളിയാക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുന്ന പോലെ തോന്നും. നമ്മൾ ഒറ്റപ്പെട്ടാലും നമുക്ക് നിലനിൽപ്പില്ല. നമ്മൾ മനുഷ്യനുണ്ടായ കാലം മുതലേ നമ്മൾ ഗ്രൂപ്പായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് നമ്മളെ ഒറ്റപ്പെടുത്തുന്ന പോലൊരു ഫീല് നമുക്ക് വരും. മനസ്സിലായോ? ഗ്രൂപ്പിൽ നമ്മൾ ഒറ്റപ്പെട്ടാലേ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ലോകത്ത്? ഒരിക്കലും പറ്റത്തില്ല. നമുക്കെപ്പോഴും അടുത്തുള്ളവരുടെ സപ്പോർട്ട്, അടുത്തുള്ളവരുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ആ ഒരു ഫീലിങ്സ് വന്ന് നമ്മളെന്ത് ചെയ്യും, അതൊന്ന് കളിയാക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ വിചാരിക്കും അയ്യോ നമ്മൾ എന്നേക്കോട്ട് ഒറ്റപ്പെട്ട് എന്നുള്ളൊരു ഇതിൽ അറിയാതെ കോൺഫിഡൻസ് കുറയും. അതങ്ങനെ നിൽക്കത്തില്ല, താമസിക്കാതെ പഴയതുപോലെ ആവും. പിന്നെ ഉള്ളത് കോൺഫിഡൻസിൻ്റെ കാര്യം. കോൺഫിഡൻസ് എങ്ങനെ കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ ഉള്ള കോൺഫിഡൻസ് എങ്ങനെ കുറയാതിരിക്കണം, ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കോൺഫിഡൻസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാം നമുക്കിതിൽ പറയാൻ പറ്റത്തില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. കോൺഫിഡൻസ് എന്തോന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ഡെഫിനിഷൻ പറയുമായിരിക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാനുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങളുടെ കോൺഫിഡൻസ് കുറയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയണം. അതായത് മെയിനായിട്ട് ആണുങ്ങളുടെ കോൺഫിഡൻസ് കുറയുന്നത്, ആണുങ്ങളുടെ അല്ല മനുഷ്യൻ്റെ മെയിനായിട്ട് എടുത്താലും, എന്നെക്കാളും ബെസ്റ്റായിട്ടുള്ളവരുണ്ട്, അല്ല എന്നെക്കാളും ലുക്കായിട്ടുള്ളവരുണ്ട്, എന്നെക്കാളും നല്ലപോലെ സംസാരിക്കുന്നവരുണ്ട്, അവൻ എന്നെക്കാളും ബെസ്റ്റാണ്, അവൻ എന്നെക്കാളും വാല്യൂ ഉള്ളതാണ്, ഇങ്ങനെ നമ്മൾ ചിന്തിക്കും. ഓക്കെ, അത് എന്നെക്കാളും കഴിവുള്ളവരുണ്ട് എന്നൊരു ഫീൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ള കോൺഫിഡൻസ് കൂടെ താഴാൻ തുടങ്ങും. ഇത് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറയുന്ന ഈ ഒരേ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി, നിങ്ങളുടെ കോൺഫിഡൻസ് നല്ല മാറ്റം വരും. ഞാനിപ്പോൾ ഒരു ആറ്റിറ്റ്യൂഡ് പറയാം, എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും ഞാൻ തന്നെയാണ് ബെസ്റ്റ്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ വേറൊന്നും വേണ്ട. അതായത് ഞാൻ പറഞ്ഞുതരാം, എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിലും ശരി, ഞാൻ മറ്റുള്ളവരെക്കാളും ബെസ്റ്റ് അല്ലെങ്കിൽ ശരി, എന്നെക്കാളും ബെസ്റ്റായിട്ടുള്ള ആളുകളുണ്ടെങ്കിലും ശരി, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഞാനാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റണം, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ എടുത്തോ. രജനീകാന്തിനെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, തമിഴ് സിനിമയിൽ എത്രയോ നടന്മാരുണ്ട്, രജനീകാന്തിന് എന്തും ഇത്ര ഫാന്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പവർഫുൾ നടനാവാൻ എന്തൊക്കെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, രജനീകാന്താണോ തമിഴ് സിനിമയിൽ ഏറ്റവും ജിമ്മ് ബോഡിയുള്ള ആൾ? അങ്ങനെയാണെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും സൂപ്പർ സ്റ്റാർ ആവേണ്ടത്, അല്ലെങ്കിൽ രജനീകാന്തിനെ വലിയ പൊസിഷൻ എത്തേണ്ടത് രജനീകാന്തിനേക്കാളും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, രജനീകാന്താണോ തമിഴ് സിനിമയിൽ ഏറ്റവും ഹൈറ്റുള്ള ആൾ? ഒരിക്കലുമല്ല. രജനീകാന്താണോ? രജനീകാന്തിനെ കണ്ട എലുമ്പൻ. രജനീകാന്തിൻ്റെ ഹെയർ സ്റ്റൈൽ നിങ്ങൾ നോക്ക്, കഷണ്ടി തല. ഓക്കെ, കഷണ്ടി തലയും അത് കുറച്ച് കഷണ്ടി കയറി ഇരുന്നിട്ട് കുറച്ച് മുടി മാത്രമേ ഉള്ളൂ. രജനീകാന്താണോ ഏറ്റവും ആരോഗ്യമുള്ള നടൻ? അല്ല. ഓക്കെ, രജനീകാന്താണോ ഏറ്റവും ഭംഗിയുള്ള നടൻ? ഒരിക്കലും അല്ല. രജനീകാന്തിനെ നോക്കുമ്പോൾ രജനീകാന്തിനേക്കാളും ഭംഗിയുള്ള ആണുങ്ങളുണ്ട്, നടന്മാരുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നിങ്ങൾക്ക് എന്തോ തോന്നുന്നത് രജനീകാന്തിനോട് ഇഷ്ടം വരാൻ? നിങ്ങൾക്ക് എന്ത് കാരണം തോന്നുന്നത്? രജനീകാന്ത് ഏറ്റവും ഹൈറ്റുള്ള രജനീകാന്തിനല്ല, ഏറ്റവും ഭംഗിയുള്ള രജനീകാന്തല്ല, ഏറ്റവും റൊമാൻറ്റിക് ആക്ടർ രജനീകാന്തല്ല. ഓക്കെ, കാണുമ്പോൾ അത്ര പവർഫുള്ളായിട്ട് രജനീകാന്തിനെ തോന്നുന്നൊന്നുമില്ല. ഓക്കെ, ജിമ്മ് ബോഡിയില്ല, ഇതൊന്നും ഇല്ലായിരുന്നിട്ട് രജനീകാന്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ, ഈ മൈര് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ തന്നെ ബെസ്റ്റ്, ഞാൻ തന്നെ സ്റ്റാർ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് രജനീകാന്തിനുള്ള. മനസ്സിലായോ? അതായത് രജനീകാന്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ഒന്ന് ആലോചിച്ച് നോക്ക്, എൻ്റെ കയ്യിൽ ജിമ്മ് ബോഡിയില്ല, എനിക്ക് ലുക്കില്ല, എനിക്കാണെങ്കിൽ നല്ല ഹെയർ സ്റ്റൈൽ പോലും ഇല്ല, എനിക്ക് ഭംഗിയില്ല, എനിക്ക് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ തന്നെ സ്റ്റാർ. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് രജനീകാന്തിന്. ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നാണ് അയാൾക്ക് ഇത്രയും കോൺഫിഡൻസ് വരുന്നത്. ഇത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്കിഷ്ടം. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, രജനീകാന്ത് കോൺഫിഡൻസ് ഇല്ലാതെ അഭിനയിക്കുന്നെങ്കിലോ? കോൺഫിഡൻസ് ഇല്ലാതാണ് രജനീകാന്ത് സിനിമയിലൊക്കെ അഭിനയിച്ചെങ്കിൽ ആദ്യത്തെ 5-6 പടമായിരിക്കും. അപ്പോൾ നമ്മുടെ ഫീലിങ്സ് എന്തോന്ന് വെച്ചാൽ, നമ്മൾ ചിന്തിക്കും, നമ്മൾ പോലും അറിയാതെ ചിന്തിക്കുന്നത്, രജനീകാന്തിന് നല്ല ബോഡി ഇല്ല, അതുകൊണ്ടാണ് സിനിമയിൽ അവസരം കിട്ടാതിരുന്നത്, രജനീകാന്തിന് നല്ല ഭംഗിയില്ല, രജനീകാന്തിന് റൊമാൻറ്റിക്കായിട്ട് അഭിനയിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ രജനീകാന്തിന് പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടറൊന്നും അഭിനയിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് രജനീകാന്തിനെ കാണുമ്പോൾ പവർഫുള്ളായിട്ട് തോന്നുന്നില്ല, മെലിഞ്ഞിരിക്കുക, അതുകൊണ്ടാണ് രജനീകാന്തിന് ചാൻസ് കിട്ടാത്തത്. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. ഓക്കെ, അപ്പോൾ രജനീകാന്തിൻ്റെ ആറ്റിറ്റ്യൂഡ് നോക്കുക, ഇതൊന്നും ഇല്ലെങ്കിൽ രജനീകാന്ത് കോൺഫിഡൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്ത്, അപ്പോൾ രജനീകാന്തിന് എല്ലാം ഉണ്ട്. മനസ്സിലായോ? അതായത് നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഒട്ടും ബെസ്റ്റ് അല്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ 10 പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാനാ ബെസ്റ്റ്. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ്. മനസ്സിലായോ? ഇപ്പം ശിവാജി സിനിമ നിങ്ങൾ നോക്കിയാൽ മതി. ശിവാജി സിനിമയിൽ ഒരു ഘട്ടം കഴിഞ്ഞ് രജനീകാന്ത് എല്ലാം നഷ്ടപ്പെടും.
എല്ലാം നഷ്ടപ്പെട്ടാലും അവൻ്റെ ആറ്റിറ്റ്യൂഡ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. വേറെ എക്സാമ്പിൾ പറയാം, നിങ്ങളിപ്പോൾ കേൾക്കത്തില്ല ലയൺ ആറ്റിറ്റ്യൂഡ്, സിംഹമാണ് രാജാവ്. നിങ്ങൾ കേട്ടിട്ടുള്ള തന്നെ, എന്നാലും പറയുമോ, സിംഹമാണോ ഏറ്റവും ഉയരമുള്ള ജീവി, അല്ലെങ്കിൽ ഏറ്റവും പവറുള്ള ജീവി സിംഹമാണോ? ബൈറ്റ് ഫോഴ്സും ഇല്ല, കരയിൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ, ഏറ്റവും ആരോഗ്യമുള്ള ജീവിയല്ല, ഏറ്റവും സ്പീഡില്ല, ഓക്കെ, ദൂരക്കാഴ്ചയില്ല, ആയുസ്സുള്ളതാണോ? എന്നാൽ പിന്നെ ആമ പിടിച്ച് രാജാവാക്കത്തില്ലേ? അപ്പോൾ സിംഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് നോക്ക്, ഒന്നുമില്ലെങ്കിലും ഞാൻ തന്നെയാണ് രാജാവ്, ഇതൊന്നും വേണ്ട, ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ തന്നെയാണ് ബെസ്റ്റ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് കണ്ണും അടച്ച് പറയാൻ പറ്റണം, ഒന്നുമില്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവരുടെ എല്ലാം ഉണ്ട്, എൻ്റെ ഒന്നുമില്ലെങ്കിലും ഞാൻ തന്നെയാണ് ബെസ്റ്റ്, എന്നെക്കാളും കൂടുതലും മറ്റുള്ളവരുടെ എന്തുണ്ടെങ്കിലും അവനേക്കാളും ബെസ്റ്റ് ഞാൻ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. അതായത് തമിഴിലൊരു ഡയലോഗുണ്ട്, വെട്രി എൻപത് കളത്തിൽ ഇല്ല ഉൻ മനതിൽ. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിങ്ങളെങ്ങനെ കാണുന്നത്, ഇതാണ് മാറ്റർ. നമ്മളെങ്ങനെ കാണുന്നത്, നമ്മൾ ഈ ലോകത്തിനെ എങ്ങനെ കാണുന്നത്. നിങ്ങളെ തന്നെ ലോസറായിട്ടാണ് കാണുന്നത്, മറ്റുള്ളവരെക്കാളും താഴെ, നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരാൾ, നിങ്ങളെക്കാളും ബെറ്ററായിട്ടുള്ള ഒരു ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുമല്ലേ? അപ്പോൾ അതിനർത്ഥം നിങ്ങൾ ചിന്തിക്കുന്നത് മറ്റുള്ളവരെക്കാളും താഴെയാണ് ഞാനെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ചിന്തിക്കുകയോ ചെയ്യുന്നത്. നമുക്കൊരു ആറ്റിറ്റ്യൂഡ് വേണം, തോറ്റാലും നമ്മളാണ് ബെസ്റ്റ് എന്നൊരു ആറ്റിറ്റ്യൂഡ് വേണം. ഈവൻ തോറ്റാലും, അതായത് ജയിച്ചാൽ മാത്രം ബെസ്റ്റ് എന്നല്ല, ജയിച്ചില്ലെങ്കിലും ഞാൻ തന്നെയാണ് ബെസ്റ്റ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വേണം നമുക്ക്. ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒന്നിനെക്കുറിച്ച് കെയർ ചെയ്യാത്ത സ്വഭാവമായിരിക്കും. നമ്മളിപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എത്ര വലുതായാലും നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ തന്നെയാണ് ബെസ്റ്റ് എന്ന് ചിന്തിക്കണം. ഇത് യൂട്യൂബിൽ കണ്ട ക്രിസ്ത്യാനോ റൊണാൾഡോയോട് ആരോ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ചോദിക്കും, ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഫുട്ബോൾ കളിക്കാരൻ ആരാന്ന് ചോദിക്കുമ്പോൾ റൊണാൾഡോ തന്നെ പറയാമല്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ കളിക്കാരൻ ഞാൻ തന്നെയാണ്. ഈവൻ തോ അങ്ങനെ അല്ലെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ പറയണം, ഇതാണ് മാറ്റർ. അതായത് നിങ്ങളെക്കാളും റിച്ചായിട്ടുള്ള ഒരാൾ, നിങ്ങളുടെ കയ്യിൽ 10 പൈസ ഇല്ലെന്ന് വെച്ചോ, നിങ്ങളെക്കാളും റിച്ചായിട്ടുള്ള ഒരാൾ മുന്നിൽ വന്നാലും അവനേക്കാളും ബെസ്റ്റ് ഞാൻ തന്നെയാണ്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ കാണിക്കേണ്ടത്. മനസ്സിലായി? രജനീകാന്തിൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും ഞാനാണ് സൂപ്പർ സ്റ്റാർ എന്ന് തീരുമാനിച്ച പോലെ, സിംഗത്തിൻ്റെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ സിംഗം തന്നെയാണ് രാജാവെന്ന് ചിന്തിക്കുന്ന പോലെ നിങ്ങളും ചിന്തിക്കണം. എനിക്കറിയാം എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും ഞാൻ തന്നെയാണ് ബെസ്റ്റ്, എനിക്കൊന്നുമില്ലെങ്കിലും ഞാൻ ഏറ്റവും വലുതെന്നല്ല, നമ്മൾ മാത്രമാണ് വലുതെന്നൊരു ഫീൽ വേണം നമുക്ക്. ഞാനിങ്ങനെ അഹങ്കാരമുള്ള ആളുകളൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതായത് അഹങ്കാരമുള്ള ആളുകൾ തന്നെയാണ് അവർ ചിന്തിക്കുന്നത് ഞാനാണ് വലുത്, ഞാനാണ് ഏറ്റവും വലുത്, എന്നെക്കാളും വലുത് ആരുമില്ല. അതായത് ഒരു അഹങ്കാരമുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അഹങ്കാരമുള്ള ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. അതുപോലുള്ളവരൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, അവരൊരു കാര്യം വേണമെന്ന് ചിന്തിക്കുമ്പോൾ, ഒരു കാര്യം വേണമെന്ന് അവർക്ക് തോന്നിയാൽ അവരുടെ മാക്സിമം പറ്റുന്നത്ര അവർ ചെയ്യും. കാരണം അവരുടെ ഉള്ളിൽ തന്നെ ആ ഒരു കോൺഫിഡൻസാണ് ഉള്ളത്. അതേസമയം കോൺഫിഡൻ്റ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവനെ തന്നെ കോൺഫിഡൻ്റ് ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ കോൺഫിഡൻ്റ് ഇല്ലാതിരിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ അഹങ്കാരമുള്ള ഒരാളായിട്ടെങ്കിലും ഇരിക്കുന്നത്. കാരണം അഹങ്കാരം ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അതായത് ഞാനാണ് ഏറ്റവും വലുത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുള്ളൂ അവരുടെ ഉള്ളിൽ തന്നെ. അവരെക്കാളും ബെസ്റ്റായിട്ടുള്ളവർ വന്നാൽ പോലും അവരുടെ ഉള്ളിൽ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. അപ്പോൾ ഈ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നവരെ നിങ്ങൾ അഫർമേഷൻ ചെയ്തോ, എങ്ങനെയെങ്കിലും ഓക്കെ വീണ്ടും പറഞ്ഞോ, ഞാനാണ് ബെസ്റ്റ്, എല്ലാത്തിനേക്കാളും ഞാനാണ് ബെസ്റ്റ്, ഇങ്ങനെ പറഞ്ഞോ, എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ഒരു സൗണ്ട് വരുന്നവരെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം. ഇപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത്, ഞാൻ മുമ്പേ പറയണ്ടായിരുന്നു, പെണ്ണുങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുന്ന ആ ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ പെണ്ണുങ്ങൾ ചില പെണ്ണുങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യും, അത് മാറ്റാൻ പറ്റത്തില്ല. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി, അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ തലയ്ക്കകത്ത് പല സിഗ്നലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും. അതിനെക്കുറിച്ച് ഞാൻ ആദ്യം കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നെ. അപ്പോൾ ഗേൾസ് എന്നെ തുടക്കത്തിലൊക്കെ ഗേൾസൊക്കെ എന്നെ അവോയ്ഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ആ ഒരു എൻ്റെ കോൺഫിഡൻസ് കുറയുന്നത് മാറ്റാൻ വേണ്ടി ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില ദിവസമൊക്കെ, അതായത് ചില പെണ്ണുങ്ങളെ കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, എന്നെ നോക്കിയിട്ട് അവർ അവോയ്ഡ് ചെയ്യുന്നൊരു സെക്കൻഡ് ഉണ്ടല്ലോ, അതായത് ഒരു ഗേളുണ്ടായിരിക്കും, ആ ഗേള് അതായത് എന്നെക്കാൾ ലുക്കുള്ള ഗേൾസായിരിക്കും, ഓക്കെ, നോർമൽ ഗേൾസും ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഒരു ഗേളിനെ കാണുന്നത് നമ്മളെക്കാളും ഭംഗിയുണ്ടായിരിക്കും. അവളെ നമ്മൾ നോക്കുമ്പോഴേ അവൾ നമ്മളെ 2 സെക്കൻഡ് ഇങ്ങനെ മൊത്തം നോക്കില്ല, നമ്മളെ കാല് മുതൽ മേളിൽ വരെ നോക്കിയിട്ടായിരിക്കില്ല നമ്മളെ ഇങ്ങനെ മൈൻഡ് ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പ് തന്നെ അവർ നമ്മളെ നോക്കില്ല, ആ നോക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മൈൻഡ് ചെയ്യാതെ നോക്കി നടക്കണം. ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. എന്തിന് ചെയ്യുമെന്ന് വെച്ചാൽ, വേറെ അവർ പുറകെ വരാനൊന്നുമല്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ഫീലാണെന്ന് വെച്ചാൽ, ഞാൻ ഗേൾസിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെന്നൊരു ഫീൽ എനിക്ക് വരും. മനസ്സിലായോ? അതായത് എൻ്റെ തലയ്ക്കകത്ത് അങ്ങനെ ഒരു ഫീൽ വരും. പെണ്ണുങ്ങളെ എന്നെ മാത്രമല്ല അവോയ്ഡ് ചെയ്യുന്നത്, ഞാനും ചോയ്സ് ഉള്ള ആളാണ്, ഞാൻ ഗേൾസിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായി? അതുപോലെ മുമ്പ് ഒമേകളൊക്കെ ഉള്ള സമയത്ത് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഒമേകൾ എടുത്തിട്ട് ഗേൾസ് വരുമ്പോൾ സാധാരണ എന്ത് ചെയ്യും, ചില ഗേൾസൊക്കെ നമ്മളെക്കാൾ ഒത്തിരി ലുക്കുള്ള ഗേൾസൊക്കെയാണ്, അല്ലെങ്കിൽ ഫോറിൻ ഗേൾസൊക്കെയാണ്, നമ്മളെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയും. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ആ കട്ട് ചെയ്യുന്നൊരു സെക്കൻഡ് ഉണ്ടല്ലോ, അവർ നമ്മളെ കാണുന്നു, നമ്മളെ കണ്ടിട്ട് വേണ്ടെന്ന് തീരുമാനിക്കുന്നു, നമ്മളെ സ്കിപ്പ് ചെയ്യുന്നു. ഇതിന് മുമ്പ് തന്നെ അതിനൊരു 2 സെക്കൻഡ് വെച്ചോ, ആദ്യം ഇവരെ കാണുന്ന സെക്കൻഡ് തന്നെ ഞാൻ എന്തെന്ന് വെച്ചാൽ, ഒരു താല്പര്യമില്ലാത്ത പോലെ അവരെ സ്കിപ്പ് ചെയ്ത് വിടും. അങ്ങനെ സ്കിപ്പ് ചെയ്ത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ,
ഞാനും മനുഷ്യനാണ്. അപ്പോൾ ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിനു വേണ്ടി ആയിരുന്നില്ല. എനിക്ക് എന്നെ തന്നെ വിലയില്ലാത്ത പോലെ തോന്നുന്നു ചില പെണ്ണുങ്ങളൊക്കെ എന്നെ അവോയ്ഡ് ചെയ്യുമ്പം. അപ്പോൾ ഞാൻ വിചാരിച്ച് പെണ്ണുങ്ങളെ ഇനി മുതൽ ഞാനും അവോയ്ഡ് ചെയ്യാം, അവളുമാരും അതിൻ്റെ വിലയൊന്നും അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്നെ ലോ വാല്യൂ ആയിട്ട് തോന്നുന്നു. അപ്പോൾ ഉടനെ എന്തെങ്കിലും ചെയ്താലേ എനിക്ക് വാല്യൂ തോന്നത്തുള്ളൂ. അതിനുവേണ്ടി ഞാൻ ചെയ്തതാണ്. പക്ഷേ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരാൻ തുടങ്ങി ഇതിൽ നിന്ന്. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം ചെയ്യുമായിരുന്നു. എന്നെ അവോയ്ഡ് ചെയ്യുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ നേരിട്ട് മിണ്ടിയതോ. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് എന്ത് വില കൊടുത്ത് കിട്ടിയ നമ്പറാണെങ്കിലും ചിലപ്പം കുറേ അവരോട് അപ്രോച്ച് ചെയ്ത് കുറേ ചോദിച്ചിട്ട് കിട്ടിയ നമ്പറായിരിക്കും, അല്ലെങ്കിൽ കുറേ കഷ്ടപ്പെട്ട് അവരെ ഇമ്പ്രസ് ചെയ്തിട്ട് കിട്ടിയ നമ്പറായിരിക്കും. എന്തോ ആയാലും ചിലപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഒരുപാട് നാളായിട്ട് മിണ്ടുന്നതായിരിക്കും. എന്തോ ആയാലും എനിക്ക് എന്നോട് താല്പര്യമില്ലെന്ന് തോന്നുമ്പം, താല്പര്യമില്ലെന്ന് തോന്നാൻ ഞാൻ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്യും, അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും. അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡ് മാറാൻ തുടങ്ങും. അതായത് ഞാൻ അങ്ങോട്ടും പെണ്ണുങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് എന്നൊരു ആറ്റിറ്റ്യൂഡ് എനിക്കും വരും. അതായത് അന്ന് എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു ഒരു ഗേളിനോട് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യണം, സ്ട്രോങ് ആയിട്ട് ബിഹേവ് ചെയ്യണം, ഹൈ വാല്യൂ ആയിട്ട് ബിഹേവ് ചെയ്യണമെങ്കിൽ ഞാൻ ഗേൾസിനെ അവോയ്ഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ അവോയ്ഡ് ചെയ്യാൻ മനസ്സുള്ള ഒരാളായിരിക്കണം. അതായത് അവോയ്ഡ് ചെയ്യാൻ മടിയില്ലാത്ത ഒരാളായിരിക്കണം. മനസ്സിലായി? ആ ഒരു കാര്യം എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, കുറേ പെണ്ണുങ്ങളെ ഞാൻ തന്നെ ബ്ലോക്ക് ചെയ്ത്, എന്നോട് വലിയ മിണ്ടലൊന്നും ഇല്ലാത്ത പെണ്ണുങ്ങളെ ഞാൻ തന്നെ ബ്ലോക്ക് ചെയ്ത്, കുറേ പെണ്ണുങ്ങളെ ഞാൻ തന്നെ അവോയ്ഡ് ചെയ്ത്, കുറേ പെണ്ണുങ്ങളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ തന്നെ കട്ട് ചെയ്ത്, ഇതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്ത്. എനിക്കറിയാം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താലേ എനിക്ക് എന്നെ തന്നെ സ്ട്രോങ് ആയിട്ട് തോന്നത്തുള്ളൂ. ഒരു ഗേളിനെ അവോയ്ഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ അവോയ്ഡ് ചെയ്യാനുള്ളൊരു ധൈര്യം എനിക്കുണ്ട് എന്നുള്ളൊരു ഫീലിലോട്ട് ഞാൻ എത്തത്തുള്ളൂ. അതിനുവേണ്ടി ഞാനങ്ങനെ ചെയ്തു. ഇപ്പോഴും ഞാൻ പുറത്തിറങ്ങുമ്പോൾ ചില സമയത്ത് ഞാൻ തന്നെ അങ്ങ് തീരുമാനിക്കും. ഇപ്പം ചിലപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങുമായിരിക്കും, ചിലപ്പോൾ സിറ്റിയിലോട്ടൊക്കെ പോകുമായിരിക്കും. അപ്പം ഞാൻ തന്നെ ചില ടൈമിലൊക്കെ ഇന്ന ദിവസമൊന്നുമില്ല, അല്ലെങ്കിൽ ശനിയാഴ്ച ബുധനാഴ്ച അങ്ങനെയൊന്നുമില്ല, എപ്പോഴെങ്കിലും എനിക്ക് തന്നെ തോന്നും ഇത്തവണ ഇറങ്ങുമ്പോൾ ഒരു ഗേളിനെ ഞാൻ നോക്കത്തില്ല, ഒരു ഗേൾ ഇങ്ങോട്ടൊന്നും മിണ്ടിയാലും ഞാൻ മിണ്ടത്തില്ല. അങ്ങനെ ഇങ്ങോട്ട് മിണ്ടുന്നതൊക്കെ കുറവാണ്, എന്നാലും അഥവാ ഇങ്ങോട്ട് നോക്കിയാലും ഞാൻ അങ്ങോട്ട് പോകത്തില്ല, അഥവാ ഇങ്ങോട്ട് എന്നോട് എത്ര ഇഷ്ടം കാണിച്ചാലും ഞാൻ പോയി മിണ്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഫോർബിഡനായിട്ട് അന്നത്തെ ദിവസം ഞാൻ എനിക്ക് കിട്ടിയാലും വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നിൽക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ കോൺഫിഡൻസ് താഴത്തില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആറ്റിറ്റ്യൂഡ് വരും. ഞാൻ ഗേൾസിനെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒരു ഗേളിനെ പോയി അപ്രോച്ച് ചെയ്യാമെന്നുണ്ടെന്ന് വിചാരിച്ചു. അപ്പോഴേ ഞാൻ പോലും അറിയാതെ എനിക്ക് നല്ല കോൺഫിഡൻസ് വരുന്ന പോലെ തോന്നി. പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോൾ കോൺഫിഡൻസ് ഉള്ള പോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ അവരെന്നെ വിട്ടുപോകുമോ, അല്ലെങ്കിൽ അവരെന്നെ ഇഷ്ടപ്പെടാതിരിക്കുമോ, അവരെന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കുമോ, അവർ ഇമ്പ്രസ് ആവുമോ, അല്ലെങ്കിൽ അവർക്കെന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇതുപോലുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിലില്ല. കാരണം ഞാനും ഒരുപാട് ഗേൾസിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്, അവരും അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈക്വലാണ്, എൻ്റെ ഉള്ളിൽ തന്നെ ഞാനും അവരും ഈക്വലാണ് എന്ന് പറഞ്ഞ് എനിക്കൊരു നല്ലൊരു കോൺഫിഡൻസ് വരുന്നുണ്ടായിരുന്നു അന്ന്. നേരെ മറിച്ച് അന്ന് ഞാൻ ഗേൾസിനെയൊക്കെ അവോയ്ഡ് ചെയ്യാതെ ഏത് ഗേൾസിനെ കണ്ടാലും എങ്ങനത്തെ ആറ്റിറ്റ്യൂഡാണെന്ന് വെച്ചാൽ ഈ ഗേളെങ്കിലും എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഞാൻ മുന്നിൽ കാണുന്ന എല്ലാ ഗേൾസിൻ്റെയും പുറകെ പോയെങ്കിൽ, എല്ലാ പെണ്ണുങ്ങളും എന്നെ നോക്കാൻ വേണ്ടി ഞാൻ നിന്നെങ്കിൽ എനിക്ക് ആ കോൺഫിഡൻസ് വരത്തില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ചില ദിവസം ഞാൻ മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്യും, തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യും. ഇന്ന് ഒരു ഗേളിനെ ഞാൻ നോക്കത്തില്ല, എത്ര നോക്കാൻ തോന്നിയാലും ഞാൻ നോക്കത്തില്ല. ഇന്നത്തെ ദിവസം ഞാൻ വായി നോക്കത്തുമില്ല, ഒന്നുമില്ല. ഇന്നത്തെ ദിവസം എനിക്ക് ഗേൾസിനെ വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഞാൻ നിൽക്കും. അഥവാ ഇങ്ങോട്ട് നോക്കിയാലും ഞാൻ മൈൻഡ് ചെയ്ത് കണ്ണു മാറ്റും. ചിലർ ഇൻട്രസ്റ്റോടെ നോക്കിയാലും ഞാൻ കണ്ണു മാറ്റും. ചില സാഹചര്യത്തിലൊക്കെ ഗേൾസുമായിട്ട് മിണ്ടേണ്ട ചില സാഹചര്യം വരുമായിരിക്കും. തൊട്ടടുത്ത് നിൽക്കുന്നവരൊക്കെ ചിലപ്പോൾ കടയിലോ എവിടെയെങ്കിലും വെച്ച് ചുമ്മാ നമ്മളറിയാതെ ഗേൾസിനോട് മിണ്ടേണ്ട സാഹചര്യങ്ങൾ വരുമല്ലോ. വഴി ചോദിക്കാനോ എപ്പോഴെങ്കിലും വന്നാലും ഞാൻ അവരോട് ഒരു താല്പര്യമില്ലാത്ത പോലും ഉണ്ട്. എന്നിട്ട് ഞാൻ അത് ഡെവലപ്പ് ചെയ്യാൻ നോക്കത്തില്ല, ഞാനങ്ങ് നടന്നു, അല്ലെങ്കിൽ ഞാൻ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്ത് തന്നെ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോഴേ എൻ്റെ ബ്രെയിനിന് ഒരു സിഗ്നൽ കിട്ടും, ഞാൻ പെണ്ണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനല്ല. ഇങ്ങനെ ഉള്ളിൽ എപ്പോഴും പെണ്ണ് വേണം, സ്നേഹം വേണം, എനിക്ക് പെണ്ണില്ല, ഇങ്ങനെ ഞാൻ അലഞ്ഞ് നടക്കുന്ന പോലെ എനിക്കൊരു ഫീലേ വരത്തില്ല. കാരണം എൻ്റെ മൈൻഡിന് ഞാൻ കൊടുക്കുന്നത് ചില സമയത്ത് ഇങ്ങോട്ട് വന്നാലും എനിക്ക് വേണ്ട, ഇങ്ങോട്ട് വന്നാലും ഞാൻ വേണ്ടെന്ന് തന്നെ പറയും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഞാൻ എൻ്റെ ബ്രെയിനിന് കൊടുക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ എല്ലാ ബിഹേവിയറിലും അത് വരും. ഞാൻ നാളെ ഒരു ഗേളിനോട് പോയി അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴും എൻ്റെ ആറ്റിറ്റ്യൂഡ് അത് തന്നെ ആയിരിക്കും. കാരണം ഞാനും ഒരുപാട് ഗേൾസിനെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ തന്നെ ആയിരിക്കും ഞാൻ ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്? ഞാൻ ബിഹേവ് ചെയ്യുന്നത്, എന്നെ അവോയ്ഡ് ചെയ്തിട്ടുള്ള 100 പെണ്ണുങ്ങളുണ്ട്, നീയും എന്നെ അവോയ്ഡ് ചെയ്യുമോ, അല്ലെങ്കിൽ നീയെങ്കിലും എന്നെ ഒന്ന് നോക്കുമോ, നീ എന്നെ ചിലപ്പോൾ അവോയ്ഡ് ചെയ്താലോ, ഇതുപോലെ പല പേടിയിലോ, അല്ലെങ്കിൽ നീയും ചിലപ്പോൾ എന്നെ അവോയ്ഡ് ചെയ്യുമോ, നീയെങ്കിലും എന്നെ നോക്ക്, എന്നോട് മിണ്ടുമോ അതോ മിണ്ടാതിരിക്കുമോ, ഇതുപോലെ പല കാര്യങ്ങളായിരിക്കും എൻ്റെ പെരുമാറ്റത്തെ മൊത്തം വരുന്നത്. ഞാൻ പോലും അറിയാതെ എൻ്റെ പെരുമാറ്റത്തെ അത് വരാൻ തുടങ്ങും. മനസ്സിലായി? അപ്പോൾ ഇത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ
ഒരു 20 പെണ്ണുങ്ങളെ നിങ്ങൾ ഇനി അടുത്ത തവണ പുറത്തിറങ്ങുമ്പോഴോ എപ്പോഴെങ്കിലും ഇറങ്ങുമ്പം ഒരു 20 പെണ്ണുങ്ങളെ നിങ്ങൾ അവരെ ഒട്ടും വില കൊടുക്കാത്ത പോലെ കണ്ണെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ വേണ്ടാത്ത പോലെ നിങ്ങൾ പെരുമാറുക. അവരെ കാണിക്കാൻ വേണ്ടിയല്ല, നിങ്ങളുടെ തലച്ചോറിനെ കാണിക്കാൻ വേണ്ടി. നിങ്ങൾ ആദ്യം ഇമ്പ്രസ് ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ, മനസ്സിലായോ? ഡെയിലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഒരു 10-20 ഗേൾസിനെയൊക്കെ നിങ്ങൾ എണ്ണി അവോയ്ഡ് ചെയ്യുക, മനസ്സിലായോ? അവർ നോക്കിയാലും നിങ്ങൾ നോക്കണ്ട. അവരെ നോക്കിയാൽ ചെയ്യാൻ പോകുന്നത്, നോക്കിയിട്ട് 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ചില ഗേൾസ് നോക്കിയിട്ട് നിങ്ങളങ്ങ് അവോയ്ഡ് ചെയ്യാനായിരിക്കും പോകുന്നത്. അതിന് മുമ്പ് തന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് പോകും. അപ്പം അവരല്ലല്ലോ നിങ്ങളെ റിജക്റ്റ് ചെയ്തത്, നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്തോലിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഉള്ളിൽ വാല്യൂ വരും. ഓക്കെ, അത് ഒരു നല്ല കാര്യമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളെ അവോയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നൊരു ഫീലുണ്ടല്ലോ, നിങ്ങളെ ഒത്തിരി വാല്യൂ ഇല്ലാത്ത പോലെ കണ്ട് എന്നൊരു ഫീലുണ്ടല്ലോ, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് കുറയാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം നിങ്ങളെ മാത്രമല്ല അവോയ്ഡ് ചെയ്യുന്നത്, നിങ്ങൾ 100 പെണ്ണുങ്ങളെ നിങ്ങളും അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരും. ഞാൻ ഒരുപാട് പെണ്ണുങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുള്ളത്, ഞാൻ ഇത് കുറേ കണ്ടിട്ടുള്ളതാ, ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ഉള്ളിലും വരും. മനസ്സിലായി? അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളെ തന്നെ ബെസ്റ്റായിട്ട് കാണുമ്പോഴാണ് ഗേൾസിന് നിങ്ങളെ ബെസ്റ്റായിട്ട് തോന്നുന്നത്. ഇതേ കാര്യം തന്നെ ഞാൻ വേറൊരു രീതിയിൽ പറയാം. എൻ്റെ പെണ്ണിനോട് ഞാൻ ഹൈ വാല്യൂട്ടോ ബിഹേവ് ചെയ്യുന്നതെന്ന് വെച്ചോ, എൻ്റെ കയ്യിൽ ഒത്തിരി പൈസ ഇല്ല, അല്ലെങ്കിൽ അതായത് എന്നെക്കാൾ ലുക്കുള്ളൊരു പയ്യൻ, എന്നെക്കാൾ പൈസ ഉള്ളൊരു പയ്യനുണ്ടെന്ന് വെച്ചോ. ഓക്കെ, അതായത് ഞാനും അവൾ ഹോട്ടലിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോകുന്നു, അവൾ എന്നെക്കാൾ ലുക്കുള്ളൊരു പയ്യനെ കാണിക്കുന്നു, എന്നെക്കാൾ പൈസ ഉള്ളൊരു പയ്യനെ കാണിക്കുന്നു എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ കാറൊക്കെ ഉള്ളൊരു പയ്യൻ. ഇങ്ങനെ കാണിച്ചിട്ട് അവൾ ചിലപ്പോൾ ചോദിക്കും, ആ പയ്യൻ കൊള്ളാമല്ല, സൂപ്പറല്ല എന്ന് എന്നോട് ചോദിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവളോട് മുമ്പ് തന്നെ ഹയർ വാല്യൂട്ടോ ബിഹേവ് ചെയ്യുന്നതെന്ന് വെച്ചു, ഏർക്കനവേ മുമ്പേ തന്നെ ഓൾറെഡി ഹൈ വാല്യൂട്ടോ ബിഹേവ് ചെയ്യുന്നതെങ്കിൽ അവൾക്ക് ഞാൻ തന്നെ ആയിരിക്കും ബെസ്റ്റ് എന്ന് തോന്നുന്നത്. കാരണം റിലേഷൻഷിപ്പിൽ എനിക്ക് കൺട്രോളുണ്ട്, റിലേഷൻഷിപ്പിൽ എനിക്ക് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്നോട് നല്ല ഇൻട്രസ്റ്റ് നിൽക്കുമായിരിക്കും. അപ്പോഴേ അവൾ എന്നോട് ചോദിക്കുവാണ്, വേറൊരു പയ്യനെ കാണിച്ചിട്ട് അവൻ കൊള്ളാമല്ലെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ പറയുന്നത്, നിനക്ക് അവനെ കണ്ടപ്പോൾ ഭംഗിയുള്ള പോലെ തോന്നിയോ, അല്ലെങ്കിൽ നിനക്ക് അവനെ കണ്ടപ്പം കൊള്ളാമെന്ന് തോന്നിയോ, എനിക്കറിയാം ഞാനാ ബെസ്റ്റ്, എനിക്കറിയാം ഞാൻ ഉള്ളത് ഏറ്റവും ബെസ്റ്റ് ഞാനാ, എനിക്കറിയാം അവനേക്കാളും ബെസ്റ്റ് ഞാൻ തന്നെ എന്ന് ഞാൻ പറയണമെന്ന് വിചാരിച്ചോ. അത് മതി അവൾക്ക്. ഓക്കെ, അതായത് പോയിൻ്റ് ഇതാണ്, ഫീമെയിൽ സൈക്കോളജി ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങളെക്കാളും എത്ര വലിയൊരു ആണിനെ കണ്ടാലും നിങ്ങൾ പറയുകയാണ്, എൻ്റെ ഒന്നുമില്ലെങ്കിൽ അവനേക്കാളും ബെസ്റ്റ് ഞാൻ തന്നെ, എനിക്കറിയാം ഞാനാണ് അവനേക്കാളും ബെസ്റ്റ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഗേൾസ് നിങ്ങളെ തന്നെ ബെസ്റ്റായിട്ട് കണ്ടോളും. നേരെ മറിച്ച് നിങ്ങളെക്കാൾ ഒരു വിലയില്ലാത്ത ഒരുത്തനുണ്ടെന്ന് വിചാരിച്ചു, അവനെ കണ്ടിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് പോവുകയാണെങ്കിൽ അവനാണ് ബെസ്റ്റ് എന്ന് തോന്നും. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാമ്പിൾ എങ്ങനെ പറയുന്നത്, നിങ്ങളെക്കാൾ ലുക്ക് കുറഞ്ഞൊരു പയ്യൻ, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ലുക്ക് കുറഞ്ഞതോ ഒരു പയ്യനുണ്ടെന്ന് വെച്ചോ, ആ പയ്യൻ നിങ്ങളുടെ പെണ്ണിനോട് മിണ്ടുന്നുണ്ടോയെന്ന് വെച്ചോ. നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലാണെന്ന് വെച്ചോ, നിങ്ങൾ ഒരു പെണ്ണ് റിലേഷൻഷിപ്പിലാണ്, അവളുടെ എക്സിനോടോ അല്ലെങ്കിൽ വേറെ ഒരു ബെസ്റ്റ് പയ്യൻ വല്ലതും ഉണ്ടോയെന്ന് വെച്ചോ, നിങ്ങളെക്കാൾ ലുക്ക് കുറവാണ്, അതായത് നിങ്ങളെക്കാളും താഴെയാണെന്ന് ചിന്തിച്ചോ, നിങ്ങളെക്കാൾ ലുക്ക് കുറവാണ് അങ്ങനെ വിചാരിച്ചോ, നിങ്ങളെക്കാൾ വാല്യൂ കുറവാണെന്ന് വിചാരിച്ചോ. അങ്ങനെ ഇരിക്കുമ്പോഴേ നിങ്ങൾ അവനെ പേടിക്കണമെന്ന് വിചാരിച്ചോ. നിങ്ങളിപ്പം നിങ്ങളുടെ ലൈനിനോട് പറയാം, എടി അവനോട് മിണ്ടല്ലേ പ്ലീസ് അവനോട് അങ്ങ് കറങ്ങാൻ പോകല്ലേ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒത്തിരി പറയുകയാണെന്ന് വിചാരിച്ചോ. അതുപോലെ അവനോട് എന്തോ സംസാരിച്ച്, അവൻ ഇന്നലെ വിളിച്ചോ ഇന്ന് വിളിച്ചോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ അവനെ ഒരുപാട് പേടിക്കുന്ന പോലെ കാണിച്ചാൽ അവൾ ചിന്തിക്കും, ഇവനെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, അപ്പം മറ്റവൻ എന്നെ ഇഷ്ടപ്പെടുമെന്ന് ഇവന് പേടിയുണ്ട്, അപ്പോൾ മറ്റവനാണ് ബെസ്റ്റ്, ഇവനല്ല ബെസ്റ്റ് എന്ന് ചിന്തിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളെക്കാളും അവനാ ബെസ്റ്റ് എന്ന് ചിന്തിക്കും. മനസ്സിലായി? അതായത് നിങ്ങളെക്കാളും ഒരു വിലയില്ലാത്തവനായാലും നിങ്ങൾ കൊടുക്കുന്ന ഫീൽ അവനാണ് ബെസ്റ്റ് എന്നുള്ള ഫീലാണ് കൊടുക്കുന്നത്. അപ്പോഴെന്ത് പറ്റും, അവൾക്ക് തോന്നും നിങ്ങളെക്കാളും ബെസ്റ്റ് അവനാണെന്ന്. നേരെ മറിച്ച് നിങ്ങളെക്കാളും എത്ര വിലയുള്ള ഒരു പയ്യനായാലും ശരി, അവനേക്കാളും ബെസ്റ്റാണ് നിങ്ങളെന്ന് നിങ്ങൾ തന്നെ പറയുകയാണെന്ന് വെച്ചോ, എനിക്കറിയാം ഞാൻ തന്നെയാണ് ബെസ്റ്റ്, അവനേക്കാളും ബെസ്റ്റ് ഞാൻ തന്നെ എന്നൊരു ഫീലാണ് നിങ്ങൾക്കുള്ളെങ്കിൽ അവൾ നിങ്ങളെ ബെസ്റ്റായിട്ട് കണ്ടോളും. അതല്ലാതെ നിങ്ങളെക്കാളും ഒരു വിലയില്ലാത്ത ഒരുത്തനെ നിങ്ങൾ പേടിച്ചാൽ അവൾ നോക്കുമ്പോൾ, കാരണം നിങ്ങളുടെ ബിഹേവിയർ തന്നെ അവൾ മിറർ ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ കോൺഫിഡൻ്റ് ഇല്ലെങ്കിൽ അവൾക്ക് നിങ്ങൾ കോൺഫിഡൻ്റ് കാണത്തില്ല, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് കോൺഫിഡൻ്റ് ആണ്. മനസ്സിലായി?